ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. സ്റ്റീഫൻ കിങ് ഈ എഴുത്തുകാരനെ അറിയാത്തവർ ചുരുക്കമായിരിക്കും. ദ ഷോഷാങ്ക് റിഡംപ്ഷൻ, ഗ്രീൻ മൈൽ, ഷൈനിങ് തുടങ്ങി ഒട്ടനവധി വേറിട്ട ഹോളിവുഡ് അനുഭവങ്ങൾ തന്നത് ഇദ്ദേഹത്തിൻ്റെ നോവൽ അഡാപ്റ്റേഷനിലൂടെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 2019 പബ്ലിഷ് ചെയ്ത ഒരു സൂപ്പർ സയൻസ് ഫിക്ഷൻ ഹൊറർ നോവലിനെ ബേസ് ചെയ്ത് ഒരു പുതിയ സീരീസും എത്തിയിരിക്കുകയാണ്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഈ സീരീസ് തുടങ്ങുന്നത് തന്നെ 14 വയസ്സുള്ള ബുദ്ധിസാമർഥ്യമേറിയ ലൂക്ക് എന്ന ഈ പൈനലിൽ നിന്നാണ്. ആളൊരു പക്കാ ജീനിയസാണ്. കോളേജ് അഡ്മിഷന് വേണ്ടിയുള്ള SAT എക്സാം പുഷ്പം പോലെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഇടയിൽ നിന്ന് നിമിഷ നേരം കൊണ്ട് പൂർത്തിയാക്കി ഇറങ്ങി. ഇനി അവൻ്റെ ലക്ഷ്യം ഉയർന്ന യൂണിവേഴ്സിറ്റിയായ MITയിൽ പഠിക്കാൻ ചേരുക എന്നതും. അതിനുള്ള ഓഫർ വന്നിട്ടുമുണ്ട്. അത്ര സ്മാർട്ടാണ് ഈ ചെക്കൻ. പക്ഷേ തീർച്ചയായും അവന് വേറെയും ഇൻട്രസ്റ്റ് ഉണ്ട്. ബാസ്കറ്റ്ബോൾ പ്രിയനാണ്. സുഹൃത്ത് റാഫേൽ മുത്തുവൻ പരീക്ഷാ കാര്യങ്ങൾ പറഞ്ഞ് ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരിക്കെ അവൻ്റെ പ്രിയ ജേഴ്സിയുടെ കക്ഷം കയറി പോകുന്നു. ഒരു ക്ലാസിക് ജേഴ്സി ആയത് കയറിയതിൻ്റെ പേരിൽ ഇനി അമ്മയുടെ വക നല്ല പൂരമായിരിക്കുമെന്ന് പറഞ്ഞവൻ്റെ ഉത്കണ്ഠയും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ലൂക്കിൻ്റെ പേരൻസിന് അവനെ കൊണ്ട് എന്ത് ചെയ്യണമെന്നൊരു വശമില്ല. തുറന്നു പറഞ്ഞാൽ അവർ അവൻ്റെ അത്രയും സ്മാർട്ടല്ല താനും. അങ്ങനെ SAT കഴിഞ്ഞതിൻ്റെ പേരിൽ അവനൊരു പീറ്റ്സ മേടിച്ചു കൊടുക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരുന്ന് അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്താണ് അവൻ്റെ ഇനി അങ്ങോട്ടുള്ള ആഗ്രഹങ്ങൾ എന്നതിനെക്കുറിച്ചൊക്കെ. കാരണം എന്തായാലും അവരവന് സപ്പോർട്ടാണ്. അതിപ്പോൾ ഈ 14 വയസ്സിൽ MITയിൽ ചേർന്ന് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ അതിനു പോലും. അങ്ങനെ ലൂക്ക് അവൻ്റെ ഭാവിയെക്കുറിച്ച് ആവേശത്തോടെയും എക്സൈറ്റ്മെൻറ്റോടെയും ഒക്കെ പറഞ്ഞിരിക്കെ പെട്ടെന്ന് അവിടുന്ന് പീറ്റ്സ ട്രേ അതവൻ്റെ അടുത്ത് പോലുമല്ല ഇരുന്നത്. തട്ടിയത് പോലുമില്ല. പക്ഷേ പെട്ടെന്ന് വൈബ്രേറ്റായി തെറിച്ച് താഴെ വീഴുന്നു. മെറ്റൽ പാത്രമായതുകൊണ്ട് തന്നെ സിമ്പിൾ അടിച്ചുള്ള ശബ്ദം കേട്ട് അകത്തുള്ള സകലരും നോക്കുന്നതിലും ആരും രണ്ടാമതൊന്ന് അതേക്കുറിച്ച് ആലോചിക്കാതെ അവരവരുടെ പരിപാടികളിലേക്ക് വീണ്ടും കടക്കുമ്പോൾ എന്നാൽ ആ റെസ്റ്റോറൻറ്റിലുള്ള ഒരാൾ ഇത് നോട്ടീസ് ചെയ്തു. ആ സ്ത്രീയെ റെസ്റ്റോറൻറ്റിലേക്ക് അയച്ചിട്ടുള്ളത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. ലൂക്കിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനായി. അങ്ങനെ ആ രാത്രി ലൂക്കും അവൻ്റെ മാതാപിതാക്കളും ശാന്തമായി കിടന്നുറങ്ങവേ ഈ സ്ത്രീ വേറെ കുറച്ച് ആൾക്കാരുമായി എത്തി അത്യാവശ്യം എന്ന പോലെ തന്നെ അവനെ തട്ടിക്കൊണ്ടുപോകുന്നു. എന്തോ പ്രത്യേക സാങ്കേതിക വിദ്യ വെച്ച് വീടിൻ്റെ ലോക്ക് അഴിച്ച് അകത്ത് കടന്ന് അവനടുത്തേക്ക് എത്തുന്നതും ഇത് കേട്ടുവിടുന്ന ലൂക്കിൻ്റെ മുഖത്ത് സ്പ്രേ അടിച്ച് ബോധം കെടുത്തുന്നു. എന്നാലിപ്പോൾ ലൂക്ക് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് അവന് തന്നെ തട്ടിക്കൊണ്ടുപോയതായി തോന്നുന്നില്ല. അതൊരു സ്വപ്നമായിരുന്നെന്ന പോലെ ചുറ്റുപാടെല്ലാം അവൻ കിടക്കുന്ന റൂമിൻ്റെ അതേപോലെ തന്നെ, ഒരു മാറ്റവുമില്ല. എന്നാൽ അവന് സംശയം ജനിക്കുന്നത് ആ ജേഴ്സിയിൽ നിന്നാണ്. മുൻപ് കഷം കീറിയതായി കണ്ട ആ ക്ലാസിക് ജേഴ്സി എടുത്തു നോക്കുമ്പോഴോ ഒരു കുഴപ്പവുമില്ലാതെ തയ്ച്ച പാടം ഒന്നുമില്ലാണ്ട് പുത്തൻ പോലിരിക്കുന്നു. ഉടൻ എണീറ്റ് കർട്ടൻ നീക്കുന്നതും അടുത്ത ക്ലൂ. പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്ത വിധം പ്രകാശം. ലൂക്ക് അങ്ങനെ ഇറങ്ങി കതക് തുറക്കുന്നതും ഒരു വലിയ ഇടനാഴി അങ്ങനെ നീണ്ടുപോയിരിക്കുന്നു. എവിടെയാണ് അവൻ നിൽക്കുന്നത്? ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അവൻ്റെ തത്രപ്പാട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ലൂക്ക് എത്രത്തോളം കൺഫ്യൂസ്ഡ് ആണെന്ന്, നിറയെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. അങ്ങനെ നടന്നു നോക്കുന്നവൻ ആദ്യം കണ്ടുമുട്ടുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മറ്റൊരു സ്റ്റുഡൻ്റായ കലീഷ എന്ന പെൺകുട്ടിയെ. അവൾ വഴി അവന് മനസ്സിലാവുകയാണ് ഇത് അവൻ്റെ സ്ഥലമായ മിനിയാപോളിസ് അല്ലെന്നും മെയിൻ എന്ന മറ്റൊരു സ്ഥലമാണെന്നും. കലീഷയ്ക്ക് ലൂക്കിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ അറിയാം. എങ്ങനെയെന്ന് വെച്ചാൽ പുതുതായി എത്തുന്നവരെ കുറിച്ചുള്ള ചില വിവരങ്ങൾ ഇവിടെയുള്ളവർ കുട്ടികൾക്ക് നൽകാറുണ്ട്. അതുപോലെ ഈ വിദ്യാർത്ഥിയോട് ലൂക്കിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെന്നാൽ അവന് ഭീകരമായ സ്മാർട്ട് മൈൻഡാണ്. പക്ഷേ ഒരു കാര്യം അറിയാത്തത് ലൂക്ക് TK ആണോ TP ആണോ എന്നും. TK ടെലികൈനസിസും TP ടെലിപ്പതിയും. ടെലികൈനസിസ് എന്താണെന്നറിയാമല്ലോ, വസ്തുക്കളെ സ്പർശിക്കാതെ തന്നെ ചലിപ്പിക്കാനോ സ്വാധീനിക്കാനോ ഉള്ള കഴിവ്. സംസാരമോ എഴുത്തോ ഇല്ലാണ്ട് ചിന്തകളും വികാരവും വെച്ച് മനസ്സോടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് ടെലിപ്പതി. എന്തായാലും റെസ്റ്റോറൻറ്റിൽ വെച്ച് നടന്ന ആ സംഭവം വെച്ച് അവൻ TK ടീംസ് ആണെന്ന് മനസ്സിലാക്കാം. കലീഷ ടെലിപ്പതിക്കാണ്. എന്തിനാണ് ഇവർ ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിഡ്നാപ്പിംഗ് എന്നൊന്നില്ല, ഓൺലി റിക്രൂട്ടിംഗ്. പക്ഷേ റിക്രൂട്ട് ചെയ്യുന്ന ആരാണെന്ന് അവൾക്കത്ര പിടിയുമില്ല. കലീഷയോട് ഇവിടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ജോലികൾ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയുള്ളതാണ്. എങ്ങനെയെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അവരുടെ പേരൻസുമായി ഒന്ന് സംസാരിക്കാൻ പോലുമുള്ള അനുവാദമില്ല. ചുറുചുറുക്കനായ ലൂക്ക് അവിടെയുള്ള ക്യാമറ നോക്കി ഈ സ്ഥലം പ്രവർത്തിക്കുന്നതിന് പിന്നിൽ എന്തായാലും ആൾക്കാരുണ്ടാകുമല്ലോ. അതെ, മിസ് 6B മെഡിക്കൽ പരമായുള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം അവരാണ്. ഡോക്ടർ ഹെൻഡ്രിക്സ് ആണ് മെഡിക്കൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ടെസ്റ്റുകളും വേറെ കുറേ പരിശോധനകളും പരിപാടിയുമൊക്കെ. ചുരുക്കത്തിൽ ഇതൊക്കെയാണ് ഫ്രണ്ട് ഹാഫിലുള്ളതെന്ന് പറയാം. അതായത് അവരിപ്പോഴുള്ളത്. ഈ ഫ്രണ്ട് ഹാഫിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ഹാഫിലേക്ക് പോകാം. ലൂക്ക് കലീഷയോട് അവൻ എപ്പോഴാണ് ഈ പറഞ്ഞ മിസ് 6Bയെയും ഡോക്ടർ ഹെൻഡ്രിക്സിനെയും ഒക്കെ ഒന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് തിരക്കുമ്പോൾ അവൾ പറയുന്നത് പൊതുവെ പുതുതായി എത്തുന്നവരെയൊക്കെ ഇതുപോലെ ചുമ്മാ ചുറ്റുമും നടന്ന് കറങ്ങാൻ വിടാറാണുള്ളത്. അതെന്താണ് അവരങ്ങനെ ചെയ്യുന്നത് അതിശയിക്കുന്ന അവൻ തന്നെ അതിനൊരു ഉത്തരം കണ്ടെത്തുന്നു. കാരണം അവർക്ക് ഈ പുതുമുഖങ്ങളെ ഇവിടവുമായി ഒന്ന് പൊരുത്തപ്പെടുത്തണം. അതിനുള്ള വഴി ഇതുപോലെ ഇവിടെയുള്ളൊരു സ്റ്റുഡൻറ്റിനെ മുന്നിൽ നിർത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിപ്പിക്കുക എന്നതാണ്. ലൂക്ക് ആ പറഞ്ഞത് ശരിയാണ് താനും. ഈ 6Bയും ഹെൻഡ്രിക്സും പിന്നെ സ്റ്റാക്ക് ഹൗസ് എന്ന വേറൊരാളും ചേർന്ന് ഇതെല്ലാം ക്യാമറയിൽ മോണിറ്ററിലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹെൻഡ്രിക്സിനെ പലർക്കും അറിയാമല്ലോ അല്ലേ? ലൂക്കിൻ്റെ സ്മാർട്ടായിട്ടുള്ള ചോദ്യങ്ങളും സംസാരവും ഒക്കെ കണ്ട് 6Bയോട് അയാൾ നിങ്ങൾ പറഞ്ഞ പോലെ നല്ല സ്മാർട്ടാണല്ലോ അവന് നമുക്ക് PC ട്രാക്കിന് വേണ്ടി ആലോചിച്ചുകൂടെ എന്ന് താല്പര്യം പ്രകടിപ്പിക്കുന്നത് കേൾക്കുന്ന 6B അത് ഉടൻ തന്നെ നിരസിക്കുന്നു. ആദ്യം അവനെ ഇവിടെയുള്ള കാര്യങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും അവനിവിടെ നിൽക്കുന്ന ഉദ്ദേശം എന്താണ്, ഇതേക്കുറിച്ചെല്ലാം വ്യക്തമാക്കിയെടുക്കണമെന്ന് പറഞ്ഞ് ലൂക്കിനെ വിളിച്ചുകൊണ്ടുവരാനായി സ്റ്റാക്ക് ഹൗസിനെ പറഞ്ഞു വിടുന്നു.
ഈ PC ട്രാക്ക് എന്നുള്ളത് ഇവരുടെ എന്തോ പ്രോജക്റ്റോ മറ്റോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ സ്റ്റാക്ക് ഹൗസ് അവിടെ എത്തുമ്പോഴാട്ടെ അവിടെ കലീശ ലൂക്കിനെ കിസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. റൊമാൻറ്റിക് ഒന്നുമല്ല, ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് കലീശ നിനക്ക് ചിക്കൻ ബോക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. പിടിച്ചൊരു ഉമ്മയും വെച്ചു കൊടുത്തു. ഇതെന്താണെന്ന് അവനും മനസ്സിലായിട്ടില്ല, നമുക്കും. ലൂക്കിനെ റെഡിയാക്കി ലിഫ്റ്റിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ആ സ്ത്രീ ഇറങ്ങി പോവുകയാണ്. മുമ്പ് തട്ടിക്കൊണ്ടുവന്നതായി കണ്ടവർ അവരെ കണ്ട് അതിശയിച്ച് അടുത്തേക്ക് ചെല്ലുന്നതും സെക്യൂരിറ്റി ബലം പിടിച്ച് ലിഫ്റ്റിലേക്കിട്ട് ശേഷം പ്രധാനിയുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നു. എന്താണിതൊക്കെ, ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ചൂടെ നിൽക്കുന്ന അവനെ കണ്ട് നീ മറ്റുള്ളവരെക്കാളും ശാന്തനാണെന്നും പറഞ്ഞിരുത്തി അവനെ ജിലേബിനൊക്കെ കൊടുത്ത് തണുപ്പിച്ച ശേഷം 6B ഒറ്റയ്ക്കിരുത്തി ആദ്യമേ തന്നെ കുറച്ച് ഗ്രൗണ്ട് റൂൾസ് പറഞ്ഞു കൊടുക്കുന്നു. ആദ്യ വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ എത്ര കിടന്ന് കരഞ്ഞ് കാല് പിടിച്ചാലും പേരൻസുമായി സംസാരിക്കാൻ ഒരവസരവും ഉണ്ടാകില്ല. കാരണം അത്രമേൽ പ്രധാനമായ ജോലിയാണ് ഇവിടെ നടക്കുന്നത്. അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ ലോകം തന്നെ നിന്നു പോകുന്ന ജോലി. ആ ജോലി എന്താണെന്ന് വെച്ചാൽ അത് നിന്റെ പുതിയ കൂട്ടുകാർ പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് 6B തീർച്ചയായും ഇത് നിന്റെ വീടും സ്കൂളും ഒന്നുമല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതിൻ്റെ റീസൺ ഇവിടെ എന്തെങ്കിലും കാരണവശാൽ നിയമം തെറ്റിച്ചാൽ ഒരു ഉപേക്ഷയും വിചാരിക്കാതെ മുതിർന്നവർക്കുള്ള പോലെ തന്നെ കഠിന ശിക്ഷയും ഉണ്ടാകും. അടുത്ത റൂൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള സ്റ്റാഫ് മെമ്പേഴ്സിൻ്റെ ഓർഡേഴ്സ് ഒരു മടിയും കൂടാതെ പിന്തുടരണം. കുറച്ച് ഇഞ്ചക്ഷനും ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും, സ്വീകരിച്ചനുസരിക്കുക എന്ന് വിശദീകരിച്ച ശേഷം തിരിച്ചു പോക്കിനെ കുറിച്ച് പറയുന്നതാകട്ടെ ഇവിടുത്തെ സേവനമെല്ലാം കഴിയുന്നതോടെ ഇവിടെയുള്ള മെമ്മറീസ് എല്ലാം മനസ്സിൽ നിന്നും വൈപ്പ് ചെയ്ത് തിരികെ വീട്ടിലേക്ക് പോകാം, മാതാപിതാക്കൾക്കടുത്തേക്ക്. ഇത് കേട്ടുടൻ അവർ ജീവനോടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കി ലൂക്ക് ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ എവിടെയാണെന്ന് അറിയോ? പൊതുവെ അറിയാമെന്ന് പറഞ്ഞ് അധികമൊന്നും അതേക്കുറിച്ച് വിശദീകരിക്കാതെ അവർ ഉറപ്പ് നൽകുന്നത് ഇതെല്ലാം വേഗത്തിലുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കുമെന്നും ഒരു ദിവസം വീട്ടിലെ കട്ടിലിൽ തന്നെ ഉണർന്ന് എണീക്കും, ഇവിടത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നുമില്ലാതെ. ലൂക്കിൻ്റെ അടുത്ത ചടങ്ങ് കാതുകുത്തലാണ്. അതിനായി ടെസ്റ്റിംഗ് റൂമിലേക്ക് മൊറീൻ എന്നൊരു സ്ത്രീയുമായി നടക്കുമ്പോൾ അവർ അവിടുത്തെ ടോക്കൺ രീതികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. നല്ലവണ്ണം കോപ്പറേറ്റ് ചെയ്ത് നല്ല കുട്ടിയിൽ നിന്നാൽ റിവാർഡായി ടോക്കണുകൾ നൽകും. അത് വെച്ച് വെൻഡിങ് മെഷീനിൽ നിന്ന് ഇഷ്ടമുള്ള സ്നാക്സും ഡ്രിങ്ക്സും എല്ലാം എടുക്കാവുന്നതാണ്. അങ്ങനെ ടെസ്റ്റിംഗ് റൂമിലേക്ക് എത്തുമ്പോൾ ഡോക്ടറുടെ അസിസ്റ്റന്റ് ടോണി എന്ന് വിളിക്കാം. അയാളാണ് ലൂക്കിൻ്റെ ചെവിയിൽ ഒരു ട്രാക്കർ ഘടിപ്പിക്കാൻ പോകുന്നത്. ടോണിക്കുട്ടൻ ആളെ നൈസാണ്, പക്ഷേ നൈസെന്ന് വെച്ചാൽ ഉള്ളിലൊരു വക്രത ഉണ്ട് താനും. നമ്മളത് വൈകാതെ അറിയും. എപ്പോഴെന്നാൽ ലൂക്ക് തൻ്റെ ശരീരത്തിൽ നിന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു നിൽക്കെ പെട്ടെന്ന് വയലൻ്റായി അവൻ്റെ മുഖത്ത് നോക്കിയൊരിടി. ലൂക്കിനിത് ഒരു ഉണർവാണ്. ഈ സ്ഥലവുമായി പൊരുത്തപ്പെട്ട് പോവുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിലായി കാതിലൊരു ഡിവൈസ് ഘടിപ്പിക്കുന്നതോടെ ഇനി അവൻ്റെ എല്ലാ നീക്കങ്ങളും അറിയാൻ സാധിക്കും. ഈ ഒരു സമയം ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവർ ഓരോ പരിപാടികൾ കഴിഞ്ഞ് തിരികെ മടങ്ങുന്ന സമയമാണ്. മുൻപ് ലൂക്കിനെ കിഡ്നാപ്പ് ചെയ്തതായി കണ്ട ആ ലേഡി ഉൾപ്പെടെ മിഷേൽ. അവർ ആ ദിവസം പൂർത്തിയാക്കി പോകുമ്പോൾ ചില കാര്യങ്ങൾ നോക്കിയാൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രത്തോളം പുറം ലോകത്തിൽ നിന്നും രഹസ്യ സ്വഭാവമായി നടത്തിവരുന്നതാണെന്ന് മനസ്സിലാവും. ഒരു ഫാമിലി വണ്ടിയിൽ വഴിതെറ്റി ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു വരുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ മെഷീൻ ഗണ്ണൊക്കെ റെഡിയാക്കി ആക്രമണത്തിന് തയ്യാറായി നിൽക്കുന്നതായി കാണാം. അവരെ പറഞ്ഞയക്കാൻ മെനയുന്ന കളവെന്തെന്നാൽ ഈ ഏരിയ എന്നുള്ളത് ഒരു മൈക്രോബയോളജിക്കൽ ലാബാണ്, പകർച്ചവ്യാധിയെ സംബന്ധിക്കുന്ന ഒരു പരീക്ഷണശാല. പക്ഷേ സത്യാവസ്ഥയോ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും. അതുപോലെ തന്നെ നെറ്റ്വർക്ക് സിഗ്നലും അവിടെ ലഭിക്കില്ല. മിഷേൽ അവിടെ നിന്നും പുറത്തിറങ്ങുമ്പോഴാണ് അവരുടെ ഫോൺ സിഗ്നൽ വീണ്ടും ആക്റ്റീവ് ആവുന്നത്. അതിലിപ്പോൾ വരുന്ന ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ കെയ്റ്റ് എന്നൊരു ലേഡിയിൽ നിന്നും. ജേർണലിസ്റ്റ് കൂടിയ അവളുമായി റിലേഷൻ്റെ തുടക്കത്തിലാണ് മിഷേൽ. ഇവിടെ വരെ നോക്കിയാൽ ഈ മിഷേൽ ജോലിയുമായി ബന്ധപ്പെട്ട് പുറം ലോകത്തോട് വെളിപ്പെടുത്താത്ത പ്രകൃതമാണെങ്കിലും ഈ കെയ്റ്റുമൊത്ത് കുടിച്ചും കഴിച്ചും അവളുടെ വീട്ടിലേക്ക് പോയി റൊമാൻസും കഴിഞ്ഞങ്ങനെ ഇരിക്കെ മിഷേലിന് താൻ ഇപ്പോൾ ജീവിക്കുന്നത് ശരിയായ രീതിയിലാണോ എന്നൊരു സംശയം. അവൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർച്ചക്കുറവ് തോന്നി തുടങ്ങി എന്നർത്ഥം. എന്നിട്ടവർ കെയ്റ്റിനറിയുന്ന വലിയ ജേർണലിസ്റ്റിനോ തൻ്റെ ഞെട്ടിക്കുന്ന ജീവിതകഥ എഴുതാമോ എന്ന് ചോദിച്ചങ്ങനെ ഇരിക്കുന്നതും കെയ്റ്റ് തനിനിറം കാട്ടുവാണ്. കാരണം അവളൊരു ജേർണലിസ്റ്റ് ആയിരുന്നില്ല, മറിച്ച് അവൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ചാരപ്പണി നടത്തുന്നവളാണ്, പ്രത്യേകിച്ച് സ്റ്റാക്ക് ഹൗസിന് വേണ്ടി. ആക്ച്വലി മിഷേൽ എന്ന ഈ എംപ്ലോയി ഒരു വീക്ക് ലിങ്ക് ആണോ എന്ന് ചെക്ക് ചെയ്യാനായി ഏൽപ്പിച്ചതായിരുന്നു കെയ്റ്റിനെ. ജോലിക്കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങിയതോടെ വീക്ക് ലിങ്ക് തന്നെയാണെന്ന് മനസ്സിലായി അവരെ തീർത്തിട്ട് ഇക്കാര്യം സ്റ്റാക്ക് ഹൗസിനെ വിളിച്ചറിയിച്ച് ബോഡി നീക്കം ചെയ്യാൻ പറയുമ്പോൾ ഈ നടത്തിപ്പുകാരുടെ ഏകദേശ സ്വഭാവ രീതികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കുട്ടികളുടെ കാര്യത്തിൽ ലൂക്ക് ആ രാത്രി കലീശയെ കൂടാതെ ബാക്കിയുള്ള എല്ലാവരെയും കാണാനിടയാവുകയാണ്. കലീശ അവനെ കഫ്റ്റീരിയയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അവളുടെ മൈൻഡ് റീഡിംഗ് കഴിവിൻ്റെ ശകലമൊക്കെ കാട്ടി വീണ്ടും അവനെ എടുത്തപാടെ കിസ് ചെയ്യുന്നു. പക്ഷേ ഇപ്രാവശ്യം അവൾ പറയുന്നുണ്ട് ഇത് ലവും മണ്ണം കെട്ടിയുമൊന്നുമല്ല. മുമ്പ് ഇവിടെത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കലീശയ്ക്ക് ചിക്കൻ ബോക്സ് പിടിവിട്ടിരുന്നു. പിന്നെ വേറെ ടെസ്റ്റുകളോ ഒന്നും നടത്താതെ 2 ആഴ്ചത്തേക്ക് ക്വാറന്റൈനിൽ മാറ്റുകയും ചെയ്തു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവളിൽ നിന്ന് ഇപ്പോഴും അത് പകരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ലൂക്കിനെ കുറിച്ച് അധികം സമയം കൂടി ഈ ഫ്രണ്ട് ഹാഫിൽ നിർത്തുമല്ലോ. അങ്ങനെ അവൻ പരിചയപ്പെടുന്ന അടുത്ത 2 കുട്ടികൾ ഐറിസും ജോർജും. ഒരു AI കമ്പനിയൻ റോബോട്ടായ ഐറിസിൻ്റെ കഷ്ടപ്പാടുകൾ കാണണമെങ്കിൽ നേരെ മുകളിൽ കാണുന്ന കാർഡിലേക്ക് വിട്ടോ. ഇവിടെ ഇപ്പോൾ മനുഷ്യനും എക്സ്ട്രാ ഓർഡിനറിയുമായ ഐറിസ് ലൂക്കിനോട് തിരക്കുന്നത് നീ നെഗ്ഗാണോ പോസാണോ, അതായത് അവൻ്റെ പവർ അവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന്. കഴിയുമെങ്കിൽ പോസിറ്റീവ്. ജോർജും അവനെ പോലെ ടീക്കയാണ്, ടെലികൈനസിസ്. ഗ്ലാസ്സിലെ വെള്ളം തട്ടിമറിച്ചിട്ട് അവൻ്റെ ഇഷ്ടപ്രകാരം അത് അന്തരീക്ഷത്തിൽ നിർത്തുന്നത് കാണുമ്പോൾ ലൂക്കിന് അതിശയം. എന്നാൽ ജോർജിയുടെ വീക്ഷണത്തിൽ ടീക്കെ അത്ര വലിയ ഒന്നല്ല.
കാരണം ഇവിടെ ടെലികൈനസ് വെച്ച് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള വസ്തുക്കളുടെ മാക്സിമം വെയിറ്റ് വെറും 8 പൗണ്ട്സും. ലൂക്ക് അങ്ങനെ ഫ്രണ്ട് ഹാഫ് സ്റ്റുഡൻസിലെ അവസാന അംഗത്തെയും കാണുന്നു, നിക്കി. അവൻ ഒരു ബാഡ് ബോയ് ടൈപ്പാണ്. ഒരു റബലിനെ പോലെ അവൻ ഇവിടത്തുള്ള മിക്കവർക്കും എന്തേലുമൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ കൈവിരലും ആരോ പിടിച്ചൊടിച്ചിട്ടുണ്ട്. സ്വഭാവ ഗുണം കാരണം കയ്യിലാണെങ്കിൽ സ്വന്തമായി ടോക്കൺസുമില്ല. നിക്കി അങ്ങനെ പുതിയ സ്റ്റുഡൻറ്റിനെ പരിചയപ്പെട്ട് സംസാരിച്ചിരിക്കെ ഒരു സിഗരറ്റ് എടുത്ത് വലിക്കാൻ തുടങ്ങുന്നത് കണ്ട് ലൂക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദ്യം ചെയ്യുമ്പോൾ അവർ ഇതൊക്കെ ഇവിടെ സാധാരണമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ അലൗഡാണ്, ഒരു അഡൽറ്റിനെ പോലെ. ഈ സ്ഥലവുമായി പൊരുത്തപ്പെടാനുള്ള കുറച്ച് സ്പെഷ്യാലിറ്റികൾ. ലൂക്ക് ഇതെല്ലാം കണ്ട് ഇവിടെയുള്ളവരുടെയൊക്കെ പ്രായം തിരക്കുന്ന വഴി ബോബി, അവനായിരുന്നു ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വയസ്സുണ്ടായിരുന്നത്, 19. കഴിഞ്ഞ ആഴ്ചയോടെ ഈ ബോബി വാഷിംഗ്ടൺ ബാക്ക് ഹാഫിലേക്ക് പോയെന്ന് പറയുമ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളവരുടെ ഏറ്റവും കുറഞ്ഞ പ്രായം 10 വയസ്സും. അങ്ങനെ നിക്കി മാറി നിന്ന് വലിക്കുന്നിടത്തേക്ക് കരീശയും പോകുമ്പോൾ ജോർജ് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തെന്നാൽ നിക്കിയുടെ ഇൻഫ്ലുവൻസിൽ വീണ് പോകരുത്, അതുപോലെ തന്നെ കള്ളം പറയരുത്, കാരണം അതവർക്ക് മനസ്സിലാവും. ഡോട്ട്സ് കണ്ടാൽ കണ്ടെന്നും പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്നും. സിമ്പിളായി പറഞ്ഞു പോയതാണെങ്കിലും ഡോട്ട്സ് എന്നത് അവന് വരാൻ പോകുന്ന ഒരു ടെസ്റ്റോ മറ്റോ ആണ്. അപ്പോൾ മൈൻഡ് റീഡിങ്ങിൽ 2 പേരും TKയിൽ 3 പേരുമാണ് ഇപ്പോൾ ഉള്ളത്. ആ രാത്രി ഉറക്കം വരാത്ത ലൂക്ക് ചുമ്മാ കറങ്ങി നടന്ന് അവിടെയുള്ള പ്ലേ ഗ്രൗണ്ടിലേക്ക് എത്തി നിൽക്കെ കാണാം നിക്കി ആകാശത്തെയും നോക്കി ഒറ്റയ്ക്ക് നിന്ന് സിഗരറ്റ് വലിക്കുന്നു. ചെന്ന് നോക്കുമ്പോൾ നിക്കി ഒരു ചെസ് ബോർഡിന് മുന്നിലായി ഇരിക്കുന്നത്. അവിടെ അത് കളിക്കുന്ന വേറെ ആരുമില്ല. എന്നാൽ ലൂക്കിന് ചെസ് ഇഷ്ടമാണെന്ന് അറിയാവുന്ന നിക്കി അവനെ കളിക്കാൻ വിളിച്ചങ്ങനെ പറയണ്ടല്ലോ 5 നീക്കങ്ങൾ കൊണ്ട് തന്നെ ലൂക്ക് അവനെ തോൽപ്പിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് നിക്കി ഇങ്ങനെ പറയുന്നത്, ഞാൻ ഇത്രയും നാൾ കാത്തിരുന്ന ചെക്കനാണോ നീ എന്ന് ഞാൻ സംശയിക്കുവാണ്. നമ്മൾ ഈ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കേണ്ടവരല്ല എന്ന് മനസ്സിലാക്കാൻ തക്ക സ്മാർട്ടാണോ നീ, അതോ മറ്റുള്ളവരെ പോലെ 6P പറയുന്നതാണ് ശരിയെന്നും ഇവിടെയുള്ളവർ പറയുന്നതെല്ലാം അനുസരിച്ച് പ്രവർത്തിച്ചാൽ എല്ലാം ശരിയാവുമെന്നും കരുതുന്ന കൂട്ടത്തിലാണോ? സത്യാവസ്ഥ എന്തെന്നാൽ നമുക്ക് ഇവിടുന്ന് പുറത്ത് കടക്കണമെങ്കിൽ അതിന് നമ്മളായി തന്നെ ഇറങ്ങി തിരിക്കണം. അപ്പോൾ എങ്ങനെയാ സ്മാർട്ട് ബോയ്, നമ്മളങ്ങനെ ഇവിടുന്ന് പുറത്ത് കടക്കും? അങ്ങനെ നിക്കി ലൂക്കുമൊത്ത് ഇവിടുന്ന് ചാടിക്കിടക്കുന്നതിനെക്കുറിച്ചുള്ള സംസാരത്തിൽ നിൽക്കുമ്പോൾ 6P വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായും അത് റിയൽ ഹോം അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ നിഗൂഢമായ വേറെ ഏതോ സ്ഥലമാണ്. ജോലി കഴിഞ്ഞ റിലാക്സേഷൻ എന്ന പോലെ മ്യൂസിക് ഇട്ട് ചുവടുവെച്ച് ഓരോന്ന് പാകം ചെയ്ത് കഴിച്ചും ഹാങ്ങർ എടുത്ത് ചുട്ടുപഴിപ്പിച്ച് അത് കാലിൽ വെച്ച് പൊള്ളിക്കുന്ന വിയേഡായിട്ടുള്ള രീതിയൊക്കെ. എന്നാൽ ലൂക്ക് മാത്രമല്ല ഈ കൊച്ചു മെയിൻ ടൗണിൽ പുതുതായി എത്തിയിട്ടുള്ളത്, വേറെ ഒരാളും കൂടിയുണ്ട്. അയാളുടെ പേര് ടിം ജെയ്മിസൺ. ബോസ്റ്റണിൽ ഒരു വലിയ പോലീസുകാരനായി സേവനമനുഷ്ഠിച്ച ആളാണ്. ഇൻഫാക്റ്റ് മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് ബഹുമതിയൊക്കെ കിട്ടിയ ആളായിരുന്നു. എന്നാൽ ഒരു സംഭവമുണ്ടായി. ഒരിക്കൽ ഒരു മാളിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരുവൻ തോക്കുമയത്തി പരിഭ്രാന്തി സൃഷ്ടിച്ചതോടെ അവനെ വെടിവെച്ചിട്ടു. എല്ലാവരും അയാളെ ഒരു ഹീറോയെ കണ്ടേലും അയാൾക്കതൊരു നല്ല ചെയ്തി അല്ലായിരുന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. തോക്കുമയത്തിയ ആ ഒരുവൻ ഒരു ചെറുക്കനായിരുന്നു, പ്രായപൂർത്തി പോലും ആകാഞ്ഞത്. അവൻ മാളിൽ വെടിവെപ്പ് നടത്താൻ വന്നിരുന്ന ആയിരുന്നേലും ഒരു പയ്യനെ ഷൂട്ട് ചെയ്യുക എന്നത് അതവർക്കൊരിക്കലും ശരിയായി തോന്നിയൊരു കാര്യമല്ല. മറ്റൊരു പ്രധാന കാരണം ടിം യൂണിഫോമിലായിരുന്നു ആ സമയം, അതും ഡ്യൂട്ടിയിലല്ലായിരുന്നെങ്കിൽ കൂടി. ആ സംഭവത്തോടെ അയാൾ മദ്യപാനവും ആരംഭിച്ചു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ ഇയാളൊരു ഹീറോ ആണെന്ന് തോന്നിയില്ല. 2 ഓപ്ഷൻ നൽകി, റിസൈൻ ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്മിസലായിരിക്കും. അങ്ങനെ ടിം റിസൈൻ ചെയ്ത് ഇനി എന്താ എന്ന വലിയ പ്ലാനൊന്നുമില്ലാതെ ഈ ചെറിയ ടൗണിലെത്തി. അങ്ങനെ എത്തുമ്പോഴാണ് അവിടെ ഒരു നൈറ്റ് നോക്കറെ ആവശ്യമുണ്ടെന്ന ലോക്കൽ പോലീസിൻ്റെ പോസ്റ്റർ കാണുന്നത്. നൈറ്റ് നോക്കർ എന്നാൽ ഈ അമേരിക്കയിലെ കൊച്ചു ടൗണിലൊക്കെയുള്ള ഒരുതരം പോലീസാണ്. എങ്ങനെയെന്നാൽ രാത്രി ചുമ്മാ നടന്നും കടകളൊക്കെ നോക്കിയും എല്ലാം ലോക്ക്ഡൗൺ എന്നൊക്കെ ഉറപ്പുവരുത്തി ഒരു നൈറ്റ് സേഫ്റ്റി എന്നോണം നടക്കുന്ന വലിയ സുഖമൊന്നുമില്ലാത്തൊരു ബോറിംഗ് പരിപാടിയാണ്. ടിം അങ്ങനെ ആ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അയാൾ അതിനേക്കാളൊക്കെ ഏറെ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ്. അതായത് പോലീസ് ചീഫായ ചീഫ് ജോൺ അയാളുടെ ഈ ചരിത്രമെല്ലാം പറഞ്ഞ് സംസാരിച്ചൊടുവിൽ നിങ്ങൾക്ക് ഈ ജോലി വേണമെന്നുണ്ടെങ്കിൽ വന്നോ, അതിൽ കുഴപ്പമൊന്നുമില്ലെന്നും അറിയിക്കുന്നു. ടിം സംബന്ധിച്ച് ആ രാത്രി തന്നെ പ്രവർത്തനം തുടങ്ങുമ്പോൾ എന്നാൽ സഹജോലിക്കാർ വലിയ സൗഹൃദപരമായ കൂട്ടത്തിലല്ല. അവിടെ വെൻഡി എന്നൊരു ലേഡി ഓഫീസർ. ഒരു സുഖമില്ലാത്തവർ കരുതുന്നത് ഈ പുറത്തുനിന്ന് വരുന്നവരൊക്കെ അധികകാലം ഈ ജോലിയുമായി ഇവിടെ നിൽക്കാൻ പോണില്ല എന്നാണ്. പിന്നുള്ളത് ഡ്രൂ റെയ്നോൾഡ്സ്. അയാളൊരു സാധാ പോലീസുകാരന്. ടിം ഇതൊന്നും കേട്ട് വലിയ കാര്യമായി എടുക്കാതെ തെരുവിലിറങ്ങി കടയൊക്കെ നോക്കി അങ്ങനെ നടക്കുമ്പോഴാണ് ടൗണിലെ കിറുക്ക് സ്വഭാവമുള്ള ആനി അവരെ കണ്ടുമുട്ടുന്നത്. ഒരു പാർക്കിംഗ് ഏരിയയിലായി ടെൻ്റൊക്കെ കെട്ടി കഴിഞ്ഞു കൂടുന്ന ഒരു പാവം സ്ത്രീ. അവരിരുന്ന് റേഡിയോ കേൾക്കുവാണ്, അതും കോൺസ്പിറസി തിയറികളെക്കുറിച്ചുള്ള പ്രഭാഷണം നടത്തുന്ന പോലുള്ള ഒരു പ്രോഗ്രാം. ടിമ്മിനെ കണ്ടിവർ ഒരു കോൺസ്പിറസി തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് പലരുടെയും വായ്ക്കുള്ളിലായി ബഗ് സ്ഥാപിച്ച് അവർ സംസാരിക്കുന്നതെല്ലാം അവരറിയാതെ നിരീക്ഷിക്കുകയാണെന്നൊക്കെ ഓരോ ക്രാക്കത്തരങ്ങൾ പറയുന്നത് ടിം വകവയ്ക്കുന്നില്ലെങ്കിലും അയാൾക്ക് പെട്ടെന്നൊരു സ്പാർക്ക് ഉണ്ടാകുന്നത് ഇവർ ടിമ്മിനെ നോക്കി മോനെ എന്ന് വിളിക്കുന്ന പോലെ സ്പോർട്ട് എന്ന് വിളിക്കുമ്പോഴാണ്. കാരണം അയാളുടെ അമ്മയും സ്പോർട്ട് എന്നായിരുന്നു വിളിക്കാറുള്ളത്. ടിം ഇതേപ്പറ്റി പറയുമ്പോൾ ആനി അതെനിക്കറിയാമെന്നും ഒരു സ്റ്റേജ് ഷോ കണ്ട് അതിനുശേഷമല്ല അങ്ങനെ വിളിക്കാൻ തുടങ്ങിയത് എന്ന് പറയുന്നതും ടിമ്മിന് വീണ്ടും ഞെട്ടൽ. അതും സത്യമാണ്. ഇതൊക്കെ ഇവർക്ക് എങ്ങനെ അറിയാമെന്ന് ഒരു പിടിയും കിട്ടാതെ പോകാനൊരുങ്ങുമ്പോൾ ആനിയുടെ ഒരു ഉപദേശവും. ജോർജ് ആൽമാൻ ഇങ്ങരുടെ റേഡിയോ പ്രവേശനം കേട്ട് നോക്കുമോനെ, ലോകത്ത് നടക്കുന്ന ആർക്കും വിശ്വസിക്കാനാകാത്ത ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും അറിയാം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ടിം താമസിക്കുന്ന ഹോട്ടലിൽ നിന്നിറങ്ങി ഓണറായ നോർബർട്ടുമായി സംസാരിച്ച് നിൽക്കെ ഈ ആനി അതിലൂടെ പോകുന്നത് കണ്ട് വീണ്ടും ചെന്ന് സംസാരിക്കുമ്പോൾ അവർ ഒരു ലോഡ് ബാറ്ററീസും മേടിച്ചുകൊണ്ട് പോവുകയാണ്.
ഇതെല്ലാം നിങ്ങൾക്ക് എന്തിനാണെന്ന് തിരക്കുമ്പോൾ വരുന്ന വീക്കെൻഡിൽ റേഡിയോയിൽ ജോർജ് ആൽമാന്റെ മാരത്തോൺ പ്രഭാഷണമുണ്ടെന്നും അത് മിസ്സാക്കാണ്ടിരിക്കാനാണ് എന്ന് പറഞ്ഞ് നിൽക്കെ ടിം സഹായിക്കാമെന്ന് പറഞ്ഞ ബാറ്ററി ബാസ്ക്കറ്റും പിടിച്ച് നടക്കവേ ഹോട്ടൽ ഓണർ നോർബർട്ടുമായി അധികം സംസാരമൊന്നും വേണ്ടെന്ന് ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു. അയാൾ ഒരു അരക്കിറുക്കനാണെന്ന് സൂചനയും കൊടുക്കുമ്പോൾ ഈ ആനയുടെ കാര്യത്തിലും സംസാരത്തിലും എവിടേക്ക് എന്തോ നിഗൂഢതയുണ്ട്. അങ്ങനെ മെയിനിലെ കൊച്ചി ടൗണിലിപ്പോൾ ഒരു പുതിയ പോലീസുകാരൻ ടിമ്മു എത്തിയിരിക്കുകയാണ്. അവിടെ രഹസ്യമായി നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരു പുതിയ ചെക്കൻ ലൂക്കും എത്തിയിരിക്കുകയാണ്. ടിം രാവിലെ എഴുന്നേറ്റ് താഴേക്ക് വരുമ്പോൾ ഓണറായ നോർബർട്ട് അയാളോട് പറയാൻ വെച്ചിരുന്ന കാര്യം ഓഫീസറായ വെൻഡി അത്യാവശ്യമായെന്ന് കാണണമെന്ന് പറഞ്ഞതായി. ഇത് കേട്ടയുടൻ ടിം സ്റ്റേഷനിലെത്തുമ്പോൾ വെൻഡി അറിയിക്കുന്ന ഒരു പ്രധാന കാര്യം ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ടൗണിലേക്ക് വന്നും പോയും ബാങ്കുകളിലും മറ്റും മോഷണം നടത്തുന്നവർ. അവർ ഈ ഏരിയയിൽ രാത്രി വന്നേക്കാമെന്നും വളരെ അലേർട്ടായി ഇരിക്കണമെന്നും നൈറ്റ് നോക്കറായ ടിമ്മിനോട് പറയുന്നത് ഒരു ശരിയായ കാര്യമാണ്. സേഫ്റ്റിക്ക് എന്തെങ്കിലും ആയുധം വേണമെന്ന് ചോദിക്കുന്നതിലും ഏയ് വേണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് ടിം പറയുന്നു. കാരണം ഇത് വലിയ പ്രശ്നമുള്ള കാര്യമാണെന്ന് ടിമ്മിന് തോന്നിയിട്ടില്ല. മാത്രമല്ല കുറച്ചധികം സാമർത്ഥ്യമൊക്കെയുള്ള കൂട്ടത്തിലുമാണ് ആള്. ടിമ്മിന്റെ കാര്യത്തിൽ ഒരു ഗുഡ് ന്യൂസ് എന്തെന്നാൽ വെൻഡി ഇപ്രാവശ്യം നല്ലൊരു പെരുമാറ്റമാണ് ടിമ്മിന് മുന്നിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇവിടെ അടുത്തായി നല്ല ചായയും കോഫിയും ഒക്കെ കിട്ടുന്ന ഷോപ്പിനെ പറ്റി അറിഞ്ഞ് അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ റോഡിൽ ആനിയും സ്ലോവൻ എന്നൊരു മറ്റൊരു സ്ത്രീയുമായി എന്തോ കശപിശ ഉണ്ടാകുന്നതായി കാണുന്നു. സ്വന്തം മകൾ ഒരിക്കൽ അവിടെയുള്ള കോറിയിൽ വെച്ച് അബദ്ധവശാൽ മുങ്ങി മരണപ്പെട്ട സ്ലോവനെ ശല്യപ്പെടുത്തുന്നത് ആനിക്ക് മുന്നേ തൊട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ റീസൺ മകളുടെ മുങ്ങി മരണം എന്നത് ഒരു ആക്സിഡന്റ് അല്ലായിരുന്നെന്നും ജാഗ്രതയോടെ ഇരിക്കണമെന്നുള്ള അവരുടെ ഒരു ശക്തമായ കോൺസ്പിറസിയാണ്. ഇത് തീർച്ചയായും സ്ലോവന് വിഷമമുണ്ടാക്കുമ്പോൾ ഇത് കാണുന്ന ടിം വന്ന് കാര്യം എന്താണെന്നും അറിയില്ലേലും ആനി അവിടുന്ന് മാറ്റി തന്റെ കൂടെ കോഫി കുടിക്കാൻ വിളിക്കുന്നു. ഈ സമയം അവിടേക്ക് എത്തുന്ന ഡ്രൂ ആനിക്ക് ഇത്തരം ശല്യപ്പെടുത്തൽ തുടരുന്നതിന് താക്കീത് നൽകുന്നെങ്കിലും ടിം കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഒരുമിച്ചൊരു കോഫി കുടിക്കാൻ പോവുകയാണെന്ന് സിറ്റുവേഷൻ ശാന്തമാക്കുന്നു. ആനിക്ക് ഡ്രൂവിനെ അതല്ല, അയാൾ എപ്പോഴും തനിക്കെതിരെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരോടും പോവുകയാണെന്ന് പറഞ്ഞ് പിരിയുമ്പോൾ ഡ്രൂ കിമ്മിനോട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ടൗണിലെ വെപ്പുകാരിക്ക് ഒത്താശ കൊടുക്കുകയാണോ എന്ന്. സ്ലോവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കാനും അവർക്ക് എത്രത്തോളം ശല്യമായിരിക്കും. എന്തായാലും ഇവർ വീണ്ടും കണ്ടുമുട്ടാതിരിക്കാൻ നോക്കേണ്ടത് താനാണെന്നും പറഞ്ഞ് ഡ്രൂ പോകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ടിമ്മിന് എന്തെങ്കിലുമൊക്കെ അറിവ് വരുന്നത് രാത്രി ഡ്യൂട്ടിക്ക് റെഡിയായി ഓഫീസിലെത്തി വെൻഡിയുമായിരിക്കുമ്പോഴാണ്. കോറയിലുള്ള ആ പുഴയിൽ ഇറങ്ങാൻ പാടില്ലാത്ത റെഡ് സ്റ്റെപ്സ് എന്നൊരു ഏരിയ ഉണ്ട്. നീന്താൻ പാടില്ലാത്ത സ്ഥലമാണെന്ന് അറിഞ്ഞിട്ടും ആ പാറക്കോറിയിലേക്ക് സ്ലോവന്റെ മകൾ സോ ഫ്രണ്ട്സുമായി മദ്യപിച്ചിട്ട് പോയി സംഭവിച്ച ആക്സിഡന്റ് ആണെങ്കിലും അവിടെ എന്താ സംഭവിച്ചെന്ന് വ്യക്തമായി ആർക്കും അറിവില്ല. അവരെല്ലാം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു പൊങ്ങി. ആ റിവറിന്റെ അടിയിൽ എന്തോ ചുഴിയോ അടിയൊഴുക്കോ ഉള്ളതായി പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറയുന്ന വെൻഡി ആനയെക്കുറിച്ച് പറയുന്നത് അവർ ആ അപകടം നടന്ന സമയം ഇവിടെ ഇല്ലായിരുന്നു, പിന്നീടാണ് ഇവിടേക്ക് എത്തുന്നത്. കേട്ട കാര്യങ്ങൾ വെച്ച് മെനഞ്ഞെടുത്ത എന്തോ തിയറിയാണെന്ന് പറഞ്ഞിട്ട് ടിമ്മിന് ആനയോട് ഇത്ര അടുപ്പമുണ്ടതേക്കുറിച്ച് ആരായുമ്പോൾ അയാളുടെ അമ്മയെപ്പോലെയാണ് ആനി. ടിമ്മിന്റെ അമ്മയ്ക്കും കുറച്ച് മെന്റൽ ഇഷ്യൂസൊക്കെ ആയി നല്ല ശ്രദ്ധ നൽകിക്കൊണ്ടായിരുന്നു നോക്കിയിരുന്നത്. അതുകൊണ്ട് ആനയുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. മാത്രമല്ല കുട്ടിയായിരുന്നപ്പോൾ അമ്മ വിളിച്ചിരുന്ന ചെല്ലപ്പേര് പോലും അവർക്കറിയാമെന്ന് പറയുമ്പോൾ വെൻഡി അതെ അവരങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാണ്, ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് കൂട്ടിച്ചേർക്കുന്നു. ഇനി ഈ ആനി TP എങ്ങാണ്ടോ ആണോ? നമുക്ക് നോക്കാം. ടിം എന്തായാലും ആ രാത്രി ആനിയെ പോയി ഒന്ന് നോക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ അതേപോലെ തന്നെ രാത്രി അവരുടെ അടുത്തേക്ക് എത്തുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ വേസ്റ്റ് ബിന്നിൽ നിന്നും കിട്ടിയ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും ചുമ്മാ വായിച്ച് ഹാപ്പിയായി ഇരിക്കുമ്പോൾ രാവിലെ നടന്ന സംഭവത്തെക്കുറിച്ച് അവർക്ക് ഒരു ഓർമ്മയില്ല. ടിമ്മിനെ കണ്ടിട്ട് ആ സംഗീതോപകരണം അവരുടെ ഒരു സഹോദരി നല്ലവണ്ണം വായിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ പറയുവാണ്, പക്ഷെ ആ സഹോദരിക്ക് ഒരു കാര്യം പറയാൻ കഴിയില്ല ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി, അവിടെ എന്താ നടക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ ആനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിയാമെന്നൊരു വെളിപ്പെടുത്തൽ വരുമ്പോൾ എന്നാൽ ആ സമയം തന്നെ അവിടെ കുറച്ച് മാറി വെടിയുണ്ട ശബ്ദം കേൾക്കുന്നു. ടിം ഉടൻ വേറെ ഒന്നും ആലോചിക്കാതെ ആനിയോട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞ് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അതവിടെയുള്ള ലോക്കൽ ഗ്യാസ് സ്റ്റേഷനിൽ നിന്നാണ്. ടിം കുറച്ച് മണിക്കൂറുകൾ മുൻപ് ഒരു കോഫി മേടിക്കാൻ പോയ സ്ഥലം കൂടിയായിരുന്നു അത്. ചെന്നതിൻ്റെ ഓണറെ കണ്ടുമുട്ടി. നല്ലൊരു മനുഷ്യനാണ്, പേര് ഡൊബീര എന്നാണ്. അയാളും അവിടേക്ക് എത്തിപ്പെട്ട ഒരാളാണ്. ചെയ്യുന്ന ജോലി സന്തോഷത്തോടെ ചെയ്ത് ആസ്വദിച്ച് വന്നിരുന്ന ആളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ രാത്രി അയാൾ തോക്കിൻ മുനയിലാവേണ്ടി വരുമ്പോൾ ടിം ആ ഷോപ്പിന് മുന്നിലെത്തി നിൽക്കുന്നതിലും പക്ഷേ കയ്യിൽ ടോർച്ചല്ലാതെ ആയുധമൊന്നുമില്ല. ടോർച്ച് ലൈറ്റ് വെച്ച് അവരെ ഒന്ന് ഫ്രീസാക്കാൻ നോക്കുന്നതിലും ടിമ്മിന് നേരെ വെടിയുതിർത്തോടെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കെ ആ രണ്ടവന്മാരും മോഷണം നടത്തി പോകുമ്പോൾ കാർ നമ്പറും മോഡലും ഒന്ന് നോട്ട് ചെയ്ത് അകത്തേക്ക് കയറി നോക്കുമ്പോഴാണ് ഡൊബീര വെടികൊണ്ട് കിടക്കുന്നതായി കാണുന്നത്. ഈ ഒരു അടിയന്തര സാഹചര്യത്തിലുള്ള ടിമ്മിന്റെ ഇടപെടലിലൂടെ എന്തിനാണ് അയാൾക്ക് ഈ അവാർഡുകളൊക്കെ നൽകി ആദരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുവാണ്. നല്ലവണ്ണം ചോര പോയിക്കൊണ്ടിരിക്കുന്ന ഓണറെ നേരെ കിടത്തി അവിടെയുള്ള ഓരോ സാധനങ്ങൾ വാസലിനും ഡയപ്പറും ടേപ്പും ഒക്കെ വെച്ച് യുക്തിബോധത്തോടെ ആ ബ്ലീഡിംഗ് ചെറുക്കാനുള്ള ഒരു താൽക്കാലിക ശമനം ഉണ്ടാക്കുന്നു. ടിം അങ്ങനെ നല്ല രീതിയിൽ സമയോചിതമായ ഒരു ഇടപെടൽ നടത്തുന്നു. എന്തായാലും ഡ്രൂവിനെ പോലൊന്നുമല്ല. അയാൾ വന്നിട്ട് ഇതെല്ലാം കണ്ട് പതറി നിന്ന് ഒന്ന് പ്രവർത്തിച്ച് തുടങ്ങാൻ തന്നെ കുറച്ച് സമയമെടുത്ത് പിന്നെ ഫോണിൽ വിളിച്ച് ആംബുലൻസും സഹായമൊക്കെ എത്തിക്കുന്നു. എന്നാലും ടിം മൊത്തത്തിൽ ആ സന്ദർഭം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ച് ഡൊബീറയുടെ ജീവൻ രക്ഷിച്ചപ്പോൾ ചീഫിന് കാര്യത്തിൽ കിമ്മിനോട് നല്ല മതിപ്പ് ഉണ്ടായിട്ടുണ്ട്.
ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നാൽ ലൂക്ക് അവിടെ അടുത്ത ദിവസം ഉറക്കം എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് മിസ് 6B ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന പോലെ ത്രില്ലിൽ വന്ന് നിൽക്കുന്നു. എങ്കിലും സത്യത്തിൽ അത് ബർത്ത്ഡേ പാർട്ടിയല്ല, ഒരു ഫെയർവെൽ പാർട്ടിയാണ്. നമ്മൾ നേരത്തെ കണ്ട ആ കുട്ടി ഐറിസ് ബാക്ക് ഹാഫിലേക്ക് പോകുന്ന ദിവസമാണ്. 13 ദിവസമാണ് അവൾ ഈ മുൻപകുതിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവരെല്ലാം ആടിയും പാടിയും സന്തോഷമുള്ള കാര്യമെന്നോണം കുട്ടികളെല്ലാം കൂട്ടി കേക്ക് കടിച്ച് ഇത് ആഘോഷിക്കുന്നെങ്കിലും ഈ ഐറിസ് ഉൾപ്പെടെ പിള്ളേരെല്ലാം ഒരു ഉത്സവം ഇല്ലാണ്ട് നിൽക്കുന്നു. അവൾക്ക് കൂട്ടുകാരെ പിരിഞ്ഞു പോകാൻ താല്പര്യമില്ലെങ്കിലും നിക്കടുത്ത് വന്നിരുന്ന് കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാവുമെന്ന് പിടിച്ച് സമാധാനിപ്പിക്കുന്നു. ഇത് കലീഷയ്ക്ക് എന്തോ പോലെ തോന്നുന്നതിന് കാരണം അവൾക്കറിയാം ഐറിസിന് നിക്കിയുടെ മേൽ ഒരു താല്പര്യമുണ്ടെന്നത്. ലൂക്കും ഇത് കണ്ട് കലീഷയോട് ഹേയ് നിങ്ങൾ രണ്ടുപേരപ്പോൾ അങ്ങനത്തെ ഒരു അടുപ്പമൊന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കലീഷ 2 ആഴ്ച മാത്രം പരിചയം വെച്ച് എന്താവാനാ എന്ന് പറയുന്നതിലും അവൾക്ക് ഇത് കണ്ട് ചെറിയൊരു അസൂയ തോന്നിയിട്ടുണ്ട്. അങ്ങനെ അധികം വൈകാതെ എന്നേക്കുമായി യാത്ര പറഞ്ഞ് ഒഫീഷ്യലി ഐറിസിനെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ നിക്കിയുടെ ചിന്ത അവളിനി തിരിച്ചു വരാൻ പോണില്ലെന്ന്. അതെന്തുദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് സംശയമാണ്. എന്തായാലും ഈ ചടങ്ങ് കഴിഞ്ഞ് 6Bയും സ്റ്റാക്ക് ഹൗസും കൂടിയിട്ട് വിളിക്കുവാണ് ഇവരുടെ മേലധികാരിയെ, ദ ബോസിനെ. ജോലി ചെയ്തവർ ചതിക്കാൻ ഒരുങ്ങിയതും നിരീക്ഷിക്കാൻ വിട്ട സ്പൈ കൊലയാളിയാവേണ്ടി വന്നതിനെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ അറിയിക്കാൻ വിളിച്ച് 6B അതേക്കുറിച്ചും ഇനി എടുക്കേണ്ട നിലപാടുകളെക്കുറിച്ചും ആധികാരികതയോടെ പറയുന്നത്. പക്ഷേ സ്റ്റാക്ക് ഹൗസിന് അത്ര പിടിക്കാത്തതിന്റെ റീസൺ മിഷേലിന്റെ കൂടെ ഒരു സ്പൈയെ വിടുക എന്നത് അയാളുടെ ഐഡിയ ആയിരുന്നു. മാത്രമല്ല അതിപ്പോൾ നല്ല രീതിക്ക് ഫലം കാണുകയും ചെയ്തു. 6Bയുടെ കഴിവല്ല ഇതെന്നുള്ള രീതിയിൽ അയാൾ അത് പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ബോസിന് ഇനിയും സ്നാച്ചേഴ്സിന് ആവശ്യമാണ്. അതായത് കുട്ടികളെങ്ങനെ പിടിച്ചുകൊണ്ടുപോകുന്നവരെ. തൽക്കാലത്തേക്ക് ആ സ്പൈ ആയിരുന്ന കെയ്റ്റിന് സ്നാച്ചിങ് സംഘത്തെ നയിക്കാൻ കഴിയുമോ എന്ന താല്പര്യം കേട്ട് നോക്കാമെന്ന് പറഞ്ഞങ്ങനെ കോൾ ഡിസ്കണക്ട് ആവുന്നതും 6B തന്നെ തരം താഴ്ത്തിയതിന് സ്റ്റാക്ക് ഹൗസുമായി ചെറിയ ആർഗ്യുമെന്റ് ഉണ്ടാവുന്നതിനിടയിൽ സ്റ്റാക്ക് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ തീർച്ചയായും സംശയിക്കേണ്ട കാര്യമില്ല 6B, കാരണം എനിക്കറിയാമെന്ന കാര്യം നിങ്ങൾക്കറിയാം. ഏത് നാളെ ഇവിടെ നടക്കുന്നതിനെക്കുറിച്ചെല്ലാം പുറത്തറിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ നിങ്ങളും പെടുമെന്ന്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് പിന്നിലെ 6Bയുടെ പ്രാധാന്യത്തെയാണ് ഇവിടുന്ന് സൂചിപ്പിച്ചത്. ഇവിടെ അങ്ങനെ ചർച്ച നടക്കെ ടോണിക്കുട്ടൻ ലൂക്കിനെ അടുത്ത ടെസ്റ്റിന് വിധേയനാക്കാൻ കൊണ്ടുപോവുകയാണ്. ഡോട്ട്സ് എന്ന ടെസ്റ്റ്. ഇവിടേക്ക് എത്തുന്ന എല്ലാവർക്കും നേരത്തെ തന്നെ എടുത്തിരിക്കേണ്ട ഒരു പരിപാടിയാണത്. ഡോക്ടർ ഹെൻഡ്രിക്സും ടോണിയും നിൽപ്പുള്ള ടെസ്റ്റിംഗ് റൂമിലെ ഒരു ചെയറിൽ കിടത്തി അവൻ്റെ തലയിൽ കുറെ വയറൊക്കെ പിടിപ്പിച്ച് എന്തോ ഒരു ലിക്വിഡ് ശരീരത്തിലേക്ക് കുത്തി കയറ്റുമ്പോൾ ചെയ്യേണ്ടത് ഡോട്ട്സ് കണ്ടാൽ കണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്നോ, മുൻപ് ജോർജ് പറഞ്ഞ പോലെ. ഹെൻഡ്രിക്സിനെ കണ്ട് ലൂക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു ഡോക്ടറല്ലേ, തുടക്കത്തിൽ ചില പ്രതിജ്ഞയൊക്കെ എടുക്കാറില്ലേ, ഒരാളിൽ ചെയ്യുന്ന ടെസ്റ്റ് ചെയ്താലും അത് പേഷ്യന്റിനെ അറിയിക്കണമെന്നൊക്കെ. ഇതൊക്കെ കേട്ട നല്ല ഹെൻഡ്രിക്സ് ആകട്ടെ ഇതുപോലുള്ള മുട സംസാരം കുറെ കേട്ടിട്ടുള്ളതാണെന്നും ഇത് തൻ്റെ ജോലിയാണെന്നും ആ ജോലി എന്നത് നിങ്ങളുടെയൊക്കെ കഴിവിനെ കൺട്രോൾ ചെയ്യാനുള്ളതാണെന്നും പറഞ്ഞങ്ങനെ ശരീരത്തിൽ അവൻ ചോദിച്ചിട്ടും എന്താണെന്ന് പറയാത്ത ലിക്വിഡ് കുത്തി അങ്ങനെ ഇരിക്കുന്നതും ലൂക്കിൻ്റെ ബോധം ആകെ അലങ്കോലമാവുന്നു. എന്തോ ബോധക്കേടും തലയിറക്കവും ഒക്കെ വന്നെന്ന പോലെ ഇരിക്കുന്നതിലും അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കണ്ട് വീണ്ടും ആ ലിക്വിഡ് ഇഞ്ചെക്ട് ചെയ്യുന്നതോടെ അറ്റ്ലീസ്റ്റ് അവന് തൊട്ടു മുന്നിലിരിക്കുന്ന മെറ്റൽ ട്രേ ഒന്ന് ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട്, ഒപ്പം ഒരു ചെയറും. പിന്നാലെ ആകെ അസ്വസ്ഥനായി അവിടെ നിന്ന് ഛർദ്ദിക്കുന്നതോടെ തിരിച്ചു വിടുമ്പോൾ കോമൺ ഏരിയയിലേക്ക് കൊണ്ടുപോകുന്ന മൊറീൻ അത്യാവശ്യം സ്നേഹത്തോടെയൊക്കെയാണ് പെരുമാറുന്നത്. ടെസ്റ്റിൻ്റെ ആദ്യഘട്ടത്തിൽ കുട്ടികൾ എത്രത്തോളം അസ്വസ്ഥരാകുമെന്ന് ഇവർക്കറിയാം. ഒരു മിഠായും കൊടുത്ത് ആദ്യമേ എന്തെങ്കിലും പോയി കഴിക്കാൻ പറഞ്ഞു വിട്ട് ചെല്ലുമ്പോൾ അവിടെ ലൂക്ക് ആദ്യം കാണുന്നത് നിക്കിയാണ്. അവനും അവൻ്റെ ആദ്യ ടെസ്റ്റിനുണ്ടായ ദേഷ്യവും തലവേദനയെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കെ നല്ല രീതിക്ക് അവശനായി വരുന്നതാകട്ടെ ജോർജും. അവനും ഇതുപോലെ ഒരു ടെസ്റ്റും കഴിഞ്ഞെത്തുന്നതാണ്. അതിൻ്റെ പേര് ദ ഡ്രീം ബോക്സ്. ഫ്രണ്ട് ഹാഫിലെ അവസാന ടെസ്റ്റാണ്. നിക്കിയുടെ അഭിപ്രായത്തിൽ ഈ ഡ്രീം ബോക്സ് എന്നത് അവരവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും മോശം അനുഭവങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സ്വന്തം ഹൊറർ മൂവിയാണ്. ആ ടെസ്റ്റ് തീർക്കാൻ ഒരേ വഴിയേ ഉള്ളൂ, അതിനെ നേരിടുക. ചുറ്റും നിരീക്ഷണ വലയങ്ങളുള്ളതുകൊണ്ട് ബാസ്കറ്റ്ബോൾ കളിക്കാനെന്ന പോലെ നിക്കിയും ലൂക്കും ഈ സ്ഥലത്ത് നിന്നും പുറത്തു കിടക്കുന്നതിൻ്റെ തടകളെപ്പറ്റി സംസാരിക്കുന്നു. സെക്യൂരിറ്റി ക്യാമറ വഴി പിടിക്കാതിരിക്കാൻ എന്തേലും വൈഫൈ ജാമറോ മറ്റോ ഉണ്ടെങ്കിലേ നടക്കൂ. അപ്പോൾ പറ്റുന്നൊരു കാര്യം ഇവിടെ ഉള്ളവരിലെ ഒരു വീക്ക് ലിങ്കിനെ കണ്ടെത്തുക എന്നത്. എല്ലായിടങ്ങളിലും കാണാം ജോലിയോട് താല്പര്യമില്ലാത്ത കുറച്ച് റബൽ മൈൻഡിൽ ഒതുങ്ങി കൂടി നിൽക്കുന്നവർ. അവരെ കണ്ടെത്തി അവരുടെ മൈൻഡിൽ കയറി പറ്റി മറച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അറിയണമെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു TPA വേണം. നിലവിൽ കലീഷ എന്തായാലും അത്ര സ്ട്രോങ് ആയിട്ടുള്ള ടെലിപ്പതിക്കല്ല. മുന്നിലാണെങ്കിൽ അധികം സമയം ശേഷിക്കുന്നുമില്ല. കാരണം കലീഷ പറഞ്ഞിട്ടുള്ളത് കൂടിപ്പോയാൽ 16 ദിവസം മാത്രമാണ് ഒരു ആവറേജ് കുട്ടിക്ക് ഫ്രണ്ട് ഹാഫിൽ നിൽക്കാനായിട്ടുള്ളത്. ലൂക്ക് അവിടെ നിൽക്കെ അവൻ്റെ ശ്രദ്ധ തൊട്ടടുത്ത ഫെൻസിങ്ങിനപ്പുറത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് പോകുന്നു. ഒരുതരം കറുത്ത പുക 2 ചിമ്മിനിൽ നിന്നായി വമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിക്കിക്കും അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ എല്ലാ ആഴ്ചയും ഇതുപോലെ കാണാറുണ്ട്. അതുപോലെ അവിടെ മിക്കപ്പോഴും നടക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ ഹെൻഡ്രിക്സും 6Bയും ഒരു സ്റ്റോർ റൂമിൽ ചെന്നിട്ട് ലവോ റിലേഷൻഷിപ്പ് ഒന്നുമായി തോന്നുന്നില്ല, അവിടെ ഒരു അറ്റാച്ച്മെൻറ്റിൽ ഏർപ്പെടുന്നു, അതും ഒരു ചടങ്ങെന്ന പോലെ. അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് തിരികെ പോകാൻ ഇറങ്ങുന്ന ഹെൻഡ്രിക്സിനെ കാത്തു നിൽക്കുന്ന സ്റ്റാക്ക് ഹൗസിനോട് പറയാനുള്ളത് ഇനി ഒരു ഡ്രീം സെഷൻ കൂടി കഴിഞ്ഞാൽ ജോർജ് ഈ ഫസ്റ്റ് ഹാഫ് വിടും. സ്റ്റാക്ക് ഇത് കേട്ട് അത് നല്ല കാര്യമാണ്, വരാൻ പോകുന്ന ചില പഴുതുകൾ അടയ്ക്കാൻ അത് സഹായമാകും. എന്നിട്ട് ലൂക്കിനെ കുറിച്ച് അന്വേഷിച്ച ശേഷം അവൻ നല്ല സ്മാർട്ടാണ്, ആ സ്മാർട്ട്നെസ് നമുക്ക് വേറെയും രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്ന് അഭിപ്രായപ്പെടുമ്പോൾ ഡോക്ടർ എൻ്റെ ജോലി ഇവരുടെ TPA എബിലിറ്റി ബൂസ്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. ഹെൻഡ്രിക്സ് ഇങ്ങനെ പറയാൻ കാരണം സ്റ്റാക്ക് ഹൗസ് ഉദ്ദേശിക്കുന്നത് ലൂക്കിനെ അവിടെ പ്രത്യേക ടെസ്റ്റിംഗോ പ്രോജക്റ്റോ ആയ PC എന്നതിനെ പറ്റിയാണ്.
മുൻപ് ഈ ഹെൻഡ്രിക്സ് ഇതേ കാര്യം 6Bയോട് പറഞ്ഞപ്പോൾ അവരത് എടുത്തപാടെ നിരസിച്ച് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ സ്റ്റാക്ക് ഹൗസിനോട് ഹെൻഡ്രിക്സ് പറഞ്ഞു വെച്ചിട്ട് പോകുന്നത് നമ്മുടെ മിഷന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതിന് പുറത്തുള്ള വേറെ മിഷനുകളിൽ ഈ പരിപാടി ഉപയോഗിക്കാറുള്ളതായി അറിയാമെന്ന് പറഞ്ഞിട്ട്. സ്റ്റാക്ക് ഹൗസ് എന്നിട്ടും വിടാൻ തയ്യാറല്ല. അയാൾ ഹെൻഡ്രിക്സിന്റെ വീട്ടിലേക്കുള്ള വഴിക്ക് കൂടി ലൂക്കിനെ PC-യിൽ ഉൾപ്പെടുത്താനുള്ള ബുദ്ധിയും പറഞ്ഞ് നടക്കുവാണ്. ഈ 6Bയുടെ കാര്യം അവർക്കിത് ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന മൈൻഡാണ്. ഇതിനുള്ളിലെ പഴുതുകളെക്കുറിച്ചൊന്നും അവർക്ക് നോട്ടമില്ല. എന്നാൽ സ്റ്റാക്ക് ഹൗസിന്റെ ഒരു കാഴ്ചപ്പാടിൽ അയാൾ ഡോക്ടറോട് പങ്കുവയ്ക്കുന്നത് നമ്മൾ PC പൊട്ടൻഷ്യലുള്ള ആളുകളെ കണ്ടുപിടിച്ചാൽ അതേറെ ഗുണമുള്ള ഒന്നാണ് എന്നാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പ് അതേക്കുറിച്ച് സംസാരിക്കുന്ന 6B മുന്നറിയിപ്പ് നൽകിയെന്ന് ഹെൻഡ്രിക്സ് ഓർമ്മപ്പെടുത്തുമ്പോൾ അയാൾ പറയുന്നത് പുറത്ത് ആവശ്യക്കാരുടെ ഒരു കൂമ്പാരമുണ്ട്, കണക്കറ്റ സൗഭാഗ്യ ജീവിതം തരാനായി. അവർക്കായി ആര് ഈ പ്രയോജനമുള്ള കുട്ടികളെ എത്തിക്കുന്നു എന്നത് നോക്കി. നിങ്ങളെന്തായാലും ചെയ്യുന്ന കാര്യം തന്നെ ചെയ്യുക. കൂടെ PC പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നുന്നവരെ ഒന്ന് വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുക എന്നൊരു ബുദ്ധി നൽകി ഇക്കാര്യങ്ങൾ നമ്മളല്ലാതെ വേറെ ആരും, പ്രത്യേകിച്ച് 6B അറിയാൻ ഇടവരുമെന്ന് പറഞ്ഞു നിർത്തി സ്റ്റാക്ക് ഹൗസ് പിരിയുന്നു. എന്നാൽ 6B വീടിന്റെ ജനാലിൽ നിന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ എന്തോ ചുറ്റിക്കളി നടക്കുന്നതായി അവർക്ക് ഒരു മണം കിട്ടുന്നുണ്ട്. തിരികെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ചെന്നാൽ അവിടെ ലൂക്ക് ഐറിസിന്റെ മുറിയിലേക്ക് പുതിയ ആരോ ഉടൻ വരുന്നതായി മനസ്സിലാക്കുന്നു. പെയിന്റ് അടിയും സെറ്റിങ്ങും എല്ലാം കണ്ട് ഏതോ കൊച്ചുകുട്ടിയാണെന്ന് നിക്കിയോടും കലീഷയോടും പിങ് പോങ് കളിച്ചുകൊണ്ട് നിന്ന് പറയുമ്പോൾ ഈ പ്ലേ ഏരിയ എന്നുള്ളത് സെക്യൂരിറ്റി ക്യാമറയുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ ഉള്ളതാണെന്ന് അവർക്കറിയാം. കാരണം മൊറീൻ അത് അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കലീഷയ്ക്കും ലൂക്കിനും മൊറീനെ വിശ്വാസമാണെങ്കിലും നിക്കിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആരെയും വിശ്വാസമില്ല, ജോർജിനെ ഉൾപ്പെടെ. അവനിപ്പോൾ ഡ്രീം ബോക്സിന്റെ ആദ്യ ടെസ്റ്റ് കഴിഞ്ഞതോടെ അവന്റെ ടെലികൈനസിസ് എബിലിറ്റി നല്ലവണ്ണം കൂടിയിട്ടുണ്ട്. എങ്ങനെയെന്നാൽ ആ വെൻഡിങ് മെഷീനിൽ നിന്നവൻ ഒരു കോയിനിട്ട് ഒരു സ്നാക്ക് എടുത്തതിന് പിറകെ അവന്റെ അപ്ഡേറ്റഡുള്ള പവർ വെച്ച് ആ കോയിൻ അതിൽ നിന്ന് തിരികെ എടുത്ത് വീണ്ടും ഇട്ടങ്ങനെ കുറേ ഐറ്റങ്ങൾ എടുക്കുമ്പോൾ എല്ലാവരും എന്തായാലും ആ രാത്രി നല്ലോണം ആഹാരം കഴിച്ചിട്ടുണ്ട്. അതാണ് പോയിന്റ്. അങ്ങനെ വൈകി ഉറക്കത്തിലാണ്ട് കിടക്കുമ്പോഴാണ് ലൂക്ക് പുറത്താരോ കരയുന്ന ശബ്ദം കേട്ട് ചെന്നിറങ്ങി നോക്കുന്നത്. അപ്പോൾ അവിടെ കിടക്കുകയാണ് പുതുതായി എത്തിയ ആ കുട്ടി. ലൂക്ക് പറഞ്ഞ പോലെ കൊച്ചു ചെക്കനായ ഐവറി. അവനും പാവം മറ്റുള്ളവരെ പോലെ ഉണർന്നെണീറ്റപ്പോൾ ഇത് വീടല്ലെന്ന് മനസ്സിലാക്കി ഇടനാഴിയിലൂടെ അവിടെ വന്ന് കിടന്ന് കരയുകയാണ്, ഒരു ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലെ. അവനെ എല്ലാവരും നോക്കി നിൽക്കെ കലീഷയും മുത്തുചെക്കൻ സംസാരിക്കാനിടയാവുന്നു, അതും മൈൻഡിലൂടെ ടെലിപ്പതി വെച്ച്. നിക്കി ഒരു മിഠായി എടുത്തു കൊടുക്കുമ്പോൾ അത് കൊടുക്കരുത്, അവൻ അലർജിയാണ് എന്നറിയിച്ചതിന് പിന്നാലെ ജോർജ് കുഞ്ഞിനെ ആശ്വസിപ്പിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ കലീഷ അതിശയത്തോടെ പറയുന്നുണ്ട്, അവൻ നല്ല സ്ട്രോങ് ആണ്. എങ്ങനെയെന്നാൽ ഞാനൊരു കുന്നാണെങ്കിൽ അവൻ മൗണ്ട് എവറസ്റ്റ് ആണ്. കലീഷ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ലൂക്കും നിക്കിയും കാത്തിരുന്ന ആ ഒരാൾ എത്തിയിരിക്കുവാണ്. പ്രാർത്ഥന ദൈവം കേട്ടെന്ന പോലെ സ്ട്രോങ് TP ഉള്ള കുട്ടി എത്തുമ്പോൾ അവളുടെ ജയിൽ ബ്രേക്കിന്റെ പ്ലാൻ ഈസ് ഓൺ. ദ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ എപ്പിസോഡ് തുടങ്ങുന്നത് ലൂക്കിനെ ടോണി വീണ്ടും ടെസ്റ്റിംഗ് ലാബിലേക്ക് കൊണ്ടു ചെല്ലുന്നതിൽ നിന്നാണ്, ഡോട്ട് ടെസ്റ്റിന്റെ മറ്റൊരു റൗണ്ടിനായി. ഇത്തവണയും പതിവ് പോലെ ഹെൻഡ്രിക്സിന്റെ ആ ബ്രെയിൻ സ്റ്റിമുലേറ്റർ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് ഒരു വെള്ള സ്ക്രീനിലേക്ക് നോക്കണം. ലൂക്കിന് അതിലേതെങ്കിലും നിറങ്ങളിലുള്ള ചില ഡോട്ട്സ് കാണാനാവുന്നത് വരെയും. എന്നാൽ തലകറക്കവും മേലാസലും വരിഞ്ഞു മുറുക്കുന്ന പോലെയും തോന്നുന്ന ലൂക്കിന് ആ സ്ക്രീനും കൂടി നോക്കുന്നതോടെ വല്ലാത്ത അസ്വസ്ഥത കൊണ്ട് പൊളയുന്നെങ്കിലും ടോണി അവിടെ ഉള്ളത് കൊണ്ട് അവൻ്റെ കാര്യം വീണ്ടും വഷളാവുന്നേ ഉള്ളൂ. അയാൾ അവൻ്റെ തല ഫോഴ്സ് ചെയ്ത് പിടിച്ചു വെച്ച് നോക്കെന്നും പറഞ്ഞു നിൽക്കെ മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നെങ്കിലും ഒടുവിൽ അവൻ ആ സ്ക്രീനിൽ ചില ഡോട്ടുകൾ, ചുവപ്പ്, പച്ച, നീല പോലുള്ള നിറങ്ങൾ കാണുന്നതോടെ ഹെൻഡ്രിക്സ് ഇത് മോണിറ്ററിൽ റീഡ് ചെയ്യുമ്പോൾ ഈ രണ്ടാം റൗണ്ടിൽ തന്നെ ലൂക്ക് ഡോട്ട്സ് കാണുമെന്ന് അയാൾ കരുതിയിരുന്നതേ ഇല്ല. അധികം വൈകാതെ തന്നെ ലൂക്കിന് വിറയും പിറ്റ്സും വരുന്നത് അവൻ്റെ അവസ്ഥ വീണ്ടും വഷളാക്കുമ്പോൾ ഒന്ന് മുറിയിലേക്ക് വിടാനും എനിക്ക് വയ്യ, ഒന്ന് കിടന്നോട്ടെ എന്നൊക്കെ പറയുന്നതിലും ഈ പ്രോഗ്രസ് കണ്ടതോടെ ഹെൻഡ്രിക്സ് ഒരു ടെസ്റ്റ് കൂടി ചെയ്യാനുണ്ടെന്ന് പറയുവാണ്. അതാണെങ്കിൽ ഒരു പേപ്പറിലെ ഡ്രോയിങ് തിരിച്ചു വെച്ച് കാട്ടി ഏതാണെന്ന് കണ്ടുപിടിക്കാനും. ലൂക്കിന് ഇതുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല ഈ ടോർച്ചറിൽ അവൻ നീരസം പ്രകടിപ്പിക്കുന്നതും ടോണി അവനെ തിരികെ റൂമിൽ കൊണ്ടിട്ട് പോകുന്നു. ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ കുട്ടികൾക്ക് നൽകാൻ ഒരു മടിയില്ലാത്തവരാണെന്ന് മനസ്സിലാക്കാം. ഈ സെക്കൻഡ് ടെസ്റ്റ് ഒരു പക്ഷേ ഹെൻഡ്രിക്സിന്റെ മൈൻഡ് വായിച്ച് ആ വര കണ്ടെത്താനുള്ള ഒരു ടെസ്റ്റ് ആയിരുന്ന പോലെയാണ് തോന്നുന്നത്. എന്നാൽ ലൂക്ക് ടെലികൈനസിസ് ആണ് താനും. TPക്ക് നൽകുന്ന ടെസ്റ്റ് ലൂക്കിന് നൽകിയത് ഒരുപക്ഷെ ഹെൻറിയുടെ ഔട്ട് ഓഫ് സിലബസ് ടെസ്റ്റ് ആയേക്കാം. ലൂക്ക് ചോരയൊക്കെ തുടച്ച് ക്ഷീണമകറ്റി ഡൈനിങ്ങിലെത്തി നിക്കിയും കലീഷയും ഒത്ത് പുതിയ ചെക്കൻ ഏവരെക്കുറിച്ച് സംസാരിക്കുന്നതിലൂടെ അവൻ എത്ര സ്ട്രോങ് ആണെന്ന് അറിയുന്നതോടൊപ്പം തന്നെ എങ്ങനെ വളരെ ഈസിയായി അവൻ ഓരോരുത്തരുടെയും മൈൻഡ് റീഡ് ചെയ്യുന്നു എന്നതും ഇവർ സാക്ഷ്യം വഹിക്കുന്നു. ഈ മൂവരും ഒരുമിച്ചിരുന്ന് അവനെപ്പറ്റി പറയുന്നതും ചിന്തിക്കുന്നതും എന്താണെന്ന് ദൂരെ നിന്ന് ഫുഡ് എടുക്കുമ്പോൾ തന്നെ അവന് മനസ്സിലായി. എന്നിട്ട് അവരുടെ അടുത്തേക്ക് വന്ന് എനിക്ക് നിങ്ങളെപ്പോലെ പുറത്തേക്ക് കിടക്കാനാണ് ചിന്ത എന്നും പറഞ്ഞിരിക്കുന്നു. ഇടയിൽ കലീഷയ്ക്ക് നിക്കിയോടുള്ള താല്പര്യവും അവനാണെങ്കിൽ ഒട്ടും പ്രാധാന്യമില്ലാത്ത കലീഷയെക്കുറിച്ചൊക്കെ മൈൻഡ് റീഡ് ചെയ്ത് സംസാരിച്ചും അങ്ങനെ ഇരിക്കുന്നതെല്ലാം അവിടെ ചുറ്റിപ്പറ്റി മൊറീൻ വീക്ഷിക്കുന്നത് 6Bക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർ എത്തി കലീഷ വളരെ സ്ട്രോങ് ആണെന്നും അവൾ പറയുന്ന പോലെയാണ് ബാക്കിയുള്ളവരൊക്കെ അനുസരിക്കുന്നത്. നിക്കി ഒരു പീടിയും തരാത്ത ചൂടൻ മട്ടിൽ തന്നെയാണ്. എപ്പോഴും സെക്യൂരിറ്റി സിസ്റ്റത്തിലേക്ക് കണ്ണുവച്ചിരിക്കുന്ന ലൂക്കിനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറയുന്ന മൊറീനോട് പുതുതായി വന്ന ഐവറിയെ ഒന്ന് നല്ലോണം ഗവനിക്കണമെന്ന് അറിയിക്കുന്നു. കാരണം അവൻ കുറച്ചധികം സ്ട്രോങ് ആണെന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡ് ഓൺ റീഡ് ചെയ്യുമോ? പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ പോലും
എന്ന മൊറീൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഇവരുടെയെല്ലാം മൈൻഡ് റീഡ് ചെയ്യുന്നതിൽ നിന്ന് തടയാൻ എന്തോ ഒരു സുരക്ഷാ കവചമുണ്ട്. സ്റ്റാക്ക് ഹൗസിന് ഇക്കാര്യങ്ങളിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. കാരണം അയാളുടെ ഇടപെടലുള്ള സ്നാച്ചിങ് ടീം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ആളുകളുമില്ല, ഉള്ളവരാണെങ്കിൽ എങ്ങനെ നമ്പുമെന്നോ ആശങ്ക. അയാൾ സുഖകരമല്ലാത്ത രീതിയിൽ പോകവേ തലേരാത്രി 6B കണ്ട ഗന്ധർവന്മാരുടെ രഹസ്യ കൈമാറ്റത്തെക്കുറിച്ച് ഓർമ്മ വന്ന് ഹെൻഡ്രിക്സിനടുത്തേക്ക് എത്തുന്നത് ഒരു കാഷ്വൽ ടോക്ക് എന്ന പോലെയാണ്. പുതിയ ചെക്കൻ ഏവരുടെ മേൽ ഒരു കരുതൽ വേണമെന്ന് പറയുന്നതിന് പിറകെ ടെസ്റ്റുകളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഡോക്ടറുടെ പ്രതികരണം ലൂക്ക് കുറച്ച് ഡിസപ്പോയിന്റഡ് ആണെന്നും വലിയ ഗുണമൊന്നുമില്ല. എന്നാൽ ഹെൻഡ്രിക്സിനെ തന്നെ അതിശയിപ്പിച്ചുകൊണ്ട് 2ാം റൗണ്ടിൽ ഡോട്ട്സ് കണ്ടെത്തിയ ലൂക്കിനെ നമ്മളിപ്പോൾ കണ്ടതാണ് താനും. 6Bക്ക് ഇയാളുടെ ഈ സംസാരം കൂടി കേൾക്കുന്നതോടെ എന്തോ ഇടയിൽ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവന്ന് CCTV പരിശോധിച്ച് മുമ്പ് ഹെൻഡ്രിക്സിനെ കണ്ട് സ്റ്റാക്ക് ഹൗസ് സംസാരിക്കുന്നതും അയാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നിരക്കാത്ത പണിയെക്കുറിച്ച് സംസാരിക്കുന്നതും അറിയുന്നതോടൊപ്പം തന്നെ ചില പ്രധാന വിഷയങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേയായി വിഷ്വൽസിന്റെ വോയിസ് റെക്കോർഡിംഗ് തടസ്സപ്പെടുത്തി മ്യൂട്ട് ചെയ്തതായി മനസ്സിലാക്കുന്നു. ഇതോടെ ഇവറ്റകൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയേക്കാം എന്ന സംശയത്തിൽ ബോസിനെ വിളിച്ച് ഇക്കാര്യം അറിയിക്കുന്നതിലും തീർച്ചയായും അയാൾ ഇത് മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം ഇവർ തമ്മിൽ ആ ഒരു അകൽച്ച ഫോൺ വഴി മനസ്സിലാക്കിയതാണ്. മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണമെങ്കിൽ അതിന് ശക്തമായ റീസണും വേണം. 6B ഇതോടെ ഈ രണ്ടുപേരുടെയും കാര്യങ്ങൾ തലയിട്ട് ഉദ്ദേശം മനസ്സിലാക്കാൻ ആലോചിക്കുന്നു. കലീഷയുടെ ഫ്രണ്ട് ഹാഫിലെ വാസത്തിന് ഏകദേശം തീരുമാനമാവുന്നത് അവളുടെ ഡ്രീം ബോക്സ് ടെസ്റ്റിൽ ഡോട്ട്സ് കാണുമ്പോൾ. ഇനി അധികം വൈകാതെ പിരിയുമെന്ന് പറയുന്ന കേട്ട് ലൂക്കിന് അവൾ എങ്ങനെയെങ്കിലും ഈ ടെസ്റ്റിനെതിരെ മൈൻഡ് വെച്ച് റിയാക്ട് ചെയ്യണമെന്നാണ്. അങ്ങനെയെങ്കിൽ പോകാണ്ടിരിക്കാമല്ലോ. പക്ഷേ നടക്കില്ല. കാരണം ഡ്രീം ബോക്സിൽ എതിരെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് തലയിൽ ആണി തറച്ച് കയറ്റുന്ന പോലെയാണെന്നാണ് ഹെൻഡ്രിക്സ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് എയ്വറിക്ക് എന്തോ ഒരു ഫീലിംഗ് വരുന്നത്. അവൻ പിറകിലേക്ക് നോക്കിയിരിക്കുമ്പോൾ മനസ്സ് അവിടെയുള്ള ചില ഇടനാഴിയിലേക്ക് പോകുന്നെന്ന് മാത്രമല്ല അവൻ എന്തോ ഒരു എരപ്പുള്ള ശബ്ദവും കേൾക്കാനിടയാവുന്നു. വിമാനത്തിൻ്റെ ഫാനൊക്കെ കറങ്ങുന്ന പോലെ ചെവി തുളച്ചു കയറുന്ന ഇറിറ്റേറ്റിംഗ് ശബ്ദം. അധികം വൈകാതെ തന്നെ ഇവിടെയുള്ള മറ്റു കുട്ടികൾക്കും ഇതേ ശബ്ദം ഒന്ന് ഇറിറ്റേറ്റഡ് ആകുമ്പോൾ ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറത്തും ഒരാളിൽ ആ ശബ്ദം തോന്നുന്നു. ആനിക്ക്. എന്താണെന്നറിയാൻ നിൽക്കുന്ന ലൂക്കിനോട് ജോർജ് ഇത്തവണ കുറച്ച് വലിയ സൗണ്ടായിരുന്നെന്നും ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ടെന്നും ബാക്ക് ഹാഫിൽ നിന്നായിരിക്കാമെന്ന് സംശയിച്ച് നിൽക്കുന്ന കലീഷയെ കാണുമ്പോൾ അപ്പോൾ ഇങ്ങനെ ശബ്ദവീഴ്ചകൾ കേൾക്കുന്നത് ഇവർക്ക് പുതിയൊരു കാര്യമല്ല. നിലവിലെ സാഹചര്യത്തിൽ എയ്വറി ലൂക്കിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. അവന് മൊറീൻ്റെയും ടോണിയുടെയും ഒക്കെ മനസ്സ് കഴിയുന്നുണ്ട്. ലൂക്കിനെ കാണുന്ന ടോണിയുടെ മനസ്സിൽ അവനെ അടിക്കാനുള്ള ത്വരയാണ്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിൽ തന്നെ. മൊറീനാവട്ടെ അവരുടെ മനസ്സിൽ ശരിക്കും രഹസ്യങ്ങളുണ്ട്. അതുമല്ല അവർക്ക് ഇവിടെ ഒട്ടും പിടിക്കുന്നില്ല. കുട്ടികളെ പോലെ തന്നെ അവരും ഈ സ്ഥലത്തെ ഇവർക്കുന്ന ആണേലും വിശ്വസിക്കാൻ പറ്റില്ല. 6Bയോട് എല്ലാ വിവരവും ചോർത്തി കൊടുക്കും. എന്നിൽ നിന്ന് അകലം പാലിച്ച് നിൽക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്ന് അവരുടെ മനസ്സ് ചോർത്തി പറയുന്ന ഏവറിയുടെ മറ്റൊരു സവിശേഷത കൂടി നമ്മൾ കാണുന്നത് എന്തെന്നാൽ അവന് ചെറിയ രീതിയിൽ സ്വന്തം താല്പര്യം മറ്റൊരാളുടെ ചിന്തയിലേക്ക് ജനിപ്പിക്കാനും സാധിക്കും. ഉദാഹരണത്തിന് ലൂക്ക് ഈ വെൻഡിങ് മെഷീനിൽ നിന്നൊരു സ്നാക്ക് എടുക്കാൻ കോവിനിടുമ്പോൾ എയ്വറി വിളിച്ച് അവനെ നോക്കുന്ന ആ ക്ഷണത്തിൽ ലൂക്കിന്റെ മനസ്സിൽ എയ്വറിക്ക് ഇഷ്ടമുള്ള മിഠായിയുടെ ചിന്ത വരുത്തി അവനെ കൊണ്ട് മെഷീനിൽ അത് ക്ലിക്ക് ചെയ്യുന്നു. ഇതെല്ലാം ഒരു നിമിഷം നേരം കൊണ്ട് മാത്രമാണ് നടക്കുന്നത്. അത്ഭുതങ്ങൾ പലതുണ്ട് പയ്യനെ. അങ്ങനെ ആ ദിവസം പിന്നീട് നിക്കിയും ലൂക്കും എയ്വറിയെ കൂട്ടി കളിക്കുന്ന പോലെ നിന്ന് എസ്കേപ്പ് പ്ലാനെ കുറിച്ച് വീണ്ടും സംസാരിച്ച് നിൽക്കുന്ന ആ സമയത്താണ് എയ്വറി അവിടെ ഫെൻസിങ്ങിനപ്പുറത്തായി സുരക്ഷ ഉറപ്പാക്കാൻ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്ന നായയുടെ മൈൻഡിലേക്ക് കയറി പറ്റുന്നത് വഴി അത് ചെയിൻ പൊട്ടിച്ചോടുമ്പോൾ അതിന്റെ കാഴ്ചപ്പാടിലൂടെ അവനോടുള്ള മറ്റു ചില കാഴ്ചകൾ കാണാനിടയാവുന്നു. പക്ഷെ ഐവറിക്ക് എന്തോ ഒരു മോശം അനുഭവം ഉണ്ടാക്കുന്നുവെന്ന് നായയുടെ കണ്ണിലൂടെ കാണുന്നത് അവിടെ മാറിയുള്ളൊരു മറ്റൊരു പ്ലേ ഗ്രൗണ്ടാണ്. ഒരു പഴയ കാട് പിടിച്ച് കിടക്കുന്ന ഗ്രൗണ്ടുണ്ട്. എന്നാൽ കുട്ടികളെ ആരെയും കാണാനില്ല. അത് ബാക്ക് ഹാഫിലാണോ എന്ന് ചോദിച്ചാൽ അവൻ അറിഞ്ഞൂടാ. പക്ഷേ അവിടേക്ക് പോകാൻ ഇടയുണ്ടാക്കരുതെന്ന് നിൽക്കുമ്പോൾ കലീഷ ആവശ്യമായി വരുന്നത് മനസ്സിലാക്കി അവൻ ഓടിച്ചെല്ലുന്നതിന് പിറകെ മറ്റിരുവരും ചെന്ന് നോക്കുമ്പോൾ കലീഷയുടെ ലാസ്റ്റ് സെഷനും തീർന്നിരിക്കുകയാണ്. ഇത്തവണ ഇത്രയും ആവശ്യകതയെ വന്നതിനെക്കുറിച്ച് തിരക്കുമ്പോൾ കലീഷ പറയുന്നുണ്ട് അവളെ ആ ശബ്ദവീചികളുമായി കണക്റ്റഡ് ആക്കിയെന്ന്. ഏത് നമ്മൾ കുറച്ചു മുന്നേ കണ്ടില്ലേ, തല പൊളിയുന്ന പോലുള്ള ശബ്ദം, അത്. അപ്പോൾ ഇനി എന്താണ്? ഓഫ് കോഴ്സ് ഫെയർവെൽ. കലീഷയുടെ ഫ്രണ്ട് ഹാഫ് ഗ്രാജുവേഷൻ മൊമെന്റ് എത്തിയിരിക്കുകയാണ്. പതിവ് സെലിബ്രേഷനുമായി അധികാരികൾ പ്രത്യക്ഷപ്പെടുന്നെങ്കിലും പിള്ളേർക്കൊരു സുഖവുമില്ല. നിക്കി ആ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ ഈ 6Bയുടെ മൈൻഡ് വായിക്കാൻ ലൂക്ക് പുതിയ ചെക്കനോട് പറയുന്നെങ്കിലും അതവന് കഴിയുന്നില്ല. ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. എല്ലാവരും ഓരോ കാര്യങ്ങളെ ഡിസ്ട്രാക്ട് ആയി നിൽക്കെ ലൂക്ക് മൊറീനടുത്തേക്ക് ചെന്ന് ഒരു കൊളുത്തിടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഫെയർവെല്ലും ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലെന്നറിയാം, ഇനിയും വൈകിട്ടില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ മൊറീനിൽ അസ്വസ്ഥതയും പ്രകടമാണ്. അങ്ങനെ കലീഷ എല്ലാവരുടെയും കൈകൾ കോർത്തിരിക്കാൻ പറഞ്ഞങ്ങനെ ടേബിളിന് ചുറ്റും കണ്ണടിച്ചിരിക്കുമ്പോൾ അവരുടെ പവറുമായി ബന്ധപ്പെട്ട എന്തോ റിയാക്ഷനോ കണക്ഷനോ മറ്റോ ഉണ്ടാകുന്നത് 6B കാണാനിടയാവുന്നതിനെ തുടർന്ന് അൽക്കുലത്തൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ ഉടൻ തന്നെ ടോണിയോടും ഗാഡ്സിനോടും കലീഷയെ കൊണ്ടുവരാൻ പറയുന്നത് അവിടെ ചെറിയ പിടിവലി നടക്കാനിടയാവുന്നെങ്കിലും നിക്കിയെ ലൂക്കും കലീഷയും ചേർന്ന് സമയമായിട്ടില്ല പോരാടാൻ എന്നൊക്കെ പറഞ്ഞ് അടക്കുന്നു. ശരിയായ സമയത്ത് അടിക്കണം, എന്നാലേ ഫലമുള്ളൂ. അങ്ങനെ കലീഷയെ ബാക്ക് ഹാഫിലേക്ക് കൊണ്ടുപോകുന്നത് ടെലിപ്പതിക്കലി ട്രാക്ക് ചെയ്യുന്ന എയ്വർ വഴി ലൂക്ക് അറിയുന്നത് മറ്റൊരിടത്ത് റൂമിലിരുന്ന് 6Bയും CCTV വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കലീഷ അങ്ങനെ ഇടനാഴിയിലൂടെ നടന്ന് ഏതോ ഒരു മുറിയിലേക്ക് കടക്കുന്നതും അവന്റെ ട്രാക്കിംഗ് നിൽക്കുന്നതോടെ പെട്ടെന്ന് ചെക്കനൊന്ന് പാനിക്കാവുന്നു. അവന് കലീഷയുമായുള്ള കണക്ഷൻ ലോസ്റ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ട്
അപ്പോൾ ബാക്ക് ഹാഫിലുള്ള റൂമിൽ ഇതുപോലെ TP ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കാം. എന്തായാലും 6P ഇവന്റെ ഈ കഴിവ് കണ്ടതോടെ ഇനി ഒന്നുകിൽ എയ്വറി ശക്തമായി നിരീക്ഷിക്കാൻ ശ്രമിക്കാം, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പദ്ധതികൾ പുറത്തു കൊണ്ടുവരാണ്ടിരിക്കാൻ. ഇല്ലേൽ അവനെ വെച്ച് സ്റ്റാക്ക് ഹൗസിന്റെയും ഹെൻറിക്സിന്റെയും ഉദ്ദേശം മനസ്സിലാക്കാനും ശ്രമിച്ചേക്കാം. എന്തായാലും വരും എപ്പിസോഡിൽ അതേക്കുറിച്ച് അറിയാം. സമയോചിതമായ ഇടപെടൽ നടത്തി ഒരു ജീവൻ രക്ഷിച്ച ടിമ്മിനെ നമ്മൾ കണ്ടത് ഓർമ്മയില്ലേ? അടുത്ത ദിവസം സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ പേരിൽ അയാൾക്ക് നേരിടേണ്ടി വരുന്നത് വെന്റിയെയാണ്. കാരണം ധീരമായൊരു പ്രവൃത്തി ചെയ്തിട്ടും അതിന്റെ ക്രെഡിറ്റിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന പ്രകൃതം കണ്ട് അഭയാർത്ഥി വല്ലതുമാണോ എന്ന് സംശയിച്ച് ചോദിക്കുന്നു. ടിം അതിനെ ഡിഫൈൻ ചെയ്യുന്നത് അയാളുടെ മുൻകാല അനുഭവങ്ങളുടെ അലട്ടലിലാണ് കുഴപ്പങ്ങളിലൊന്നും ചെന്ന് ചാടാണ്ടിരിക്കാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നും. ഒരുതരം ശബ്ദവീഴ്ചകൾ എയ്വറിയും മറ്റു കൂട്ടുകളും കേട്ട് ഇറിറ്റേറ്റഡ് ആയപ്പോൾ ആനിക്കും ഇതേ ശബ്ദം കേട്ടാതെ മുന്നേ കണ്ടില്ലേ? ഇതിനുശേഷമാണ് ടിം അയാളുടെ സ്ഥിരം റോന്ത് ചുറ്റൽ ഇത്തവണ ആനിയെ കാണുന്നത്. അതും ചെക്ക് കളി കളിക്കുന്ന പോലെ ഒരു കളി ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ മൈൻഡ് വായിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് നല്ലതാണെന്ന് പറയുമ്പോൾ കിം ഈ കിറുക്കത്തരമൊന്നും മുഖവിലേക്ക് എടുക്കുന്നതിലും ചിലപ്പോൾ ഈ അവർ എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവരെ കുറിച്ചുള്ളതാണോ എന്നും പറയാൻ പറ്റില്ല. ആനിയെ മദ്യപിച്ചിട്ടുണ്ടെന്ന് സംശയിക്കുന്ന ടിമ്മിനോട് പറയാനുള്ളത് അത് കൈകൊണ്ട് അവസാനമായി തൊട്ടത് 20 വർഷം മുന്നേ ആയിരുന്നു. ആ ശബ്ദം കിമ്മിനോടും കേട്ടോന്ന് ചോദിച്ചിട്ട് അവർ പറയുന്നതും ജോർജിനെ പോലെ ഇത്തവണ നല്ല സ്ട്രോങ് ശബ്ദമായിരുന്നെന്നും പാപികളയാളെ കൊന്നുകളഞ്ഞെന്നും. ഏതോ പൈലറ്റിന്റെ മൈൻഡ് കൺട്രോൾ ചെയ്ത് നമ്പേഴ്സ് തെറ്റിച്ച് കൺട്രോൾ റൂമിലേക്ക് പറയിച്ചതിലൂടെന്ന് പ്ലെയിൻ ക്രാഷ എന്ന് പറയുന്നത് ടിമ്മിനൊന്നും മനസ്സിലാവുന്നില്ല. ആരെ കൊന്നു എന്നാ പറയണേ എന്ന് നിൽക്കെ ആനി ടെലിപ്പതി വെച്ച് അവർ മനസ്സ് മാറ്റുവാണെന്ന് പറഞ്ഞ് തുടങ്ങുന്നതും പെട്ടെന്ന് നിർത്തി അതേക്കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല, അപകടമാണെന്നും 10ാം റൂട്ടിൽ നിന്ന് മാറി നടക്കാനും ഉപദേശിച്ചിട്ട് പോകുമ്പോൾ ഈ റൂട്ടിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. ഇവരുടെ എല്ലാം കാഴ്ചപ്പാടിൽ പകർച്ചവ്യാധിയെക്കുറിച്ച് പഠിക്കുന്ന ഒരു മൈക്രോ ബയോളജിക്കൽ ലാബ്. അങ്ങനെ ഇരുവരും പിരിഞ്ഞ് ടിം എന്തെങ്കിലും ഹോട്ട് അല്ലാത്തത് കുടിക്കാനായി ബാറിലേക്ക് എത്തുമ്പോൾ അവിടെ കെയ്റ്റ് ഇരിപ്പുണ്ട്, സ്റ്റാക്ക് ഹൗസിന്റെ സ്പൈ. എന്ത് കാരണത്താലാണെന്ന് വ്യക്തമല്ലെങ്കിലും അവൾ ടിമ്മിനോട് വന്നടുത്ത് സംസാരിച്ചും പഞ്ചാരടിച്ചുമൊക്കെ ഇരിക്കെ അയാളുടെ ശ്രദ്ധ പോകുന്നത് അവിടെയുള്ള TV-യിലേക്ക്. അതിൽ കാട്ടുന്ന ഒരു പ്ലെയിനിന്റെ അപകടത്തിന്റെ വാർത്ത. അപ്പോൾ ആനി പറഞ്ഞതും ഇതേക്കുറിച്ചായിരുന്നു. ടിമ്മിന് കാര്യങ്ങൾ മനസ്സിലായി വരുന്നതെന്നറിയില്ല, പക്ഷേ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികളുടെ ടെലിപ്പതിയും TKയും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ടെറർ ആക്ടിവിറ്റീസ് നടത്തുവാണോ എന്ന് ശക്തമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ ശക്തമായ ശബ്ദവീഴ്ചകൾ എന്നത് ബാക്ക് ഹാഫിലെ കുട്ടികളെ വെച്ച് ആ പ്ലെയിനിൽ ഉണ്ടായിരുന്ന പൈലറ്റിന് തെറ്റായ ഡയറക്ഷനോ കോർഡിനേറ്റ്സോ മൈൻഡിലേക്ക് ഇഞ്ചക്ട് ചെയ്തായിരുന്നിരിക്കാം ആ പ്ലെയിൻ അപകടം ഉണ്ടാക്കാനായി. പക്ഷേ എന്തിന് ആ വിമാനം തന്നെ തിരഞ്ഞെടുത്തു? കാരണം അതിൽ നിയമനിർമ്മാണ സഭയിലെ അംഗമായിരുന്ന ഒരു സെനേറ്റർ ഉണ്ടായിരുന്നു. അയാളുടെ പേര് ഗവിൻ റാംസി എന്ന് ന്യൂസിൽ പറയുമ്പോൾ മുമ്പ് 6P ഹെൻറിക്സിനെ കാണാൻ ചെന്നപ്പോൾ അയാൾ പോകാനിറങ്ങിയതെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി കൊടുത്തത് റാംസി കീ ഹോൾ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഓപ്പൺ ആകും അങ്ങോട്ടേക്കാണെന്നും. അപ്പോൾ ഗാവിൻ റാംസിയെ കൊല്ലാനുള്ള ഒന്നായിരുന്നിരിക്കാം ഈ റാംസി കീ ഹോൾ എന്നത്. കെയ്റ്റ് ഒരു ജേർണലിസ്റ്റ് ആണെന്ന് പരിചയപ്പെടുത്തുന്നതിന്റെ പേരിൽ ടിം ചോദിക്കുന്നുണ്ട് 10ാം റൂട്ടിൽ ആ ലാബിൽ എന്താണ് നടക്കുന്നതെന്ന്. കാരണം അതിലെന്തോ മൈൻഡ് കൺട്രോളോ ടെലിപ്പതിയോ അങ്ങനെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത് എന്ന് പറയുമ്പോൾ കെയ്റ്റിന്റെ ചിന്ത അവിടെ ഇല്ലുമിനേറ്റിയോ അന്യഗ്രഹ ജീവിയോ എന്തെങ്കിലുമായി ബന്ധപ്പെട്ടായിരിക്കും എന്ന് പറഞ്ഞ് അവൾ പോകുന്നു. ഇറങ്ങും മുന്നേ അവൾ ചോദിക്കുന്നുണ്ട് ആരാണ് അങ്ങനെ ഇപ്പോൾ പറഞ്ഞത്? ആരെയാണെന്ന് അയാൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇതോടെ ഈ ഫെസിലിറ്റിയുടെ അജണ്ട ഏകദേശം മറന്നേക്ക് പുറത്തു വന്നിട്ടുണ്ട്. അധികാരത്തിലും പവറിലുമുള്ള ആൾക്കാർക്കെതിരെ പ്രവർത്തിക്കുക എന്നതാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായും ഇവരുടെ ബോസിന് രാഷ്ട്രീയക്കാരും ഉന്നത തലത്തിലുള്ളവരുമായി ബന്ധം കാണും. അവിടെ ആവശ്യങ്ങൾക്കും ബെനിഫിറ്റുകൾക്കും വേണ്ടി ഇതേപോലെ സ്പെഷ്യാലിറ്റി ഉള്ളവരെ കണ്ടുപിടിച്ച് നടത്തുന്ന ചെയ്തികളിലൊക്കെ ആയിരിക്കണം ഇത്. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 3ാം എപ്പിസോഡ് തീരുമ്പോൾ തിരികെ സ്റ്റേഷനിലേക്ക് നടക്കുന്ന ടിം ആനി ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി ടെന്റിൽ പോയി വിളിച്ച് അകത്തേക്ക് കയറി നോക്കുമ്പോൾ കാണുന്നത് മദ്യക്കുപ്പിക്കും ഗുളികൾക്കും നടുവിലായി നുരയും പതയും വന്ന് മരിച്ചു കിടക്കുന്ന ആനിയെ. അവർ മരിച്ചു കിടക്കുന്ന ആ കാഴ്ച കാണുമ്പോൾ ടിമ്മിന് എന്തായാലും ഉറപ്പിക്കാം അതൊരു സൂയിസൈഡ് അല്ലെന്ന്. കാരണം തൊട്ടുമുന്നേ മദ്യം കൈകൊണ്ട് തൊട്ടിട്ട് 20 കൊല്ലമായി എന്ന് പറഞ്ഞ ആളാണ്. എന്തായാലും ഇതിന്റെ ഉത്തരവാദിയെ കണ്ടെത്താൻ ടിം ഇറങ്ങിത്തിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമുക്കറിയാം ഇതിന്റെ പിന്നിൽ കെയ്റ്റ് ആണെന്ന്. ടിമ്മിന്റെ അന്വേഷണം അവരിലേക്ക് എത്തിയാൽ തീർച്ചയായും അത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള ഒരു കവാടം കൂടിയാകും. കലീഷയുടെ കാര്യം എന്തായി കാണുമെന്ന് ലൂക്കും എയ്വറിയും സംസാരിച്ചിരിക്കുന്ന ഡൈനിങ് റൂമിലേക്ക് പുതിയ കുട്ടികളെത്തുമ്പോൾ ഇത്തവണ ഒരു പ്രത്യേകത എന്നുള്ളത് ഇരട്ടകളാണ്. സ്റ്റീഫൻ കിങ്ങിന്റെ ദ ഷൈനിങ്ങിനെ പോലെ 2 പെൺകുട്ടികൾ, ഗ്രറ്റയും ഗരുഡയും. ഇതിനു മുന്നേ ഇവിടേക്ക് ട്വിൻസ് എത്തിയിട്ടുള്ളത് 3 വർഷം മുൻപാണ്. ട്വിൻസ് ആകുമ്പോൾ അവർക്ക് അവരുടെ എബിലിറ്റി ആംപ്ലിഫൈ ചെയ്ത് കഴിവിരട്ടിയാക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് 6Pയും ഹെൻറിക്സും മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഗ്രറ്റയ്ക്കും ഗരുഡയ്ക്കും അവർ മരിച്ചുവെന്നാണ് സംശയം. ജോർജും നിക്കിയും മറ്റു 2 പേരും ചേർന്ന് ഇവരെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും തട്ടിക്കൊണ്ട് വന്നതാണെന്നൊക്കെ സംസാരിച്ച് നിൽക്കെ മറ്റൊരു പുതിയ പയ്യൻ ഹാരി, അവൻ അവിടേക്ക് അതിശയത്തോടെ കടന്നെത്തി ഞാൻ എവിടെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നല്ല അഗ്രസീവായി പെരുമാറുന്നു. ഏവറിയെ തെല്ലുമാറ്റിയൊക്കെ നിൽക്കുന്ന അവനെ നിക്കി നമ്മളെല്ലാം ഒരുപോലെ പെട്ടുപോയവരാണെന്ന് പറഞ്ഞ് മാക്സിമം ശാന്തമാക്കാൻ ശ്രമിക്കവേ സ്റ്റാക്ക് ഹൗസ് അവൻ വയലന്റായി നിൽക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ ഒരുങ്ങുന്നതും 6P തടയുന്നു. കുട്ടികൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറുമെന്ന് നോക്കാം. ഇടഞ്ഞു നിൽക്കുന്ന ഹാരി നിക്കിയുമായി കോർക്കാൻ തുടങ്ങുന്നതും ജോർജ് അവന്റെ ഫുഡ് ട്രേ വെച്ച് അവനെ വീഴ്ത്തുന്നു.
മുഖമടിച്ച് വീഴുന്നതിനെ തുടർന്ന് അവൻ്റെ വെപ്രാളം ദേഷ്യം കുറച്ചൊന്ന് അയഞ്ഞു നിൽക്കെ അവന് പെട്ടെന്ന് ഛർദ്ദിക്കണമെന്ന് പറയുന്നതിനെ തുടർന്ന് ബാക്കിയുള്ളവർ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇതോടെ ഹാരി അത്യാവശ്യം ശാന്തമാവുമ്പോഴേക്കും ലൂക്കും നിക്കിയൊക്കെ എന്തേലും മോശം പറയുന്നതിന് മുന്നേ തൻ്റെ അടുക്കലേക്ക് എത്തിക്കാൻ 6B സ്റ്റാക്ക് ഹൗസിനെ പറഞ്ഞുവിട്ട് അയാൾ എത്തുമ്പോൾ ഇതൊക്കെ ആരാ, ഞാൻ വരില്ലെന്നും നിൽക്കുന്ന ഹാരിയോട് ലൂക്ക് ഫുട്ബോളിൽ നൽകുന്ന ഉപദേശം ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനുള്ളത്. അത് ലൂക്ക് അവനോട് പറയുന്നതോടെ അതിശയത്തോടെ കുറച്ച് റിലാക്സ്ഡായി പോകുന്നു. ഇപ്പോൾ നടന്നതിന് കാരണം മറ്റൊന്നുമല്ല, ഹാരിയുടെ മനസ്സിലുള്ള കാര്യം ലൂക്ക് മനസ്സിലാക്കി അവനോട് പറഞ്ഞതാണ്. അതായത് ലൂക്കിന് ടെലിപതിക് പവറുകളും പുഷ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സ്റ്റാക്ക് ഹൗസ് പോയതിന് തൊട്ടു പിറകെ ഏവറിയും നിക്കിയും ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കെ അവൻ ഈ പുതിയ കഴിവ് ഒളിക്കുന്നത് മുകളിലുള്ളവർ ആരും അറിയാതിരിക്കാനാണ്. അതാവുമ്പോൾ ഐറിസും കലീഷയും ഒക്കെ പോയ ബാക്ക് ഹാഫിലേക്ക് പോകാതെ ഇവിടെ തന്നെ നിൽക്കാലോ എന്ന ആശയത്തിൽ. അപ്പോൾ ഹെൻഡ്രിക്സ് മുമ്പ് ലൂക്കിനെ കൊണ്ട് ചെയ്ത ആ ടെസ്റ്റിന് ഫലം കണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 6B ഇൻസ്റ്റിറ്റ്യൂട്ട് വിടുന്നത് നോക്കിയിരുന്നിട്ട് ഹെൻഡ്രിക്സ് രഹസ്യമായി ലൂക്കിനെ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കുകയാണ്. അതും ഒരു ഇൻസൈൻ ടെസ്റ്റ്. എല്ലാവർക്കും ഫ്രണ്ട് ഹാഫിൽ ഒടുവിലായി ചെയ്യുന്ന ഡ്രീം ബോക്സ് ടെസ്റ്റ്. അതിപ്പോൾ ചെയ്യിക്കുന്നത് തീർച്ചയായും സ്റ്റാക്ക് ഹൗസ് കൂടി ചേർന്നുകൊണ്ടാണ് PC ട്രാക്കിങ്ങിൻ്റെ പ്രോഗ്രസിന് വേണ്ടി. ടോണിയും ഇതിൽ ഉണ്ടെന്നിരിക്കെ അയാൾ അവനെ ടെസ്റ്റിംഗ് റൂമിൽ കയറ്റി ഒരു ചെയറിലായി കിടത്തി ഹെഡ്സെറ്റും മറ്റും സെറ്റ് ചെയ്ത് 4 ചുമരിലായി അവ്യക്തമായി മുമ്പ് കണ്ട പോലെ പ്രൊജക്ട് ചെയ്തിട്ട് ഇട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ഇതിനിടയ്ക്ക് അവൻ ചോദിക്കുന്നുമുണ്ട് ഇത് അടുത്ത വീക്കിലേക്ക് ചെയ്യേണ്ടിയിരുന്ന ലാസ്റ്റ് ടെസ്റ്റ് അല്ലേ എന്ന്. എന്നാൽ വലിയ ഗൗരവമുള്ള റെസ്പോൺസ് ഒന്നും ഹെൻഡ്രിക്സിൽ നിന്നില്ല. നിക്കി പറഞ്ഞ പോലെ അവൻ്റെ ജീവിതത്തിലെ മറക്കാത്ത ദുരനുഭവങ്ങളൊക്കെ ഒരു സിനിമ പോലെ കാണുകയാണ്. ആ ചെയറിലിരുന്ന് കറങ്ങിക്കൊണ്ട് കണ്ണ് ഓപ്പറേഷനും വീട് കത്തിയിരിക്കുന്നതും കാക്ക പറന്നു വന്നിടിച്ച് പൊട്ടിച്ചേർന്നുമല്ല. അങ്ങനെ അവശനെ അവനെ തിരികെ റൂമിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ എത്തുന്ന ഐവറിക്ക് പറയാനുള്ളത് ചെക്കനൊടുവിൽ കലീഷയെ ബ്ലാക്ക് ഹാഫിൽ ലൊക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടിയിരിക്കുകയാണ്. ഡോട്ട് ടെസ്റ്റും മറ്റും നടത്തി വന്നതിൻ്റെയാണ് ഐവറിക്കുണ്ടായ പ്രോഗ്രസ്. അങ്ങനെ കൈകോർത്ത് പിടിച്ച് ഇരുവരുടെയും കോൺഷ്യസ്നെസ്സിൽ കലീഷയെ പ്രൊജക്ട് ചെയ്യുന്നതോടെ അവൾക്കും ഇവരെ കാണാൻ കഴിയുന്നു. മൂവർക്കും വലിയ സന്തോഷവും ആശ്വാസവും. തീർച്ചയായും അവർ പരസ്പരം അടുത്തിരുന്ന് സംസാരിക്കുന്ന പോലെ കാണിക്കുന്നത് അവരുടെ ഉള്ളിലാണ്. പുറമെ നോക്കിയാൽ ഏവറിയും ലൂക്കും അവൻ്റെ റൂമിൽ, കലീഷ ഒന്നും മിണ്ടാതെ തന്നെ വെറുതെ ഹോളിലൂടെ ചുമ്മാ നടക്കുന്നു. പക്ഷെ അവളുടെ മൈൻഡിൽ ഇരുവരുമായിട്ടുള്ള ഇൻട്രാക്ഷനും. അങ്ങനെ അവരുടെ TP പവർ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വഴി ബാക്ക് ഹാഫിൽ അവൾ എങ്ങനെ പോകുന്നു, എന്താ കഴിക്കുന്നത്, എന്താ വലിക്കുന്നത്, എന്തൊക്കെ ടെസ്റ്റുകളാണ് നടത്തുന്നത് എന്നൊക്കെ ചോദിച്ചറിയുന്നു. ടെസ്റ്റുകളൊന്നും അവിടെ ഇല്ല. ഒരു ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ ഡോക്ടർമാർ ചെയ്യുന്ന എന്തൊക്കെയോ പരിശോധനകൾ പോലുള്ള ഒരു മൂവി ഷോട്ട് അവളെ കാണിച്ചതായി പറയുന്നു. ഒരു ഡോക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ. അതിപ്പോൾ നമ്മളെ എടുത്ത് കാണിക്കാത്തതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്നൊന്നും വ്യക്തമല്ല. മേ ബി ലൂക്കിൻ്റെയോ മറ്റാരുടെയോ അവസരത്തിൽ കാണാൻ കഴിഞ്ഞേക്കും. ഫ്രണ്ട് ഹാഫിനെ അപേക്ഷിച്ച് അവിടെയുള്ള കുട്ടികൾക്കെല്ലാം യൂണിഫോം പോലുള്ള ഡ്രസ് കോഡാണ്. കലീഷ അങ്ങനെ നടക്കുന്ന വഴി ഐറിസിനെയും ഇവർ കാണുന്നു. അവളിപ്പോൾ ജീവനോടെ ഉണ്ട്, എന്നാൽ സിഗരറ്റിനെ വിളിച്ച് എന്തോ മിസ്സിംഗ് എന്ന പോലെ ഒരവസ്ഥയിലാണ്. കലീഷ അടുത്ത് വന്നിരിക്കുമ്പോൾ ഐറിസ് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് നിന്റെ കൂടെ ആരാന്ന്. എന്നാൽ ഒന്ന് നോക്കിയിട്ട് സോറി പറഞ്ഞിരിക്കുമ്പോൾ സംഭവം കലീഷയുടെ ഏവറിയും ലൂക്കും മൊത്തമുള്ള മൈൻഡ് പ്രൊജക്ഷൻ ഐറിസിന് അറിയില്ലെങ്കിലും എന്തോ ഒരു ഫീലിംഗ് അവൾക്കുണ്ടായിട്ടുണ്ട്, ഒരു ക്ഷണത്തിലോ മറ്റോ. എനിക്ക് തോന്നുന്നു സ്ട്രോങ് TP ഉള്ളവർക്ക് മറ്റുള്ളവരുടെ ഇതുപോലുള്ള ഇൻട്രാക്ഷൻസും പ്രൊജക്ഷൻസും ഒക്കെ കാണാൻ കഴിയുമെന്ന്. ഐറിസ് ഇപ്പോൾ വീക്കായിരിക്കുന്നത് കൊണ്ടായിരിക്കാം ജസ്റ്റ് ഒരു തോന്നൽ പോലെ അനുഭവപ്പെട്ടത്. ഏവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന പോലെ നേരിയ ഹമ്മിങ് ശബ്ദം, നമ്മൾ മുമ്പ് കണ്ട പോലെ ആ ശബ്ദവീചികൾ കേൾക്കുമ്പോൾ അതെവിടെ നിന്നാണെന്ന് ചോദിച്ചങ്ങനെ നടക്കവേ മറ്റിരുവർക്കും അത് തോന്നുന്നത് അവിടെയുള്ള ഒരു റൂമിനടുത്ത് എത്തുമ്പോഴാണ്. റിക്കവറി റൂം. അതിനകത്ത് നിന്നാണ് ആ ഹം കേൾക്കുന്നത്. പേര് പോലെ കുട്ടികളുടെ റിക്കവറിക്ക് വേണ്ടിയുള്ള റൂമാണെന്ന് തോന്നുന്നില്ല. മറിച്ച് ചിലപ്പോൾ അതിനകത്തുള്ളവർക്ക് ഇപ്പോൾ ഇവർ ചെയ്യുന്ന പോലെ ഒരു TP പ്രൊജക്ഷനോ സമ്പർക്കമോ ഒന്നും ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു വിദ്യ പോലെയാണ് ഈ ഹമ്മിങ് ശബ്ദമെന്ന് തോന്നുന്നത്. ആനി മദ്യം ഓവറായി കഴിച്ച് മരണപ്പെട്ടതല്ലെന്ന് ടീം സ്റ്റേഷനിൽ ചീഫ് ജോണിനോടും വെൻഡിയോടും ഡ്രൂവിനോടുമായി ആവുന്നത്ര പറഞ്ഞു നോക്കുന്നതിലും അവർക്ക് ഇക്കാര്യത്തിൽ വലിയ താല്പര്യം ജനിക്കാത്തതിൻ്റെ റീസൺ ആനിയുടെ അരക്കിറുക്കുകളും വെളിവില്ലാത്തപ്പോഴുള്ള ജീവിതമൊക്കെ ഇവർ കുറേയായി കാണുന്നതാണ്. ഇന്നലെ വന്ന ടിമ്മിന് ഇവരെക്കുറിച്ച് എന്തറിയാനാണ്? അതുകൊണ്ട് തന്നെ ടിമ്മിൻ്റെ തിയറികൾ അവർ മുളയിലെ നുള്ളിക്കളയുന്നു. ടിം ജോണിനോട് ഒരു ടോക്സിക്കോളജി റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നെങ്കിലും അതൊക്കെ കുറിച്ച് മെനക്കേടുള്ള പണിയാണ്. മാത്രമല്ല ചെലവുമുണ്ട്. ആനിയെപ്പോലെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടന്നവരിലേക്ക് അത്ര അങ്ങോട്ട് തലയിടാൻ അവർ ഉദ്ദേശിക്കുന്നുമില്ല. ആദ്യമേ ഒരു വെടിവയ്പും ഒരാൾക്ക് ഗുരുതര പരിക്കും, തൊട്ടടുത്ത് ആനിയുടെ മരണവും. ടിമ്മിന് തീർച്ചയായും ഇതൊക്കെ ഒരു സ്ട്രെസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ആ രാത്രി ഒരു ഓഫ് എടുക്കാൻ ജോൺ നിർദ്ദേശിക്കുന്നെങ്കിലും ടിം അത് വേണ്ടെന്ന് പറഞ്ഞ് നീരസത്തോടെ ഒന്ന് കൂളാവാൻ പുറത്തേക്ക് വന്ന് നിൽക്കുമ്പോഴാണ് വെൻഡി അവിടേക്ക് എത്തുന്നത്. അയാളുടെ നിസ്സഹായതയിലും ആനിയുടെ മരണത്തെക്കുറിച്ച് തെളിയിക്കാൻ കഴിയാത്തതിലും വെൻഡി സോറി പറഞ്ഞ് സംസാരിക്കുന്നതിലൂടെ വെളിവാകുന്നത് അവൾക്ക് ടിമ്മിനെ സഹായിക്കാൻ താല്പര്യമുണ്ട്, ഒഫീഷ്യലായി അല്ലെങ്കിലും. ടിം ഒരു നോ പ്രോബ്ലം നന്ദി അറിയിച്ച് അങ്ങനെ ആനി താമസിച്ചിരുന്ന ആ ടെന്റിലേക്ക് ചെല്ലുന്നു. അതാരെങ്കിലും വന്ന് ആക്രിയാക്കും മുന്നേ. അയാൾ അതിൽ കയറി ഒന്ന് പരതുന്ന വഴി കണ്ടെത്തുന്ന ഒരു ഡ്രിങ്ക്സിന്റെ എംറ്റി ക്യാൻ സംശയങ്ങൾ ശക്തമാക്കുന്നത് എങ്ങനെയെന്നാൽ ആനിയെ ലിപ്സ്റ്റിക് ഇടാതെ കണ്ടിട്ടില്ല, അതും നല്ല എറിക്കുന്ന ഷെയ്ഡുള്ള കളറും. ആ ക്യാനിൽ അവർ കുടിച്ചപ്പോൾ ഉണ്ടായ ലിപ്സ്റ്റിക് സ്റ്റെയിൻ കാണാം. എന്നാൽ ആ മദ്യക്കുപ്പിയിൽ അതില്ല താനും. നമ്മുടെ ഇവിടുത്തെ അടപ്പ് തോർന്ന് ഗ്ലാസ്സിലൊഴിച്ച് അതിൽ വെള്ളമൊഴിച്ച് അടിക്കുന്ന പതിവൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവരൊക്കെ പലപ്പോഴും കുപ്പിയിൽ നിന്ന് ഡയറക്റ്റും കുടിക്കത്തേ ഉള്ളൂ. എന്നാൽ ആ കുപ്പി ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പാടുമില്ല താനും.
അങ്ങനെ ഇതൊരു സാധാരണ മരണമല്ലെന്നുള്ളത് ശക്തിപ്പെടുന്ന ടിമ്മിന് ലഭിക്കുന്ന മറ്റു 2 കാര്യങ്ങൾ. അന്നത്തെ ആ കുട്ടികളുടെ ആക്സിഡന്റിലെ സോയും സുഹൃത്തുക്കളും കോറിയിലെ റെഡ് സ്റ്റെപ്സിൽ മുങ്ങി മരണപ്പെട്ടത്, അതിൻ്റെ പേപ്പർ കട്ടിങ്സും പേന വെച്ച് വരച്ചിട്ടുള്ള റെഡ് സ്റ്റെപ്സിൻ്റെ ഒരു ജോഗ്രഫി മാപ്പും. കുപ്പികളുമായി ടിം വെൻഡിക്കടുത്തേക്ക് എത്തി ലിപ്സ്റ്റിക് കാര്യം സംസാരിക്കുമ്പോൾ വെൻഡിക്കും അത് മനസ്സിലാക്കാനാകും. കാരണം അവളും ആനിയെ ലിപ്സ്റ്റിക് ഇല്ലാതെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ആനിയൊക്കെ കൊല്ലാൻ നോക്കുന്നത് ആരായിരിക്കും, എന്തിനായിരിക്കുമെന്ന് അവൾക്കും തലചൊറിച്ചിൽ. ടിം എന്നിട്ട് ആ പ്ലെയിൻ അപകടം ടിവിയിലൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ആനി തന്നോട് പറഞ്ഞെന്ന് പറയുമ്പോൾ വെൻഡിക്ക് അത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് യുക്തിവിരുദ്ധമാണെന്ന് നിൽക്കെ ടിം ടോപ്പിക്ക് മാറ്റി മുങ്ങി മരണപ്പെട്ടതിൻ്റെ കാര്യങ്ങൾ എടുത്തിട്ട് അന്നത്തെ ആ മരിച്ചവരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് ചോദിക്കേ വെൻഡിക്ക് അവരെ ആരെയും പേഴ്സണലി പരിചയമില്ലെങ്കിലും അവളുടെ പണ്ടത്തെ സ്കൂൾ ഇയർ ബുക്ക് എടുത്തു കാട്ടുന്നു. അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ആ ബുക്കിലുണ്ട്. കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിലുകൾ. വെൻഡി ടിമ്മുമൊത്ത് ഒരു നല്ല ടേംസ് ഉണ്ടായി വരുന്നതായി ഇവിടെയൊക്കെ നമുക്ക് കാണാവുന്നതാണ്. മരിച്ചവരെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷണം നടത്താൻ വെൻഡിയുടെ വണ്ടി ചോദിക്കുമ്പോൾ അവൾക്ക് എതിർപ്പൊന്നുമില്ല. അങ്ങനെ പിന്നീട് അവളുടെ കാർ ഓടിച്ച് ടീം പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത ബോർഡ് വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിക്ക് അടുത്തേക്ക് എത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം ഏകദേശം ക്ലിയർ ആക്കാവുന്നത് ഈ 2 പേരും ഒടുക്കം ഒന്നിക്കാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഒരാളെ മറ്റൊരാളെ ചതിക്കാനും. വെൻഡിയുടെ ആദ്യ ദിവസത്തെ പെരുമാറ്റവും പിന്നീട് അങ്ങോട്ടുള്ള ടിമ്മിനോടുള്ള പെരുമാറ്റവും പെട്ടെന്ന് മാറിയതായി നമ്മൾ കണ്ടതാണ്. മാത്രമല്ല വളരെ ദയാലുവായി ഇതുവരെ കാണിച്ചിരിക്കുന്ന ടിമ്മിൻ്റെ കാര്യത്തിലും ഒരു സംശയം ഫാൻസിൻ്റെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ടീംസിന് എന്താ തോന്നുന്നത്? മൊത്തത്തിൽ ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ ക്യാമറയുടെ നിരീക്ഷണത്തിലുള്ള സ്ഥലത്ത് 6B പോകുന്നത് നോക്കി ലൂക്കിന് അനധികൃത ടെസ്റ്റിന് ഹെൻഡ്രിക്സും കൂട്ടരും വിധേയമാക്കിയത് വേറെ ഒന്നും കൊണ്ടല്ല. 6B എന്തായാലും എപ്പോഴും ക്യാമറയിൽ തന്നെ ഇവരുടെ കാര്യങ്ങൾ നോക്കിയിരിക്കാൻ ഡൗട്ടോ സംശയമൊന്നുമില്ലല്ലോ. വേറെ എന്തൊക്കെ ജോലികൾ അവർക്ക് കാണും എന്ന വിശ്വാസത്തിലാണ്. എന്നാൽ 6B ഇവരുടെ ചുറ്റുകളികൾ കാണാൻ ഇടയായതായി അവരറിയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ലൂക്കിനെ ഡ്രീം ബോക്സിലേക്ക് അറിവോടെ അല്ലാതെ കയറ്റുന്നതൊക്കെ 6B കണ്ടെത്തി വിശ്വാസവഞ്ചന ഉറപ്പുവരുത്തുമ്പോൾ അടുത്ത നിമിഷം അവർ ചെന്ന് നിൽക്കുന്നത് കുട്ടികളുടെ അടുത്ത്. ഒരു പ്രോഗ്രസും ഇല്ലാതെ ചാടിക്കടക്കാനുള്ള പദ്ധതി സംസാരിച്ചിരിക്കുന്ന അവരെ തടസ്സപ്പെടുത്തി ലൂക്കിനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ബാക്കിയുള്ളവർ അകത്തേക്ക് പോകവേ ഒരു സിഗരറ്റും കത്തിച്ച് ആ മഴയത്ത് നിന്നവർ അവനോട് എന്താണ് കഴിഞ്ഞ രാത്രി നടന്നതെന്ന് ചോദിച്ചു തുടങ്ങുന്നെങ്കിലും ലൂക്കിനെ നിക്കിയ പോലെ തന്നെ ഒരു പുച്ഛഭാവമാണ്. ടെസ്റ്റിംഗ് റൂമിൽ ക്യാമറയില്ലെന്നുള്ള കാര്യം നിനക്കറിയാലോ എന്ന് തുടങ്ങി ഹെൻഡ്രിക്സും സ്റ്റാക്ക്ഹൗസും വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്ന കാര്യം 6B തുറന്നു വയ്ക്കുന്നെങ്കിലും ഇപ്പോൾ ഈ മഴയത്ത് ഇങ്ങനെ പുറത്തു വന്നിരുന്ന് തന്നോട് സംസാരിക്കുന്നത് കാണുന്ന ലൂക്കിനും അവർക്കെല്ലാവരും തമ്മിൽ എന്തോ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെന്നത് അവന് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു വീക്ക് ലിങ്കിനെ തപ്പി നടന്ന ലൂക്കിനിപ്പോൾ ഒരവസരം കിട്ടുമ്പോൾ 6B ഒന്ന് ചഞ്ചലപ്പെടുത്താനെന്ന പോലെ അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? അത് കഷ്ടമാണല്ലോ എന്നൊക്കെ പറയുന്നതിലും 6B നിനക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു പോകുന്നു. വേല ഇങ്ങോട്ട് ഇറക്കണ്ട എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അങ്ങനെ തിരികെ റൂമിലേക്ക് നടക്കുന്ന ലൂക്ക് കാണുന്നത് ടോണിയെയാണ്. വളരെ ആവശ്യമായിട്ടുള്ള ഹാരിയെ പിടിച്ചുകൊണ്ട് വരുന്നത്. അവനിൽ നടത്തിയ ടെസ്റ്റ് എത്രമാത്രം ഇൻറ്റൻസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. ലൂക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നെങ്കിലും ടോണിക്കൊന്നും പറയാൻ സൗകര്യമില്ല. സ്വാഭാവികം. മുറിയിലേക്ക് കയറ്റും മുന്നേ ഹാരി അവിടെ ഛർദ്ദിക്കുന്നതിനെ തുടർന്ന് ക്ലീൻ ചെയ്യാൻ മുറിനെ വിളിച്ചിട്ട് പോകുമ്പോൾ ഒട്ടും വൈകാതെ തന്നെ എത്തുന്ന അവർ പുതിയ കുട്ടികളുടെ ഓരോ കഷ്ടപ്പാടുകളെപ്പറ്റി സിമ്പതി പ്രകടിപ്പിക്കുന്നത് കണ്ട് ലൂക്ക് ഇതെല്ലാം നിങ്ങളുടെ വെറും പ്രഹസനം മാത്രമല്ലേ എന്ന് ചോദ്യം ചെയ്ത് അടക്കുന്നു. എന്നാൽ മൊറീന് അവിടെയുള്ള എല്ലാവരോടും ഒരു അനുകമ്പയുണ്ടെന്ന് അവൾ തെളിയിക്കുന്നത് ലൂക്ക് അവരെ അവിടുന്ന് തൊട്ടടുത്തുള്ള ഒരു ഐസ് മെഷീൻ അടുത്തേക്ക് കൊണ്ടുപോയി നിർത്തുമ്പോൾ. കാരണം അവിടെ ക്യാമറയുടെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് എന്ന് മാത്രമല്ല പറയുന്ന വോയിസുകളും കേൾക്കാൻ കഴിയില്ല. മെഷീൻ വൃത്തിയാക്കുന്ന പോലെ പുറമേ നിന്നവർ ലൂക്കിനോട് സത്യസന്ധതയോടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നിയന്ത്രിക്കുന്നവരുടെ ശക്തി നമുക്ക് വിചാരിക്കാൻ കഴിയുന്നതിന് മേലെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. മൊറീന് ഇങ്ങനെ തുടച്ചു നടക്കുന്നതല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ലൂക്കിന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ മൊറീൻ സമ്മതിക്കുന്നത് അവരുടെ സാഹചര്യം അങ്ങനെയാണ്. തുനിഞ്ഞിറങ്ങാൻ കഴിയില്ല. ജോലി ചെയ്ത് കുടുംബത്തെ നോക്കേണ്ടതുണ്ട്. ഒന്ന് നിന്നിട്ട് ലോക്ക് ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു അവൻ്റെ പേരെന്ന്. ഇത് കേട്ട് മൊറീൻ കുറച്ച് ഇമോഷണൽ ആവുന്നതിന് കാരണം അവൻ ചോദിച്ചത് അവരുടെ മകനെ കുറിച്ചാണ്. TP വെച്ചിട്ട് ലൂക്ക് മനസ്സിലാക്കിയതായിരിക്കണം മൊറീൻ്റെ നഷ്ടപ്പെട്ടു പോയ മകൻ ജേക്കബിനെ കുറിച്ചുള്ള സംസാരം വരുമ്പോൾ അതുപോലെയാണ് താനും ഇവിടെയുള്ള മറ്റു കുട്ടികളും എന്ന് പറഞ്ഞ ലൂക്ക് അവരെ ഒന്ന് ബൂസ്റ്റാക്കാൻ നോക്കുന്നതിലും പ്രയോജനമില്ല. അങ്ങനെ അന്ന് രാത്രി ഒരു വലിയ സംഭവം നടക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന ലൂക്കിൻ്റെ മൈൻഡിൽ എന്തൊക്കെയോ ഒരു തോന്നൽ. പുതുതായി വന്ന ഹാരിയുടെ റൂമിൽ ആ ഇരട്ട സഹോദരിമാർ ചേർന്ന് ഇഴഞ്ഞു നിൽക്കുന്ന അവനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നതും പിന്നാലെ അവൻ സമനില തെറ്റി അവിടെ കിടക്കുന്ന ഡമ്പലെടുത്ത് ഗ്രറ്റയുടെ തലയടിച്ച് പൊട്ടിക്കുന്നതും. ലൂക്ക് ഞെട്ടിയണീറ്റ് എന്തോ വല്ലായ്മ വന്ന് ഗാർഡ്സിനെ വിളിച്ചുകൊണ്ട് ഹാരിയുടെ റൂമിലേക്ക് പോയി മുട്ടി നിൽക്കെ ടോണി ഒരു സെക്യൂരിറ്റിയുമായി പാഞ്ഞെത്തുന്നു. ലൂക്ക് നിന്നുകൊണ്ട് ഇതിനകത്തെന്തോ പ്രശ്നം നടക്കുന്നു എന്ന് പറയുമ്പോൾ അവന് തൊട്ടു മുന്നേ തോന്നിയ അതേ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടഞ്ഞു നിന്ന ഹാരി ഡമ്പലെടുത്ത് അടിക്കുന്നതും ഇവരെ കഥ അൺലോക്ക് ചെയ്യുന്നതും ഒരുമിച്ച്. അപ്പോൾ ലൂക്കിന് ഇവിടെ എത്തിയതിനു ശേഷം ഇപ്പോൾ മനസ്സിലുള്ള കാര്യങ്ങൾ മാത്രമല്ല നടക്കാൻ പോണ സംഭവങ്ങൾ വരെ അറിയാനുള്ള അപൂർവ നൈപുണ്യം ലഭിച്ചിരിക്കുകയാണ്. അതൊരു അത്ഭുതം തന്നെ. എന്തായാലും ഈ ഒരു സംഭവത്തോടെ മാനസികമായി ഡൗൺ ആയിരിക്കുന്ന ലൂക്ക്, നിക്കി, ഏവറി, ജോർജ് എന്നിവരെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് പകരം 6B എത്തി പറയുന്നത് ഹാരിയിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ സൈഡ് എഫക്ട്സ് ആണ് കഴിഞ്ഞ രാത്രി സംഭവിച്ചതെന്നും നല്ല കാര്യം അവർ 3 പേരും ഓക്കെയാണ്, ഭേദമായി വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മുടെ ജോലിയെ ദൗത്യതയെ ബാധിക്കാൻ പോണില്ലെന്നും ഒരു കുട്ടി വയലന്റ് ആയതും മറ്റു കുട്ടി മരിച്ചു പോകുന്നതിന് തൊട്ടടുത്ത് വരെ എത്തിയതും കൊണ്ട് ഇതിന്റെ പ്രാധാന്യം ഒട്ടും കുറയാൻ പോണില്ലെന്നും അറിയിച്ചിട്ട് പോകുന്നു.
ഇടയ്ക്ക് ജോർജ് അവരെ ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നെങ്കിലും 6Bയുടെ റിപ്ലൈ അതിന് സാധ്യമല്ലെന്ന്. ലൂക്ക് ഏവിയറുടെ ഈ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഹാരിയുടെ റൂമിനടുത്തായാണ് ടോണിയും ഗാർഡ്സും ഒക്കെ നിൽപ്പുള്ള റൂമുണ്ടായിരുന്നത്. എന്നിട്ടും അവർ ഈ ശബ്ദമൊന്നും കേട്ട് കൃത്യസമയത്ത് പ്രവർത്തിച്ചില്ലല്ലോ എന്ന് ആ ഐസ് മെഷീൻ അടുത്ത് നിന്ന് സംസാരിക്കവേ ടോണി പ്രത്യക്ഷപ്പെടുന്നു. ഏവറി ലൂക്ക് ചെയ്തത് എന്തായാലും നല്ല കാര്യമെന്ന് പറഞ്ഞ നിൽക്കെ ലൂക്ക് ഒരു കാര്യം ചോദിക്കുമ്പോഴാണ് അയാൾ എത്തുന്നത്. നിനക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിൽ വരുമോ എന്നതിന് ഏവറിയുടെ മറുപടി അങ്ങനെയൊന്നും ഇതേവരെ ഉണ്ടായിട്ടില്ലെന്ന്. ഈ ക്ഷണത്തിൽ ടോണി എത്തി ലൂക്കിനെ കൊണ്ടുപോകുന്നത് ഏവറി പറഞ്ഞ പോലെ ഇതോടെ TP പവർ ലൂക്കിനുണ്ടോ എന്നുള്ള ശക്തമായ സംശയം അവർക്കുണ്ടായി കാണും. ഇത് കൺഫേം ചെയ്യാനായി ഒരു പ്രത്യേക ടെസ്റ്റിന് വേണ്ടിയാണ് അവനെ ഹെൻഡ്രിക്സിനടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ ഇത് മനസ്സിലാക്കി തന്നെ ബാക്ക് ഹാഫിലേക്ക് വിട്ടാൽ മുമ്പ് കണ്ട ആ കാട് പിടിച്ച ഗ്രൗണ്ട് എന്താണെന്ന് പോയി നോക്കാമെന്ന് ലൂക്ക് പറയുമ്പോൾ എന്നാൽ ആ ഹാഫിലുള്ള സെക്യൂരിറ്റിയും സുരക്ഷയെക്കുറിച്ചൊന്നും കലീഷ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ടെസ്റ്റിംഗ് റൂമിലെത്തിച്ച് ടോണി ലൂക്കിനോടായി ഇവിടെ സാധാരണമായി നടത്തുന്ന ടെസ്റ്റുകൾ കൂടാതെ ചില പ്രത്യേക ടെസ്റ്റുകൾ നടത്താറുണ്ട്, ചില പ്രത്യേക ആളുകൾക്ക് വേണ്ടി, അതായത് സത്യം പറയാത്ത ആളുകൾക്ക് വേണ്ടി. നീ സത്യം പറയുന്നവനാണോ ലൂക്ക് എന്ന് ചോദ്യം ചെയ്യുമ്പോൾ അതെ എന്നവനും. ലൂക്കിന് TP ഡെവലപ്പ് ആയതും അതവൻ മറച്ചു വയ്ക്കുന്നു എന്നുള്ള ശക്തമായ സംശയം ഇവരിൽ ഉണ്ടായിട്ടുണ്ടെന്ന് സാരം. ടെലികൈനസിസ് ഉണ്ടായിരുന്ന ലൂക്കിന് TP പവർ ഡെവലപ്പ് ആയതിൻ്റെ സംശയം എന്നെപ്പോലെ തന്നെ നിങ്ങളെ ചിലർക്കും തോന്നിയിട്ടുണ്ടാകും. അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിലാണ് ഡോക്ടർ ഹെൻഡ്രിക്സ് ലൂക്കിനോട് ഇവിടെ വെച്ച് പറയുന്നത്. കഴിവുകൾ റിലേറ്റഡ് ആണ്. ഒരു കഴിവുണ്ടെങ്കിൽ മറ്റു കഴിവുകൾ ഉണർത്തിയെടുക്കാനുള്ള പ്രാപ്തിയുണ്ട്. അതേപ്പറ്റി തെളിയിച്ചൊരു സംഘത്തിലെ ഒരുവനുമാണ് താനെന്ന് ഡോക്ടർ പറയുന്നെങ്കിലും ലൂക്കിന് ഞാനെങ്ങനെ TP ആകാനാണ്, ചിലപ്പോൾ എന്നിൽ ആ കഴിവില്ലായിരിക്കും എന്നൊക്കെ പറയുന്നെങ്കിലും അവൻ ചെന്ന് അവസാനിക്കുന്നത് അവിടെ മറ്റൊരു ടോർച്ചർ ടെസ്റ്റിലും. ഒരു വാക്വം ചേംബറിലായി നിർത്തി ഹെൻഡ്രിക്സ് ഇപ്പോൾ ചിന്തിക്കുന്ന വസ്തുവിനെക്കുറിച്ച് ആഖ്യാനിക്കാൻ പറയുമ്പോൾ അറിയില്ല എന്നവന്. പിന്നാലെ ആ ചേംബറിനുള്ളിലെ വായു വലിച്ചെടുക്കുന്നതും അവൻ ശ്വാസം മുട്ടി വെപ്രാളപ്പെടുന്നു. ഇങ്ങനെ പലതവണ നടക്കുന്നതിലും അവൻ അവൻ്റെ രഹസ്യം പറയാതെ തന്നെ സോളിഡായി നിൽക്കുന്നതിന് കാരണം അവനറിയാം ഇവരൊന്നും എന്തായാലും തന്നെ കൊല്ലാൻ പോണില്ലെന്ന്. ഹെൻഡ്രിക്സ് ഒടുവിൽ ഫലം കാണാതെ ഇത് മതിയാക്കി ലൂക്കിനെ തിരിച്ചുവിടുന്നു. അങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ അവസാനത്തോടടുക്കുമ്പോൾ ലൂക്കിനെ തിരിച്ചുവിട്ട് സ്റ്റോർ റൂമിലെ സ്ഥിരം റൂട്ടീനെത്തുന്ന ഡോക്ടറെ കാത്തു നിൽക്കുന്ന 6B പരിപാടി തുടങ്ങും മുമ്പ് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയുന്നു. രഹസ്യമായി എക്സ്പെരിമെൻറ്റുകൾ നടത്തുന്നതിനെ ചൂണ്ടുമ്പോൾ ആദ്യം ഡോക്ടർ ഒന്ന് എതിർക്കാൻ ശ്രമം നടത്തുന്നതിലും സ്റ്റാക്ക് ഹൗസിന് നിർബന്ധമാണെന്ന് പിന്നങ്ങ് സമ്മതിക്കേണ്ടി വരുവാണ്. ഇവിടെ നടത്തരുതെന്ന് വിലക്കുള്ള പ്രീകോഗ് ആണോ ലൂക്കിനെ വെച്ച് നടപ്പാക്കാൻ നോക്കുന്നതെന്ന് 6B ചോദിക്കുമ്പോൾ നമുക്ക് PC എന്നതിൻ്റെ ഒരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. പ്രീകോഗ്, അതാണപ്പോൾ PC എന്ന് പറയുന്നത്. ഭാവിയിൽ നടക്കാൻ പോകുന്നതേക്കുറിച്ചുള്ള അറിവിനെയാണ് പ്രീകോഗ്നിഷൻ എന്ന് പറയുന്നത്. സോ ഇത് തെളിയിക്കുന്ന ഒരു കാര്യം, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും മുമ്പ് ഹെൻഡ്രിക്സ് സൂചിപ്പിച്ച പോലെ ഇതുപോലുള്ള മറ്റ് സൗകര്യങ്ങളിലും എതിരാളികളുടെ മനസ്സിലേക്ക് കയറിപ്പറ്റി അവരെ കൊണ്ട് അക്രമങ്ങൾ കാട്ടുക മാത്രമല്ല ചെയ്യാൻ കെൽപ്പുള്ളത്, അവരുടെ നീക്കങ്ങൾ ചൂടുവയ്ക്കും മുന്നേ തന്നെ അറിഞ്ഞ് തയ്യാറാവാൻ വേണ്ടിയിട്ടുകൂടാണ്. ഇതുവഴി രാഷ്ട്രീയവും സർക്കാരിനെയും ഒക്കെ വരുതിലാക്കിയാൽ ലോകം തന്നെ നിയന്ത്രിക്കാൻ ഇവരെ കൊണ്ട് കഴിയും. എന്തായാലും സ്റ്റോർ റൂമിലേക്ക് തിരികെ ചെല്ലുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് പ്രവർത്തിക്കാൻ തുടങ്ങിയ ദേഷ്യം പ്രകടിപ്പിച്ചിട്ട് 6B തൽക്കാലം ഈ സംഭാഷണം നടന്നത് സ്റ്റാക്ക് ഹൗസിനെ അറിയിക്കേണ്ടെന്നും ലൂക്കിനുടൻ ബാക്ക് ഹാഫിലേക്ക് മാറ്റാനും ഉത്തരവിടുന്നു. എന്നാൽ ഹെൻഡ്രിക്സ് തന്നെ എതിർക്കുന്നതിന് കാരണം ലൂക്കിൽ TP ഡെവലപ്പ് ആയോ എന്നത് ഇനിയും കൺഫേം ആയിട്ടില്ല. വാക്വം ചേംബറിൽ 7 തവണയാണ് അവനെ ശ്വാസം മുടിച്ച് നിർത്തിയത്, എന്നിട്ടും ഒരു സൂചനയും ലഭിച്ചില്ല. ടെലിപ്പതിക്ക് ആവാത്തവനെ ആ ഹം റൂമിൽ എത്തിച്ചാൽ അവൻ്റെ മൈൻഡിന് തന്നെ അത് ഹാനികരമാകുമെന്ന് ഹെൻഡ്രിക്സ് ഉറപ്പിക്കുന്നു. റിക്കവറി റൂമാണ് അയാൾ ഉദ്ദേശിച്ചത്. എന്നാൽ 6Bക്ക് അവൻ്റെ കള്ളത്തരം നല്ലോണം മനസ്സിലായി എന്ന പോലെ ഇതെല്ലാം അവൻ ഫ്രണ്ട് ഹാഫിൽ തുടരാൻ കളിക്കുന്ന കളിയാണെന്നും TP ഡെവലപ്പ് ആയതിനെ കുറിച്ചിട്ട് മറയ്ക്കുന്നതാണെന്നും എന്തായാലും പറഞ്ഞ പോലെ ചെയ്യാൻ പറഞ്ഞിട്ട് പോകുന്നു. എന്തൊക്കെയായാലും 6Bക്ക് കൂടെ നിന്ന് തരികിടപ്പണി കാണിച്ചതിൻ്റെ അരിശം കുറച്ചൊന്നുമല്ല. ആ ദേഷ്യത്തിൽ ഇടയ്ക്ക് വെച്ച് ഡോക്ടറെ പിടിച്ച് തെള്ളുന്നുമുണ്ട്. അങ്ങനെ സ്റ്റാക്ക് ഹൗസിനോട് സാധാരണ പോലെ ഇടപഴകാനും പറഞ്ഞ് ഇനി ലൂക്കിൻ്റെ TP പ്രൂവ് ചെയ്യാനുള്ള വഴിയെപ്പറ്റി ആലോചിച്ചുകൊണ്ടും 6B പോകുന്നു. ശ്വാസം മുട്ടിച്ച് വീക്കായ ലൂക്കിനെ മുറിയൻ റൂമിൽ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ അവിടെ കാത്തിരിപ്പുള്ള ഏവറി ലൂക്കിനെ കിടത്തിയിട്ട് നല്ലവണ്ണം റെസ്റ്റ് എടുക്കുന്നു, എനിക്ക് ഇനിയും ജോലി കിടക്കുവാണെന്നും പറഞ്ഞു പോകാൻ നിൽക്കുന്ന അവരുടെ മനസ്സിലുള്ള ചില ശകലങ്ങൾ ഏവറിക്ക് ചൂഴ്ന്നെടുക്കാൻ കഴിയുന്നു. മൊറീൻ ഇത് മനസ്സിലാക്കി വല്ലാണ്ട് ഇറങ്ങി പോകുന്നതിന് പിറകെ ഏവറി ലൂക്കിനോടായി ഉറങ്ങിപ്പോരെന്ന് പറഞ്ഞിട്ട് പറയുന്നതോ ആ റിക്കവറി റൂമിനുള്ളിൽ എന്താ നടക്കുന്നത് എനിക്ക് മനസ്സിലായി, ഞാൻ അവരുടെ മൈൻഡിൽ കണ്ടു ലൂക്ക് എന്നും. മൊറീൻ ആ റൂമിലേക്ക് സ്ട്രെച്ചറിൽ കിടത്തി കുട്ടികളെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഗ്ലിംസ് കാണിച്ചപ്പോൾ മിക്കവാറും അതിനകത്ത് നടക്കുന്നത് ഇതുപോലെ എന്തെങ്കിലും ആവാം. ഓപ്പണിംഗ് ഗ്രേഡ്സിൽ ഒരു റൂമിലായി കുറേ കുട്ടികളെ കിടത്തി തലയിലായി VR ഡിവൈസ് പോലെ എന്തോ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണിത്. ഒരുപക്ഷെ ഇങ്ങനെ ഇതുവഴിയായിരിക്കാം മറ്റുള്ളവരുടെ റിയാലിറ്റിയിലേക്ക് കടന്ന് അവരുടെ മൈൻഡിലേക്ക് കയറിപ്പറ്റി നിയന്ത്രിക്കുന്നുണ്ടാവുക, മുമ്പ് പൈലറ്റിൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്തത്. എന്തായാലും ഓപ്പണിങ്ങിലെ ഈ സീക്വൻസ് ഡ്രീം ബോക്സിൻ്റെതാണെന്ന് നമുക്ക് ഈ എപ്പിസോഡിലൂടെ മനസ്സിലായി. ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പുതിയ 3 കുട്ടികൾ ഹാരി, ഗ്രെറ്റ, ഗർഡ എത്തിയതും തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. ഈ 5ാം എപ്പിസോഡ് തുടങ്ങുന്നത് മൊറീൻ ഒരു സ്ട്രെച്ചർ ഉരുട്ടിക്കൊണ്ട് പോകുന്നതിൽ നിന്നാണ്. അതിൽ കിടക്കുന്ന ആരാന്നറിയാമോ? ലൂക്കിനെയും മറ്റുള്ളവരെയും പോലെ എത്തിപ്പെട്ട ഒരു കുട്ടി. അതിനെ മരിച്ച അവസ്ഥയിലാക്കി റിക്കവറി റൂമിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മളെല്ലാം കരുതിയ പോലുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ബാക്ക് ഹാഫിലേക്ക് എത്തുന്ന കുട്ടികളെ ചെയ്യുന്നത് ആ റിക്കവറി റൂമിൽ കൊണ്ടെത്തിച്ച്
അവിടെ VR ഹെഡ്സെറ്റ് പോലെ എന്തൊക്കെയോ ഘടിപ്പിച്ച് ടാസ്ക് നടത്തിയ ശേഷം അവരുടെ കഴിവുകളുടെ മാക്സിമം അവർ പിഴിഞ്ഞെടുക്കും. കുട്ടികൾ മരിക്കും വരെയും. അപ്പോൾ മുൻപ് പറഞ്ഞ പോലെ കരീഷയ്ക്കും ലൂക്കിനും ഒന്നും തിരികെ വീട്ടിലേക്കൊരു പോക്ക് എന്നതില്ല. റിക്കവറി റൂമിൽ കിടന്ന് തീരുക. ആ റൂമിനുള്ളിലായി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റു ചില എംപ്ലോയീസിനെയും നമ്മൾ കാണുമ്പോൾ മൊറീൻ്റെ പണി അത് മാത്രമല്ല. ഓരോ സജ്ജമായ കുട്ടികളെ മയക്കി കിടത്തി റൂമിലേക്ക് കയറ്റുന്നതോടൊപ്പം നിലച്ചു പോകുന്ന കുട്ടികളെ അവിടെ നിന്നെടുത്ത് നേരെ ചൂളയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവരുടെ സഹായത്തോടെ കയറ്റി അഗ്നിക്കിരയാക്കുമ്പോൾ ഇതിൻ്റെ പുകയാണ് പുറത്ത് വമിക്കുന്നതായി കാണാറുള്ളത്. മുൻപ് നിക്കിയും ലൂക്കും കണ്ടതും. റിക്കവറി റൂമിൽ എന്താണെന്ന് എനിക്കറിയാം. എന്നാൽ ഈവറിയുടെ മൈൻഡിൽ നിന്ന് ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പുറത്തേക്കെത്തി ആ പുക വമിക്കുന്നത് കണ്ട് നമ്മളും ഇങ്ങനെ ചിമ്മിനിയിൽ തീരാനുള്ളതാണ് എന്ന് പരിപോഷിച്ച് നിൽക്കുന്ന ഈവറിയോട് ലൂക്കിന് ഒന്നേ പറയാനുള്ളൂ, ഇല്ല, നമ്മളങ്ങനെ തീരാൻ ഞാൻ അനുവദിക്കില്ല. അപ്പോൾ നിക്കി പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരിക്കൽ പുക വമിക്കുമ്പോൾ എത്ര കുട്ടികളാണ് അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, പോലീസുകാരും സർക്കാരും ഒക്കെ മണ്ടന്മാരാണോ എന്ന്. കാരണം ഇങ്ങനെ കുട്ടികൾ മിസ്സായിക്കൊണ്ടിരിക്കുന്നത് ഗൗരവമുള്ളൊരു കാര്യമല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയിൽ ഒരു കൊല്ലം മിസ്സിംഗ് ആവുന്ന കുട്ടികളുടെ കണക്ക് ഏകദേശം 4,60,000-ഓളമാണ്. കുറേ കുട്ടികളെ കൺമാണ്ടായി അന്ന് തന്നെ തിരികെ കിട്ടുന്നുണ്ടെങ്കിലും ഇതൊരു വലിയ കണക്ക് തന്നെ. അതുകൊണ്ട് അന്വേഷണ വകുപ്പിന് ഇതിനിടയിൽ ഇതുപോലെ ആഴ്ചതോറും 3-4 പേരെ പിടിച്ചുകൊണ്ടുപോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേൽ സംശയം വരാനും ട്രാക്ക് ചെയ്യാനുമൊക്കെയുള്ള ചാൻസ് വിരളവും. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇതിനെല്ലാം മേലെ ഇവർക്ക് വ്യാജമായ വിവരങ്ങൾ പബ്ലിക്കിലേക്ക് എത്തിക്കാനാകും. ഉദാഹരണത്തിന് ലൂക്കിൻ്റെ കാര്യമെടുക്കാം. അവനെ 6B ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നത് അവരും ഹെൻഡ്രിക്സും അവന് TP പവർ വന്നിട്ടുണ്ടോ എന്ന സംശയത്തിൻ്റെ നിഴലിലാണ്. ലൂക്ക് ഇല്ലെന്ന് തന്നെ കുളായി നിൽക്കുമ്പോൾ തെളിയിക്കാൻ 6B ചെയ്യുന്ന പണിയോ ആ ലാപ്ടോപ്പിൽ ഒരു വാർത്ത ലോഡ് ചെയ്തിട്ട് അതിലേക്ക് നോക്കി നിൽക്കുന്ന കണ്ട് അവന് വശപ്പിശക തോന്നി TP പവർ യൂസ് ചെയ്ത് മനസ്സിലാക്കുന്നതോ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത. ലൂക്കിൻ്റെ അമ്മയും അച്ഛനും കൊല്ലപ്പെട്ടിരിക്കുന്നു. അതും മകൻ മാതാപിതാക്കളെ കൊന്നിട്ട് ഒളിവിലാണെന്നുള്ള ആർട്ടിക്കിൾ ലൂക്കിന് ഞെട്ടലുണ്ടാക്കി നോക്കുന്ന പാടെ അവൻ്റെ കൺട്രോൾ വിട്ട് നേരെ 6B ചെന്ന് പിടിച്ചു വലിക്കുന്നു. അതിൽ അവർക്ക് ചെറിയ മുറിവും പറ്റുന്നതിന് പിറകെ സെക്യൂരിറ്റികൾ വന്ന് പിടിച്ചു നിർത്തുമ്പോൾ 6Bയും ഒട്ടും മോശമല്ല. ഷോക്ക് എടുപ്പിക്കുന്ന ഡിവൈസ് എടുത്ത് അവനെ ഉപദ്രവിക്കാൻ തുനിയുന്നെങ്കിലും സ്റ്റാക്ക് ഹൗസ് വന്ന് വിളിക്കുന്നു, നമുക്കൊരു പ്രശ്നമുണ്ടെന്നും അത്യാവശ്യമായും വരാനും പറഞ്ഞിട്ട്. ആ പ്രശ്നം വേറൊന്നുമല്ല, ടിമ്മാണ്. അയാൾ എത്തിപ്പെട്ട ആ ഫെൻസിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റേതായിരുന്നു. ആനിയുടെ മാപ്പ് വെച്ച് അവിടെത്തി ആ പുക വമിക്കുന്നതൊക്കെ കണ്ട് അകത്തേക്ക് കയറാൻ ചെല്ലുന്നെങ്കിലും നിത്യം നടക്കുന്ന പോലെ കാവൽക്കാർ ഇത് ബയോളജിക്കൽ ലാബാണ്, പകർച്ചവ്യാധിയുടെ ഗവേഷണമാണ്, പ്രവേശനമില്ല എന്നൊക്കെ പടച്ചുവിടുന്നു. എന്നാൽ നിൽക്കുന്നത് ടിമ്മായതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ അയാൾക്കുമുണ്ട്. ഒരു ലാബിന് ഇത്ര വലിയ ഇലക്ട്രിക് ഫെൻസിങ് എന്തിനാണെന്ന് തുടങ്ങി ഓരോ ചോദ്യങ്ങൾ തൊടുത്തങ്ങോട്ട് വിടുന്നെങ്കിലും ഒടുവിൽ വന്ന വഴി തിരിച്ചു പോവുകയല്ലാതെ വേറെ ഒന്നുമില്ല. ടിമ്മിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ 6Bക്കും സ്റ്റാക്കിനും അറിയാം കേട്ടോ. കിറുകുത്തിയായ ആനയുമായി സംസാരിക്കുന്നതൊക്കെ ഇവരുടെ റഡാറിൽ തെളിഞ്ഞിട്ടുണ്ട്. സംശയത്തിന്റെ പുറത്ത് അവനെ അങ്ങ് കൊന്നുകളഞ്ഞാലൊന്നും 6B ആലോചിക്കുന്നതിലും സ്റ്റാക്സ് അതിനെ എതിർക്കുന്നതിന്റെ റീസൺ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ അതൊരു തേവയില്ലാതെ ആണയാവും. ഇനി വല്ലോ സീക്രട്ട് ഏജന്റോ സ്പൈയോ മറ്റോ ആവാമെന്ന് പറയുന്നത് കേട്ട് 6B എത്തുന്ന നിഗമനം എന്തെന്നാൽ ചിലപ്പോൾ ഇവരുടെ ഹയർ ഒഫീഷ്യൽസ് തങ്ങളുടെ പ്രവർത്തികൾ നിരീക്ഷിക്കാൻ നിയമിച്ചിട്ടുള്ള ആണെങ്കിലോ എന്നും. സ്റ്റാക്ക് ഹൗസ് എന്തായാലും ടിമ്മിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് തീരുമാനമെടുക്കവേ അയാൾ അങ്ങനെ തിരിച്ച് വെന്റിക്കടുത്തേക്ക് എത്തുമ്പോൾ അവരോട് ചില കാര്യങ്ങൾ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. സർപ്രൈസ് അല്ല, ടിം പറഞ്ഞിട്ട് തന്നെയാണ്. അപകടം നടന്ന റെഡ് സ്റ്റെപ്സ് എന്ന പ്രദേശത്തെ ചുറ്റിപ്പറ്റിയുള്ള ചില ബിൽഡിംഗ് പെർമിറ്റുകളും ഡോക്യുമെന്റ്സും വസ്തുപരമായ രേഖകളും ഒഫീഷ്യൽ കളക്ഷനിൽ നിന്നെടുത്ത് അനധികൃതമായി ഉപയോഗിക്കുന്നത് വെന്നിയുടെ അഭിപ്രായത്തിൽ ഒട്ടും ശരിയല്ല. ചീഫ് അറിഞ്ഞാൽ തൻ്റെ മേലുള്ള വിശ്വാസം പോകുമെന്ന് നിൽക്കെ ടിം ഈ ഉപകാരത്തിനും കാർ തന്നതിനുമെല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഈ രേഖകളൊക്കെ എടുത്തതിൻ്റെ ഉദ്ദേശം അറിയണ്ടേ? റെഡ് സ്റ്റെപ്സിൽ നടന്ന അപകടത്തിന് ടിമ്മിന് ചില സന്ദേഹങ്ങളുണ്ട്. ഒരുപക്ഷെ അവർ വേറെ എവിടെയെങ്കിലും വെച്ച് മരണപ്പെട്ട ശേഷം ഡെഡ് ബോഡി അവിടെ കൊണ്ടാരെങ്കിലും സ്ഥാപിച്ചതായിക്കൂടെ എന്നത് ഒരു ഡൗട്ട്. മുൻപ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരിസരത്തെത്തിയപ്പോൾ അവിടുത്തെ പഴയ വേലിക്കെട്ടുകളുടെ ഒരു ഭാഗം തകർന്ന നിലയിലായിരുന്നു. റെഡ് സ്റ്റെപ്സിൽ നിന്ന് അധികം ദൂരമല്ലാത്ത ഈ സ്ഥലത്തേക്ക് അന്ന് സോയും കൂട്ടരും രാത്രി അതിക്രമിച്ച് കയറിയിട്ടുണ്ടാകുമോ എന്നൊരു ഡൗട്ട് വെന്റിക്കും വരുമ്പോൾ അവർ സൂചിപ്പിക്കുന്ന മറ്റൊന്ന്, ആ റെഡ് സ്റ്റെപ്സ് അപകടത്തിന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചുറ്റും പുതിയ ഫെൻസിങ് വന്നു. ഒപ്പം പുറത്തേക്ക് പോകാനുള്ള പുതിയൊരു വഴിയും കൂടി. എന്തായാലും ഇതെല്ലാം എത്രത്തോളം സത്യമാണെന്നറിയാൻ എവിഡൻസ് വേണം. സ്റ്റാക്ക് ഹൗസ് ടിമ്മിൻ്റെ മുൻകാല സംഭവങ്ങൾ പലതും ചോർത്തിയെടുത്ത് ഒടുവിൽ അയാളെ കാണാൻ നേരിട്ട് തന്നെ എത്തുന്നത് അയാൾ താമസിക്കുന്ന ഹോട്ടലിൽ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ആണെന്നും പറഞ്ഞ് മുന്നേ വന്നതിനെക്കുറിച്ച് ആരായവേ ടിം സംശയഭാവത്തോടെ ഹൈക്കിങ്ങിന് വന്നതായിക്കൂടെ, വരുന്ന എല്ലാവരെയും തേടി പോകാറുണ്ടോ എന്നൊക്കെ സ്റ്റാക്കിനോട് ചോദിക്കുന്നു. സോയും സംഘവും മരണപ്പെടുന്നതിന് മുന്നേയായി അവിടേക്ക് ചാടിക്കിടന്നെന്നുള്ള റൂമറുകൾ നേരാണോന്ന് ചോദിക്കുന്നതിനോട് കോൺസ്പിറസികൾ ഇങ്ങനെ ഒരുപാട് വരാറുണ്ടെന്ന് പറഞ്ഞ് പിൻവാങ്ങുന്ന സ്റ്റാക്ക് ഹൗസും സംശയങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ ഒരു കാർഡ് നൽകി. ലൂക്കിൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വിവരം പറഞ്ഞ് ജോർജും നിക്കിയും ഇവരെയും വന്ന് അവനെ സാന്ത്വനിപ്പിക്കാൻ ശ്രമം നടത്തുന്നെങ്കിലും നമുക്ക് മനസ്സിലാവും അവൻ്റെ അവസ്ഥ. അച്ഛനും പോയി, അമ്മയും പോയി, ഇനി പുറത്തേക്ക് പോയാലും ആരുണ്ട്, എന്ത് ചെയ്യാനാണ്? എന്തായാലും ഇവിടെ കിടന്ന് 6Bയുടെ ഗിനിപ്പന്നിയായി നിറയെ ചില്ലതാവുന്നതിനേക്കാൾ ഭേദമാണ് അവരോട് പക പോക്കിയിട്ട് ഇവിടുന്ന് ചാടുന്നതെന്ന് പറഞ്ഞ് ലൂക്ക് മുന്നേ ഒരിക്കൽ പറഞ്ഞ പ്ലാൻ എടുത്തിരുന്നു.
ഹോളിലെ AC സിറ്റിംഗ് റൂമിൽ ചെറിയ പണി നടത്തിയാൽ പ്രവർത്തനം തകരാറിലായി. അവിടെ ടെമ്പറേച്ചർ റൈസ് ആവുന്നതോടെ മോഷൻ ക്യാമറയ്ക്ക് അവരെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല. ആ സമയം രക്ഷപ്പെടാനുള്ള ശ്രമം നടത്താനാകും. എന്നാൽ ഇപ്പോൾ ഒന്നിനും വയ്യാണ്ടിരിക്കുന്ന ലൂക്ക് ആ റൂമിലേക്ക് കയറാൻ തന്നെ പറ്റില്ലെന്നും അതിന് ഇലക്ട്രിക് സെൻസറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് തലയിൽ കൈവച്ചിരിക്കുകയാണ് 6Bയുടെ ഒരു അനൗൺസ്മെന്റ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും മോശം വരാൻ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതാണ് ആ അനൗൺസ്മെന്റ്. നിക്കി ഫ്രണ്ട് ഹാവിൽ നിന്ന് വിട പറയുകയാണെന്നും ഫെയർവെല്ലിനെത്താനുള്ള അറിയിപ്പിൽ അങ്ങനെ ഹോളിലെത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്, നിക്കിയാണ്, റെബലാണ്. അവൻ ചുമ്മാ അങ്ങനെ പോകില്ല. സമയമായെന്ന് പറയുന്നതും 6Bയുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ഇനിയും മറച്ചു വയ്ക്കുന്നത് എന്തിനാണ്? ഇവിടുന്ന് ആരും ജീവനോടെ പോവില്ലെന്ന് പറഞ്ഞു തരാത്തത് എന്താണ്? ആ ചിമ്മിനിൽ നിന്ന് വരുന്ന പുക എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഇതോടെ 6Bയുടെ മുഖം വിളറുന്നതിന് പിറകെ നിക്കി അവിടെ മൊത്തത്തിലൊന്ന് കുലുക്കി അക്രമാസക്തനായി. ഇതിനിടയ്ക്ക് ടോണി കൊണ്ട് അയാൾ അറിയാതെ തന്നെ ഒരു പണി ഒപ്പിക്കുന്നു. നിക്കി AC റൂമിനടുത്തേക്ക് ചെന്ന് നിന്ന് അടുത്തേക്ക് ഷോക്ക് ഡിവൈസുമായി പാഞ്ഞൊരുന്ന് അവനെ പിടിച്ച് ആ സെൻസറിലേക്ക് ഒന്ന് വലിച്ചു വെച്ചെടുക്കുന്നതും അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നു. നമ്മുടെ ലൂക്കിന് ഇത് മനസ്സിലായി കേട്ടോ. അങ്ങനെ അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം കണ്ട് അമ്പരന്ന് അവിടെ നിൽക്കുന്ന മൊറീനും. ലൂക്ക് അവരെ ആ ഐസ് മെഷീൻ അടുക്കലേക്ക് എത്തിച്ച് തന്നെയും ഉടൻ തന്നെ ബാക്ക് ഹാഫിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയിക്കുന്നു. TP കരസ്ഥമാക്കിയത് 6B അറിഞ്ഞതുകൂടാതെ ലൂക്കിൻ്റെ മാതാപിതാക്കളെ അവർ കൊന്നു എന്ന് പറയുന്ന കേട്ട് എന്തിനാണ് അങ്ങനെയൊക്കെ വേണ്ടാത്തത് ചിന്തിക്കുന്നത് എന്ന് മൊറീനും. സഹായിക്കാൻ ഇനിയൊരു അവസരം കിട്ടില്ലെന്നും ഈ സ്ഥാനത്ത് മകൻ ജയിക്കായിരുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്താനേ എന്ന സംസാരം കേട്ട് മൊറീൻ ഇമോഷണലായി ഒന്നും മിണ്ടാതെ നടന്നു പോകുന്നു. അവരുടെ ഉള്ളിൽ കുട്ടികളെ ഇവിടുന്ന് രക്ഷിക്കാനുള്ള ഒരു മനസ്സുണ്ടെന്നും ലൂക്കിനറിയാം. അങ്ങനെ പിന്നീട് ലൂക്ക് വീണ്ടും മൊറീനടുത്തെത്തി മുൻപ് പറഞ്ഞതിനെ ക്ഷമിച്ചു വെച്ച് നിൽക്കെ എങ്ങനെ രക്ഷപ്പെടാനാണെന്ന് തിരക്കി ഒടുവിൽ അവർ നല്ല കാര്യം ചെയ്യുകയാണ്. മൊറീൻ്റെ കീ കാർഡ് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് കൃത്യം 11:30 ലോണ്ടറി റൂമിലെത്താനും അവിടുന്ന് പുറത്തേക്കുള്ള വഴിയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നു. കാർഡ് തിരികെ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കൊച്ചു പ്രശ്നം കൂടിയുണ്ട്, കാതിലെ കടുക്കൻ. ട്രാക്കർ വേർപെടുത്താൻ മൊറീൻ ആകെ കിട്ടിയത് ഇതും. ഇവർ തമ്മിൽ നടക്കുന്നത് എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും എന്തോ അറ്റാച്ച്മെൻ്റ് ഉള്ളതായി മൂന്നാം കണ്ണു വഴി ഇത് മൊത്തം 6B കണ്ടുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ മൊറീനെ വിളിപ്പിക്കുന്ന വഴി അവരെത്തുമ്പോൾ ലൂക്കിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ചോദിച്ചറിയുമ്പോഴാണ് മൊറീൻ സത്യത്തിൽ ലൂക്കിൻ്റെ പേരൻസ് മരിച്ചത് നേരാണെന്ന് അറിയുന്നത്. അവർക്കത് അറിയില്ലായിരുന്നു. 6B അതിനെക്കുറിച്ച് പറയുന്നത് ചെയ്യണമെന്ന് കരുതിയതല്ല. പക്ഷേ ലൂക്കിനെ കൊണ്ടുപോകുന്ന വഴി അവൻ്റെ അമ്മ എഴുന്നേറ്റതോടെ പിന്നൊന്നും നോക്കാനുണ്ടായിരുന്നില്ല. എന്തായാലും 6Bക്ക് ഇവർ തമ്മിൽ എന്തോ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി ലൂക്കിനോട് ഇനി സംസാരിക്കരുത്, അവൻ ഫ്രണ്ട് ഹാഫിൽ നിന്ന് പോകുന്നവരെ വീട്ടിലിരിക്കുക എന്നൊരറിയിപ്പും. എന്തായാലും ഇന്നത്തെ പണി ചെയ്തെടുത്തിട്ട് പോകാൻ പറഞ്ഞു വിടുമ്പോൾ എയ്വറിയും ജോർജും റിമോട്ടിന് വേണ്ടി അടികൂടുന്ന പോലെ കാട്ടി സെക്യൂരിറ്റി എത്തി ക്യാമറ അവിടേക്ക് ഫോക്കസ് ആകവേ ലൂക്ക് മെല്ലെ AC റൂമിൽ കയറി വയറുകൾ വലിച്ചു പറിച്ച് ഒരു പണി ഒപ്പിക്കുന്നു. എന്നിട്ട് ഒരവസരം കാത്ത് വിയർത്തിരിക്കവേ ഒടുവിൽ അങ്ങനെ നീണ്ട 5 എപ്പിസോഡുകൾക്ക് ശേഷം നമ്മൾ ബാക്ക് ഹാഫ് കാണുകയാണ്. എന്താണ് അവിടെ നടക്കുന്നത്? പുതുതായി എത്തിയിട്ടുള്ള നിക്കിയും ചേർത്ത് കലീഷയും ഐറിസും അങ്ങനെ ഒരു കൂട്ടം കുട്ടികളെ ഒരു സെൻട്രൽ ഹോളിലേക്ക് കൊണ്ടിരുത്തുവാണ്. അവിടെ ഒരു പ്രൊജക്ടറും കാണാം. ഇവിടെ നടക്കാൻ പോകുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ മറ്റു കുട്ടികളുടെ എല്ലാം തലയിൽ ഘടിപ്പിച്ചിട്ടുള്ള കേബിളുകൾ വഴി ഐറിസിൻ്റെ മൈൻഡുമായി കണക്റ്റഡ് ആവും. ഒരു സെൻട്രൽ മൈൻഡ് കൺട്രോൾ ഹബ് എന്ന പോലെ. ഐറിസാണ് ലീഡ് ചെയ്യുന്നത്. ഇതവളുടെ അവസാന ദൗത്യമാണെന്നും ഇത് കഴിഞ്ഞാൽ വീട്ടിൽ പോകാമെന്നും 6B ഒരു ഊർജ്ജം നൽകി അവളുടെ തലയിലായി ഒരുതരം ഡിവൈസ് ഘടിപ്പിച്ചിട്ട് ലൈറ്റ്സ് ഓഫ് ചെയ്ത് സ്ക്രീനിൽ ബ്ലർഡ് ആയിട്ടുള്ള വിഷൻസ് കാണിക്കുന്നതോടെ ചെറിയ ഗ്ലിച്ചിലൂടെ അവളുടെ മൈൻഡ് മറ്റൊരു വ്യക്തിയിലേക്ക് കയറിപ്പറ്റുവാണ്. ഒരു സ്വപ്നബന്ധ പോലെ ആണെങ്കിലും യഥാർത്ഥത്തിൽ സ്വപ്നമല്ല, ലൈവായി നടക്കുന്ന കാര്യങ്ങളാണ്. അത് നടക്കുന്നതോ റഷ്യയിൽ എവിടെ ഒരു സ്ഥലത്തും. ഒരു ഡോക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്ന ഫൂട്ടേജിൽ അയാൾ സമ്പന്നനായ ഒരു പൊളിറ്റീഷ്യനെ മുട്ടുവേദന മാറ്റാനുള്ള ചികിത്സയ്ക്ക് ചെല്ലുവാണ്. ഡോക്ടർക്ക് യാതൊരുവിധ അസ്വസ്ഥതകളോ വല്ലായ്മ ഒന്നുമില്ല. പക്ഷേ അയാളുടെ മൈൻഡ് ഇപ്പോൾ ഐറിസിനും കൺട്രോൾ ചെയ്യാനാവുന്ന അവസ്ഥയാണ്. ലക്ഷ്യം കൃത്യമായി ലഭിക്കുന്നതോടെ ഹെൻഡ്രിക്സ് എല്ലാ ടെലിപാസിനോടുമായി ഹം ശബ്ദത്തിൽ മുഴുകാൻ നിർദ്ദേശിക്കുന്നു. അതാണ് റിക്കവർ റൂമിൽ നിന്നും കേൾക്കുന്ന ശബ്ദം. ഇതോടെ ഐറിസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ബോധമില്ലാതെ ഒരു ട്രാൻസ് അവസ്ഥയിലേക്ക് പോകുമ്പോൾ ടോണിയും മറ്റൊരാളും ചേർന്ന് കമ്പിത്തിരി കത്തിച്ച് എല്ലാവരുടെയും മുഖത്തേക്ക് കാട്ടി പ്രകാശിപ്പിക്കുന്നു. ചിലപ്പോൾ ഡോക്ടറുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിൻ്റെ കരുത്ത് കൂട്ടാൻ വേണ്ടിയാകും. ഇതിൻ്റെ ഫലമെന്നോണം ഡോക്ടർ അയാൾക്ക് ഇഞ്ചക്ഷൻ നൽകാനായി ബോട്ടിൽ തപ്പുമ്പോൾ ഹെൻഡ്രിക്സിൻ്റെ നിർദ്ദേശപ്രകാരം ഡോക്ടറുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ജീവനെടുക്കുന്ന ഡ്രഗ് എന്നറിയപ്പെടുന്ന ഫെന്റനയിൽ സിറിഞ്ചിലാക്കി അയാളിൽ ഇഞ്ചക്ട് ചെയ്യിക്കുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ ആ പൊളിറ്റീഷ്യൻ നുരയും പതയും വന്ന് മരിക്കുന്നതും ഹെൻഡ്രിക്സ് ആ കണക്ഷൻ കട്ട് ചെയ്തിട്ട് പിന്നെ വിജയാഹ്ലാദമാണ്. ഡോക്ടർക്ക് എന്താ നടന്നതെന്ന് ഒരു എത്തും പിടിയും കിട്ടാതെ നിൽക്കുമ്പോൾ ഐറിസ് ആ കണക്ഷൻ ഇല്ലാതാവുന്നതും അവശയായി വീണ് അവിടെ കിടന്നിട്ട് അവസ്മാരം വന്നിട്ട് കിടന്ന് വിറയ്ക്കുവാണ്. വിഷമത്തോടെ അവളെ പിടിക്കുന്ന മൊറീനും ചിരിച്ചുകൊണ്ട് ഇത് നോക്കിയിരിക്കുന്ന ടോണിയും. ബാക്കിയുള്ളവരൊക്കെയും അപ്പോഴും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് അവർ കുട്ടികളെ ഉപയോഗിച്ച് ഓരോ കുറ്റകൃത്യങ്ങൾ നടപ്പാക്കുന്നത്. അമേരിക്ക റഷ്യയിൽ നുഴഞ്ഞേറി നടത്തിയ ആക്രമണത്തിന് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചപ്പോൾ അവശയ ഐറിസിനെ തൊട്ടടുത്തുള്ള ആ ഡോർമെറ്ററി റൂമിലേക്ക് മാറ്റുന്നു. നമ്മൾ മുമ്പ് കണ്ട ഹെഡ്സെറ്റൊക്കെ വെച്ച് കുട്ടികളെ കിടത്തിയിട്ടുള്ളതായി കണ്ട അതേ മുറി തന്നെയാണ്. മുമ്പ് 6B ഐറിസിനോട് ഇത് ലാസ്റ്റ് ടാസ്ക് കാണണം, ഇത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞത് ഒരു മോട്ടിവേഷൻ്റെ ഭാഗമാണ്.
അതാകുമ്പോൾ ഐറിസ് അവളുടെ പരമാവധി കഴിവ് ഉപയോഗിക്കുകയും ചെയ്യും. കാരണം ഉടനെ തിരിച്ചു പോകാമല്ലോ. നിക്ക് ഇത് കേട്ടെങ്കിലും അവന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല അത്. എന്തായാലും 6B പറഞ്ഞത് പച്ചക്കള്ളമാണ് തീർച്ചയായും. കാരണം ലൂക്കിനെ പോലെ തന്നെ ഐറിസിന് ഇനി വീടെന്നൊന്നുമില്ല. ഇതുപോലെ ടാസ്ക് കഴിഞ്ഞ് ഐറിസ് എഴുന്നേൽക്കുകയാണെങ്കിൽ ടാസ്ക് ഫെയിൽഡായെന്നും ഒരു തവണ കൂടി ചെയ്യേണ്ടതുണ്ടെന്നും പറയും. തിരികെ പോകാനുള്ള ആഗ്രഹത്തിൽ അവൾ വീണ്ടും പരമാവധി ശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഐറിസ് മരിക്കുന്നവരെ അവളെ കൊണ്ടിങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇവരിപ്പോൾ നടത്തിയിരിക്കുന്നതും നടത്തി വരുന്നതുമായ കൊടും കൃത്യങ്ങൾ. അടുത്ത റൂട്ടീൻ പരിപാടിക്കായി ഹെൻഡ്രിക്സിനോട് വൈകാതെ സ്റ്റോർ റൂമിലേക്ക് വരാൻ പറഞ്ഞ് പോകുമ്പോൾ എന്നാൽ അയാൾ പ്രതീക്ഷ പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. 6B ലൂക്കിൻ്റെ TP മനസ്സിലാക്കിയതായും അവനെ ബാക്ക് ഹാഫിലേക്ക് ഇനി ധൈര്യമായി മാറ്റാൻ പോവുകയാണെന്നും പറയുന്നത് ഡോക്ടർക്ക് ഞെട്ടലാണ്. കാരണം അങ്ങനെ സംഭവിച്ചാൽ അവനിൽ PC ട്രാക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. 6Bക്ക് തീർച്ചയായും ഉന്നതാധികാരികളുടെ തീരുമാനത്തെക്കാളും പ്രധാനമല്ല സ്റ്റാക്കും ഹെൻഡ്രിക്സും ചേർന്നുള്ള ഈ പരിപാടി. ഇനിയൊന്നും പറയാനില്ലെന്ന് പുറത്തിറങ്ങുന്നതും അവിടെ ഒരു മാരക മൊമെൻ്റാണ്. ലൂക്ക് അവിടെ നിൽപ്പുണ്ട്. ഭാഗ്യത്തിന് ഹെൻഡ്രിക്സ് പോകരുതെന്ന് പറഞ്ഞ് നിർത്തുന്ന തക്കത്തിന് അവൻ്റെ അടുത്ത് മെല്ലെ സ്കൂട്ടാകുമ്പോൾ വെയിറ്റ് എ മിനിറ്റ്, ഇവിടെ എന്താ സംഭവിച്ചേ? ഇവരെങ്ങനെ ഇവിടെ എത്തി? കുറച്ച് റിവേഴ്സ് പോവാം. 6B ഹെൻഡ്രിക്സിനോട് വരാൻ പറഞ്ഞ് പോകുമ്പോൾ റൂമിൽ ലൂക്കും എയ്വറിയും ഉറക്കം മുളച്ചിരുന്ന് സമയമെണ്ണുകയായിരുന്നു. മൊറീൻ പറഞ്ഞ 11:30 അടുക്കാറായപ്പോൾ അവൻ ലോണ്ടറി റൂമിലേക്ക് എത്തിപ്പെടാൻ തയ്യാറെടുത്തു. ചെവിലി ട്രാക്കർ മുറിച്ചെടുക്കാൻ എയ്വറിയുടെ കയ്യിലേക്ക് കത്രിക വെച്ച് നീട്ടിയെങ്കിലും അവന് കൈപറച്ചു. പറ്റിയില്ല. ഒടുവിൽ പ്രാണൻ പോകുന്ന വേദനയിൽ അവൻ സ്വയം ചെവി കയറി ട്രാക്കർ പുറത്തെടുത്തപ്പോൾ ചോര പോകുന്നത് തടയാൻ എയ്വറി ഒരു ഡക്ട് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നു. അല്ലാതെ പിന്നെ വേറെന്തുകൊണ്ട് അവിടെ? ട്രാക്കർ തലയണയുടെ കീഴിൽ വെച്ച് എയ്വറിയെ കെട്ടിപ്പിടിച്ച് തിരിച്ചൊന്ന് രക്ഷിക്കുമെന്ന് വാക്ക് നൽകി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുൻപ് AC റൂമിൽ പണിപറ്റിച്ചതിൻ്റെ പേരിൽ ഹീറ്റിംഗ് പ്രശ്നം മൂലം ക്യാമറയുടെ മോഷൻ സെൻസർ പ്രവർത്തിക്കാത്തത് കൊണ്ട് കണ്ടുപിടിക്കാനും കഴിയില്ല. അങ്ങനെ എയ്വറിയുടെ ടെലിപ്പതി വെച്ച് ലൂക്കുമായി ഇൻട്രാക്ട് ചെയ്ത് പമ്മിപ്പതിങ്ങി ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി എത്തുമ്പോഴാണ് എടുത്തടിച്ച പോലെ 6Bയുടെ തൊട്ടടുത്ത് വരെ എത്തിപ്പെടുന്നത്. ഭാഗ്യം കൊണ്ട് അവിടുന്ന് സ്കൂട്ടായി ലോണ്ടറി റൂമിൽ ചെന്ന് നിൽക്കുമ്പോൾ വൈകാതെ 6Bയുടെ കൺമുന്നിലൂടെ കൂളായി മൊറീനുമെത്തി അവനെ ട്രോളിയിലിരുത്തി മുകളിൽ കഴുകാനുള്ള ടവൽ കൊണ്ട് മൂടി അടുത്ത സ്ഥലത്തേക്ക്. ഇടയിൽ ടോണിയുടെ മരണമാവുന്നതിലും എല്ലാത്തിൽ നിന്നും വെട്ടിച്ചെടുത്ത് റിക്കവറി റൂമിലെത്തുന്നു. കാരണം അവിടെ നിന്ന് ചൂളവഴി പുറത്തേക്കുള്ള ഡോറിനടുക്കലേക്ക് എത്തും. പിറകിലെ പറമ്പ് വഴി റെഡ് സ്റ്റെപ്സിനടുത്തെത്തി നിൽക്കാൻ വഴി പറഞ്ഞു കൊടുത്തിട്ട് മൊറീൻ ലൂക്കിനെ അവർക്കറിയാവുന്ന റിപ്പോർട്ടറുടെ അടുക്കലേക്ക് കൊണ്ടുപോകാമെന്ന് വാക്ക് കൊടുക്കുന്നു. എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ അവരും ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുവാണ്. ഗതികേടും കുറ്റബോധവുമായി ഇപ്പോൾ നിൽക്കുമ്പോൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരാനേ പാടില്ലായിരുന്നു എന്ന് പശ്ചാത്തപിക്കുന്ന മൊറീൻ എന്തൊക്കെ വിവരങ്ങൾ അടങ്ങുന്ന ഒരു പെൺഡ്രൈവും അവന് കൊടുത്ത് ഓടിപ്പോവാൻ പറയുന്നു. ലൂക്ക് അവരെ കെട്ടിപ്പിടിച്ച് അങ്ങനെ പോകാൻ ഒരുങ്ങവേ ഐറിസിനെ കണ്ട് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവൾക്ക് അനക്കമില്ല. ലൂക്കിന് അവളോടും അവിടെ കിടക്കുന്ന ബാക്കി എല്ലാ ശരീരങ്ങളോടുമായി മാപ്പ് പറയുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഫൈനലി അവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു മാരക മൊമെന്റിൽ നമ്മൾ ഈ എപ്പിസോഡ് ത്രില്ലിംഗ് ആയി ഇവിടെ നിർത്തുമ്പോൾ മിക്കവാറും ഇനി നടക്കാൻ സാധ്യത ലൂക്ക് കുഴപ്പങ്ങളൊന്നും കൂടാതെ റെഡ് സ്റ്റോൺ അടുക്കലേക്ക് എത്തിപ്പറ്റിയാൽ അവൻ മൊറീനെ കാണുന്നതിന് മുന്നേ കണ്ടുമുട്ടാൻ പോകുന്നത് ചിലപ്പോൾ ടിമ്മിനെ ആയിരിക്കും. കാരണം രായ്ക്കനാമാനം വെൻഡിയുടെ കാറും എടുത്ത് അവിടുത്തെ രഹസ്യം കണ്ടെത്താൻ പുറപ്പെടുന്നതായി ഒന്ന് കാണിക്കുന്നുണ്ട്. ലൂക്ക് ആ ഇരുട്ടത്ത് പമ്മി പതുങ്ങി ഫെൻസിങ്ങിനടുത്തെത്തി അവിടെ താഴെ ഒരു കുഴിമാന്തി അതിലൂടെ ഞൂണ്ടിറങ്ങി അപ്പളം കിടക്കുന്നു. അതിനു മുന്നേയായി മുമ്പ് ട്രാക്കർ ചെവിയിൽ നിന്ന് മറുത്തു മാറ്റിയ ആ കത്രികയുണ്ടല്ലോ, അത് വെച്ച് ആ വേലി കുറച്ച് മുറിച്ചു മാറ്റിയിട്ട് ആരും കാണാതിരിക്കാൻ ദൂരെ ഒരു കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞിട്ടാണ് ഇഴഞ്ഞു പുറത്ത് കിടക്കുന്നത്. ദൂരെ നിന്ന് സെക്യൂരിറ്റി വരുന്നത് മനസ്സിലാക്കി പെട്ടെന്നിറങ്ങി മുതത്ത് പോറലൊക്കെ വീണ് മൊറീൻ പറഞ്ഞതുപോലെ ആ പുഴ നീന്തി കിടക്കുന്നു. അതിനടുത്തെയാണ് സെക്യൂരിറ്റി റൂമുള്ളത്. അവർക്ക് ചെറിയ സംശയമൊക്കെ തോന്നുമെങ്കിലും ലൂക്ക് ശ്വാസം പിടിച്ച് മുങ്ങിയും നീന്തിയും അക്കരെ കയറിപ്പറ്റി റെഡ് സ്റ്റെപ്സിന് അടുത്തേക്ക് നീങ്ങുമ്പോൾ ഇത്രയൊക്കെ നടന്നിട്ട് നേരം വെളുക്കാറായിട്ടുണ്ട്. ടിമ്മി നേരം അങ്ങനെ ആലിയുടെ മാപ്പ് വെച്ച് ആ റെഡ് സ്റ്റെപ്സിന് അടുത്തുവരെ എത്തി അതിൻ്റെ മെമ്മോറിയലും പിന്നെ അവിടെ ഒരു ക്യാബിൻ്റെ തകർന്ന പീസുകളും കാണുന്നു. അടുത്തു തന്നെ ബിയർ ബോട്ടിലുകളുടെ കുറേ പൊട്ടിയ പീസുകളും. ഇവിടെ നിൽക്കുമ്പോഴാണ് ടിമ്മിന് ഫോൺ വരുന്നത്. ആരുടെ? വെൻഡിയുടെ. ജോലിക്ക് പോകാൻ സമയമായി വരുന്നെന്നും വണ്ടി പെട്ടെന്ന് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നതിനോടൊപ്പം അവൾക്കറിയേണ്ടത് എന്തൊക്കെ കണ്ടുപിടിച്ചു എന്നാണ്. ടിമ്മി കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നത് വിശദമായി തന്നെ ചോദിച്ചറിഞ്ഞ് അവിടെ അധികം നേരം നിൽക്കണ്ടെന്നും പെട്ടെന്ന് തിരിച്ചു പോരാൻ നിർബന്ധിക്കുന്നൊക്കെ കേട്ട് തിരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. വെൻഡി ടിമ്മിൻ്റെ നീക്കങ്ങൾ അറിയാൻ നല്ല ഇൻട്രസ്റ്റ് എടുക്കുന്നതിൽ നിലവിൽ സംതിങ് ഫിഷി. ടിം എന്തായാലും ഇത്രയിടം വരെ എത്തി ചുമ്മാ പോകാൻ തയ്യാറല്ല. എന്തായാലും അങ്ങനെ തന്നെ ഒടുവിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അയാൾ ലൂക്കുമായി വനത്തിലുള്ള വെച്ച് കണ്ടുമുട്ടുമ്പോൾ പയ്യന് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആരോ ആണെന്നുള്ള ഒരു അറപ്പും. അടുത്തേക്ക് വിരണ്ടു നിൽക്കുന്ന അവനോടായി ടിം താനൊരു പോലീസാണെന്നും പേടിക്കണ്ട, ഇവിടെ എന്താ ഒറ്റയ്ക്ക്, അച്ഛനും അമ്മയുമാരും കൂടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന കേട്ട് അവൻ പെട്ടെന്ന് ശുഭിതനാവുന്നത് പേരൻസിനെ കുറിച്ച് ആലോചിച്ചാണ്. അവർ രണ്ടുപേരും മരണപ്പെട്ടെന്നും പറഞ്ഞ് റെഡ് സ്റ്റെപ്സിൻ്റെ അടുത്തേക്കുള്ള വഴി അറിയാമെന്നും ചോദിക്കുന്നത് കേട്ട് ടിമ്മിന് എന്തോ ഒരു സന്ദേഹം. കാരണം അയാളും അതേ ലക്ഷ്യത്തിലേക്ക് എത്താൻ വന്നിരിക്കുമല്ലേ. അവിടെ പോയിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കേ ഒരാളെ അവിടെ വെച്ച് മീറ്റ് ചെയ്യാനാണെന്നും സ്റ്റാക്ക് ഹൗസ് പിടിച്ചില്ലെങ്കിൽ അവരവിടെ തന്നെ കാണുമെന്ന് നിൽക്കുന്നതും ടിമ്മിന് വീണ്ടും അഭ്യൂഹങ്ങൾ. സ്റ്റാക്ക് ഹൗസ് ഈ നിഗൂഢ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആളാണെന്ന് ടിം അറിഞ്ഞിട്ട് അധികം സമയമായിട്ടില്ല. ലൂക്കിന് അവിടവുമായുള്ള എന്തൊക്കെയോ ഇൻഫർമേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി
തൻ്റെ വണ്ടി റോഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടെന്നും അവിടുത്തെ മുറിവൊക്കെ ഒന്ന് വെച്ചിട്ട് റിലാക്സ്ഡ് ആക്കാമെന്നും പറഞ്ഞ് കോട്ടൂരി കിടുങ്ങി നിൽക്കുന്ന ലൂക്കിന് കൊടുക്കുന്നതോടെ അവനും ചെറിയ വിശ്വാസമൊക്കെ വരുന്നു. ടെലിപ്പതി പൂർണ്ണമായും വികസിക്കാത്തത് കൊണ്ട് തന്നെ ലൂക്കിന് ടിമ്മിന്റെ മനസ്സിലിരിപ്പ് കൃത്യമായി അങ്ങോട്ട് ചൂഴ്ന്നെടുക്കാനും പറ്റുന്നില്ല. ഏവർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന അവൻ എന്തായാലും ടിമ്മിനൊപ്പം പോകുമ്പോൾ അയാൾ പ്രശ്നക്കാരനല്ല എന്ന് ഏകദേശമുള്ള ടി പി വെച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ തിരികെ 6Bയിലേക്കും സ്റ്റാക്ക് ഹൗസിലേക്കും പോകുമ്പോൾ അവർ കണ്ടുപിടിച്ചിരിക്കുന്നു ആരോ തിരയുടെ ഒപ്പിച്ചതായും അത് ലൂക്ക് ഒളിച്ചോടിയതാണെന്നും. AC വർക്കാകത്തിന്റെ സംശയത്തിൽ കൺട്രോൾ റൂമിൽ കയറി അവിടെ വയറുകൾ വിച്ഛേദിച്ചിട്ടായി കാണുന്നതിന് പിന്നാലെ മോഷൻ ക്യാമറയുടെ സെൻസർ വർക്കാകുന്നില്ലെന്നും കണ്ടെത്തുന്നു. തുടക്കത്തിൽ ഇതാരോ അട്ടിമറി നടത്തുകയാണെന്നും അതേതായാലും സ്റ്റാഫ് ആയിരിക്കുമോ എന്ന് സന്ദേഹിക്കുന്ന സ്റ്റാക്കിനോട് എന്തുകൊണ്ട് കുട്ടികളായിക്കൂടാ എന്ന് 6Bയും. ഇതിനിടയിൽ ടിമ്മിനെ കണ്ടെത്തി പോയി സംസാരിച്ചതിനെക്കുറിച്ച് സ്റ്റാക്ക് ഹൗസ് അറിയിക്കുന്നത് അയാൾ വിചാരിച്ച പോലെ പ്രശ്നക്കാരനല്ല. ഇനി ഇതിനെ ചുറ്റിപ്പറ്റി വരാതിരിക്കാൻ ശാന്തമായി താക്കീത് നൽകിയിട്ടുണ്ട്. എങ്കിലും ഇയാളെപ്പോലുള്ളവരൊക്കെ നിർത്താൻ പോകുന്നില്ലെന്നൊരു സംശയം കൂടി സ്റ്റാക്ക് ഹൗസ് ഷെയർ ചെയ്യുമ്പോൾ ടിമ്മിനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിപാടികൾക്കായി റിക്രൂട്ട് ചെയ്യാനുള്ള താല്പര്യവും സ്റ്റാക്കിൽ പ്രകടമാണ്. അതും സ്റ്റാഫിന് ക്ഷാമമുള്ള ഈ സമയത്ത്. അങ്ങനെ ലൂക്ക് കളഞ്ഞ ആ കത്രിക സെക്യൂരിറ്റീസ് കണ്ടെത്തുന്നതോടെ ഇത് 6Bയുടെ കയ്യിലെത്തുമെന്നതിൽ സംശയം വേണ്ട. അവർ ഇത് സ്റ്റാക്ക് ഹൗസിനെ കാണിച്ചുകൊണ്ട് ഏത് ജോലിക്കാരാണ് ഇത്ര കെയർലെസ്സായി നടക്കുന്നതെന്നും ഇതെങ്ങനെ കുട്ടികളുടെ കയ്യിൽ കിട്ടിയാൽ എന്തായിരുന്നേനെ എന്നൊക്കെ പറഞ്ഞ് കത്രിക ആരുടെ കയ്യിൽ നിന്നാണ് നഷ്ടമായെന്ന് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുന്നു. ആ എംപ്ലോയിയെ ഫയർ ചെയ്യാനാണ് അവരുടെ ഉദ്ദേശമെങ്കിലും സ്റ്റാക്കിന് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നല്ല ബോധമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഉള്ളവരെ കൊണ്ട് തന്നെ പരിപാടികൾ നടത്തിക്കൊണ്ടുപോകാൻ പാടുവിടുവാണ്. എന്തായാലും ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇരുവരും ഫോണിൽ സംസാരിച്ച് നിൽക്കുമ്പോൾ ഇതിനിടയ്ക്ക് 6B കത്രികയുമായി വരും മുന്നേ പോവാനിറങ്ങിയ മൊറീനെ സ്റ്റാക്ക് ഹൗസ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞ് വിളിപ്പിച്ചിരുന്നു. അവർ നല്ല ആശങ്കയുടെ മുകളിലേക്ക് നടക്കുമ്പോൾ സ്റ്റാക്ക് ഹൗസ് വിളിപ്പിച്ചതിന് ഉദ്ദേശം 6Bയിൽ നിന്ന് എന്തോ അർത്ഥം വെച്ചുള്ള പോലത്തെ സംസാരം കേട്ട് കാര്യമറിയാൻ വിളിപ്പിച്ചതാണ്. ഇനി എങ്ങാനും ഹെൻഡ്രിക്സ് മൊത്തം രഹസ്യമായി ചെയ്യുന്ന PC ട്രാക്കിംഗ് ആണ് കണ്ടുപിടിച്ചോ എന്നറിയാൻ. അത് കണ്ടുപിടിച്ചെന്ന് മാത്രമല്ല ഇപ്പോൾ രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണെന്നുള്ളത് മറ്റൊരു സത്യം. എന്നാൽ മൊറീൻ അവിടെ എത്തുമ്പോൾ നടക്കുന്നത് മറ്റൊന്ന്. അവർ പരിങ്ങളുടെ ഓഫീസ് റൂമിലേക്ക് കയറി നോക്കുമ്പോൾ കാണാം CCTVയിൽ ഇരുവരും ആ കത്രികയുമായി ചർച്ച നടത്തുന്നു. ഇതോടെ മൊറീൻ പിടിക്കപ്പെടാൻ ഇനി അധികം നേരമില്ലെന്ന് ഉറപ്പിച്ച് ഉടൻ തന്നെ അവിടെയുള്ള ഫോണിൽ അവർ മുമ്പ് ലൂക്കിനോട് പറഞ്ഞ ജേർണലിസ്റ്റിനെ വിളിക്കുന്നു. ലൂക്കിനെ റെഡ് സ്റ്റെപ്സിനടുത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞാണ് വിട്ടത്. ഇനി എന്തായാലും അത് നടക്കില്ല. ആ ജേർണലിസ്റ്റിനോടായി ലൂക്കിനെ എത്രയും പെട്ടെന്ന് പോയി മീറ്റ് ചെയ്യാനും തനിക്കിനി പറ്റുമെന്ന് തോന്നുന്നില്ല. അവനെ വെച്ച് അവൻ്റെ അനുഭവങ്ങളും ഇവിടെ നടക്കുന്ന അക്രമത്തെക്കുറിച്ചുമെല്ലാം പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുമ്പോൾ മറുതലയ്ക്കൽ ഉള്ള ആ ജേർണലിസ്റ്റ് ആരാ? കെയ്റ്റും, സ്റ്റാക്ക് ഹൗസിൻ്റെ സ്പൈ. പാവം ഇതറിയാതെ അവളെ നമ്പി ലൂക്കിനടുത്തേക്ക് പറഞ്ഞ് വിട്ടേക്കുവാണ്. ഈ സംഭാഷണം നടന്നത് നേരെ അപ്പോൾ തന്നെ സ്റ്റാക്ക് ഹൗസിൻ്റെ ചെവിയിലേക്ക് കെയ്റ്റ് വഴി എത്തുമ്പോൾ ഇരുവരും ഓഫീസിലേക്ക് തിരികെ എത്തുമ്പോൾ കാണുന്നത് കതക് ലോക്ക് ചെയ്ത് അതിൽ തൂങ്ങി ആത്മഹത്യ ചെയ്ത് നിൽക്കുന്ന മൊറീനെ. അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഒരു കുട്ടിയെ രക്ഷപ്പെടാൻ സാധിച്ചതെക്കുറിച്ചും ഇരുവരും അറിയുന്നു. കെയ്റ്റിനോട് മൊറീൻ പേരെടുത്ത് പറയാതെ ഒരു കുട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് 6B അടിയന്തരമായി ബാക്ക് ഹാഫിലും ഫ്രണ്ട് ഹാഫിലുമുള്ള സകല കുട്ടികളുടെയും ട്രാക്കിങ്ങും ഫിസിക്കൽ വെരിഫിക്കേഷനും നടത്തുവാണ്. അങ്ങനെ അതുവഴിയാണ് എസ്കേപ്പ് ആയത് ലൂക്കാണെന്ന് അറിയുന്നത്. തീർച്ചയായും ഇതെല്ലാം ഇവർക്ക് വളരെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. അവരുടെ ജീവൻ തന്നെ കൊഞ്ഞാട്ടയാവുന്ന സാഹചര്യം. കാറിനടുക്കിലേക്ക് നടക്കുന്ന ലൂക്ക് ഇന്നേരം തന്റെ എബിലിറ്റിയെക്കുറിച്ചും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നതെല്ലാം റോങ് ആണെന്നും മൊറീൻ റിസപ്ഷനടുത്തെത്തി മീറ്റ് ചെയ്യുന്ന വഴി ഒരു ജേർണലിസ്റ്റിനെ കണ്ട് കയ്യിലെ പെൻഡ്രൈവിലുള്ള രഹസ്യങ്ങൾ എക്സ്പോസ് ചെയ്യാനുള്ള പ്ലാനിനെ പറ്റി ടിമ്മിനോട് പറയുമ്പോൾ അയാൾക്കിതൊന്നും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്തായാലും സ്റ്റാക്ക് ഹൗസ് റിയലാണെന്ന് ടിമ്മിനറിയാം. അങ്ങനെ കാറിനടുത്ത് എത്തുന്നതും ടിം ആദ്യമേ അവൻ്റെ ചെവിയിലെ മുറിവ് ഇൻഫെക്ഷൻ ആകാതെ എന്തെങ്കിലും ചെയ്യണമെന്ന് നിൽക്കെ ഫോണിൽ സിഗ്നൽ എത്തുന്നു. ലൂക്കിൻ്റെ തുര കണ്ട് ടിം അവൻ്റെ പേരടിച്ച് നോക്കുമ്പോൾ കാണുന്നതോ സ്വന്തം മാതാപിതാക്കളെ കൊന്ന് കടന്നു കളഞ്ഞെന്നുള്ള വ്യാജ വാർത്ത. അയാൾ വന്നവനെ ദയോടെ ചേർത്ത് പിടിക്കുമ്പോൾ പോലീസുകാർ ലൂക്കിനെ പിടിക്കാൻ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടെന്ന് കേട്ട് അവനൊരു മരവിപ്പ് മാത്രം. ടിം ഉടൻ തന്നെ ചെക്കൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചീഫ് ജോണിനെ വിളിക്കുന്നെങ്കിലും എന്തെങ്കിലും പറയും മുന്നേ തന്നെ ഡിസ്കണക്റ്റ് ആവുന്നു. സിഗ്നൽ പ്രശ്നമായിരിക്കും. പക്ഷേ ഈ സമയത്ത് ലൂക്കിൻ്റെ മനസ്സിൽ താൻ രക്ഷപ്പെട്ടത് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ട് എന്നൊരു തോന്നൽ വരുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് റെഡ് സ്റ്റെപ്സിലേക്ക് പോയി മൊറീന് മുന്നറിയിപ്പ് കൊടുക്കണമെന്ന് വാശി പിടിച്ച് നിൽക്കുന്ന അവനെ ടിം ശാന്തനാക്കാൻ ശ്രമിക്കുന്നതിലും നടക്കുന്നില്ല. ലൂക്കിന് അവൻ്റെ ലോ TP പവർ വെച്ചിട്ട് മനസ്സിലാവുന്നത് തന്നെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിലും സഹായിക്കണമെന്നുണ്ട് ടിമ്മിന്. അതുകൊണ്ട് തന്നെ അവൻ ടിമ്മിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് തന്നെ റെഡ് സ്റ്റെപ്സിലെത്താൻ സഹായിക്കാനും അവിടെ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ താൻ പറയുന്നത് കള്ളമല്ലെന്ന്. അങ്ങനെ മൊറീൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാകാതെ ഇരുവരും റെഡ് സ്റ്റെപ്സ് കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ മൊറീൻ്റെ മരണം തൽക്കാലം വേറെ ആരും അറിയുന്ന നിർദ്ദേശം നൽകി അവരുടെ ബോഡി അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് പിന്നാലെ 6Bയും സ്റ്റാക്സും തമ്മിലുള്ള മൽപ്പിടുത്തം ഈ നടന്നതൊക്കെ അവരുടെ ബോസിനെ അറിയിക്കണോ വേണ്ടയോ എന്നതിനെ ചൊല്ലി. 6B പറയുന്നുണ്ട് ഈ വിവരം ആ തലപ്പത്തിരിക്കുന്ന ആളുടെ ചെവിയിലെത്തിയാൽ പിന്നെ തൻ്റെ മാത്രമല്ല സ്റ്റാക്കിൻ്റെ ഉൾപ്പെടെയുള്ള വിധി അധികം വൈകാതെ ചൂളയിൽ എരിഞ്ഞു തീരാനാണ് എന്ന്. അതായത് മുമ്പൊരിക്കൽ പറഞ്ഞ പോലെ എല്ലാം എക്സ്പോസ്ഡായി ഒരു അധപ്പതനം ഉണ്ടായാൽ എല്ലാവരും ഒരുമിച്ചേ വീഴുള്ളൂ. ആരും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോണില്ല. എന്നാൽ ഈ ന്യൂസ് പുറത്തറിയും മുന്നേ ലൂക്കിനെ തിരികെ ഫെസിലിറ്റിയിലേക്ക് എത്തിച്ചാൽ ആപത്ത് ഒഴിവാക്കാമെന്ന് സ്റ്റാക്ക് ഹൗസ് പറയുന്നു. അതേ ഉള്ളൂ ഒരേ ഒരു വഴിയും.
കെയ്റ്റിനെ അയാൾക്ക് വിശ്വാസമാണ്. മാത്രമല്ല അവളിപ്പോൾ ലൂക്കിനെ കാണാൻ റിസപ്ഷനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെക്കനെ പിടിവിടുന്ന അടുത്ത നിമിഷം ഇവിടുന്ന് ഒരു ബാക്കപ്പ് ടീമിനെ അങ്ങോട്ടേക്ക് അയച്ചാൽ തീർന്നു, അത്രയേ ഉള്ളൂ. പിന്നെ പേടിക്കാനൊന്നുമില്ല. ഇതാണ് സ്റ്റാക്ക് ഹൗസിന്റെ ഐഡിയ. പക്ഷേ ഇദ്ദേഹം അറിയുന്നില്ലല്ലോ ചെക്കനൊപ്പം ഇപ്പോൾ വേറൊരു അഭ്യാസി കൂടി ഉണ്ടെന്നുള്ള വിവരം. അവരിരുവരും അങ്ങനെ റെഡ് സ്റ്റെപ്സിനടുത്തെത്തി ടിം ലൂക്കിനോട് തൽക്കാലത്തേക്ക് ഒന്ന് ഹൈഡ് ചെയ്തോളാനും താനൊന്ന് ചുറ്റും പറഞ്ഞിട്ട് എന്ന് നോക്കാൻ പോകുന്നു. അഥവാ ടിമ്മിന് എന്തെങ്കിലും സംഭവിച്ചാൽ ചീഫ് ജോണിന്റെ അടുത്ത് ചെല്ലണമെന്ന് ഒരു അഡ്വൈസും. ടിം അങ്ങനെ മൊറീനെ വിളിച്ചുകൊണ്ട് ചെന്ന് നിൽക്കുന്നത് കെയ്റ്റിന്റെ അടുക്കൽ. ബാറിൽ വെച്ച് കണ്ട പരിചയപ്പെട്ട ആളെ കണ്ട് ടിം അമ്പരപ്പോടെ എന്താ കാര്യമെന്ന് തിരക്കുമ്പോൾ മൊറീൻ പറഞ്ഞിട്ട് ഒരു കുട്ടി അന്വേഷിച്ച് വന്നതാണെന്ന് പറയുന്നു. അവൾക്കറിയാം ചെക്കൻ ഇവിടെ എവിടെയോ തന്നെ ഉണ്ടെന്ന്. ടിം ഒന്നും വിട്ടുപറയാൻ നിൽക്കുന്നത് കണ്ട് കെയ്റ്റ് അവിടെ നിന്നുകൊണ്ട് ഉച്ചത്തിൽ മൊറീൻ പറഞ്ഞിട്ട് വന്നതാണെന്നും ജേർണലിസ്റ്റ് ആണെന്നും പറഞ്ഞു കേട്ട് ലൂക്ക് അവിടേക്ക് എത്തി നിൽക്കുന്നു. കെയ്റ്റ് പറയുന്നത് സത്യമാണെന്ന് ടിമ്മിനെ അറിയിച്ചുകൊണ്ട്. സത്യത്തിൽ അത് സത്യം തന്നെ. കാരണം മൊറീൻ കെയ്റ്റിനെ വിളിച്ചു പറഞ്ഞതും ഇതുതന്നെയല്ലേ. അപ്പോൾ ലൂക്കിന്റെ എബിലിറ്റി വെച്ച് അത് ക്ലിയർ ആക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവന് സംശയം ജനിക്കുന്നത് നമുക്കിവിടുന്ന് എവിടേക്കെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തണമെന്ന് കെയ്റ്റ് പറയുന്നത് കേട്ട് അവൾ എന്തോ മറയ്ക്കുന്നതായി ലൂക്കിന് പിടികിട്ടി ചോദ്യം ചെയ്യവേ കൃത്യസമയത്ത് കെയ്റ്റിന്റെ കയ്യിലെ ഫോൺ റിംഗ് ചെയ്യുന്നു. ഒരു സെൽഫോണിനും സിഗ്നൽ കിട്ടാത്ത സ്ഥലത്ത് ആക്സസ് ഉണ്ടാവണമെങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂട്ട് സാങ്ഷൻ ചെയ്ത സെൽഫോൺ ആയിരിക്കണം. ടിം ഇത് കണ്ട് വണ്ടടിക്കുമ്പോൾ ആ വിളിച്ചിരിക്കുന്നത് സ്റ്റാക്ക് ഹൗസ് ആണെന്ന് ടിമ്മിന് പിടികിട്ടുന്നതോടെ കെയ്റ്റിന്റെ കള്ളി വെളിച്ചത്തായത് മനസ്സിലാക്കി തോക്കെടുത്ത് ടിമ്മിന് നേരെ ചൂണ്ടുന്നതും ലൂക്ക് അവന്റെ TK വെച്ച് തൊട്ടു മുകളിലുള്ള മരത്തിന്റെ ശിഖരം അവളുടെ മേലേക്ക് വീഴ്ത്തുന്നു. പതറിപ്പോകുന്ന കെയ്റ്റിന്റെ കയ്യിൽ നിന്നും തോക്ക് തടുത്തെറിപ്പിക്കാൻ ടിം പിടിച്ച് തള്ളുന്നതും ഒരു കല്ലിലിടിച്ച് തലപൊട്ടി അവൾ നേരെ വെള്ളത്തിലേക്ക്. അപ്പോൾ കെയ്റ്റിന്റെ കാറ്റ് പോയെന്ന് മനസ്സിലാക്കാം. ടിം ഇതെല്ലാം കണ്ട് എന്തൊക്കെയായി നടക്കുന്നതിനുള്ള അതിശയത്തിലും ആ ശിഖരം വീണത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോഴേ ലൂക്കിന്റെ എബിലിറ്റി ആണെന്ന് മനസ്സിലാക്കി ഇനിയും എന്തെങ്കിലും ഇതുപോലെ ഉണ്ടാകുന്നതിന് മുന്നേ ചീഫിനടുത്തേക്ക് ടിം അവനെ കൊണ്ടുപോകുമ്പോൾ കെയ്റ്റിനെ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വെളിയിലായി ചാരപ്പണി നടത്തുന്ന പലരും ഇനിയും ഉണ്ടാകാമെന്ന് ഇരുവർക്കും ബോധ്യമായിരിക്കുന്നു. ഇനി ചീഫും അങ്ങനെ ഒരാളാണോ എന്നുള്ള ലൂക്കിന്റെ സംശയത്തെ തള്ളി ടിം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകവേ ഇത്തരം 6PM സെക്യൂരിറ്റീസും ചേർന്ന് കെയ്റ്റിന്റെ കാറും അവൾ വീണ റെഡ് സ്റ്റെപ്സ് സ്പോട്ടും കണ്ടെത്തുന്നു. ഫോൺ അവിടെ തന്നെ കിടപ്പുള്ളത് കൊണ്ട് അതിൽ കോൾ ചെയ്ത് കെയ്റ്റിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും ചെറുക്കൻ പിടിവിട്ടു പോയി എന്നും സ്റ്റാക്ക് ഹൗസിനെ വിളിച്ചറിയിക്കുമ്പോൾ അയാൾ അടുത്ത നിമിഷം എത്തുന്നത് ഹെൻറിക്സിനടുത്തേക്കും. ആദ്യമേ ഹാരി ആ ഇരട്ടക്കുട്ടികളിൽ ഒരാളെ അടിച്ചിട്ട സംഭവം, തൊട്ടടുത്ത് ഇപ്പോൾ ലൂക്കിന്റെ എസ്കേപ്പും. തലപ്പത്തുള്ളവർ എന്തായാലും മാനേജ്മെന്റ് ഈ കൈപ്പിടിവ് ഗൗരവമായി കണ്ട് ആക്ഷൻ എടുക്കും. ഒന്നുകിൽ ഹെഡായ 6P, ഇല്ലെങ്കിൽ അസിസ്റ്റൻസായ ബാക്കിയുള്ളവർ. എന്തായാലും പണി തെറിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് പറഞ്ഞ് ഹെൻറിക്സിനോട് താൻ മേലധികാരികളോട് നടത്താൻ പോകുന്ന വിശദീകരണം അതെന്തായാലും സപ്പോർട്ട് ചെയ്യണമെന്നും 6P ബലിയാക്കണമെന്നും പറഞ്ഞ് ബലപ്പെടുത്തി പോകുമ്പോൾ ലൂക്കുമായി സ്റ്റേഷനിലെത്തുന്ന ടിമ്മിനെ കണ്ട് ചീഫ് ജോൺ അമ്പരപ്പോടെ കാര്യങ്ങൾ തിരക്കി മുറിവൊക്കെ കണ്ട് അത്യാവശ്യമായി മെഡിക്കൽ കെയർ നൽകണമെന്ന് പറഞ്ഞു നിൽക്കെ ടിം അതിനു മുന്നേയായി ഇവൻ പറയാനുള്ളതെന്ന് കേൾക്കെന്നും പറയുന്നു. യാദൃശികമായി ആ സമയത്ത് അവിടെയുള്ള നോർബർട്ട്, ടിം താമസിക്കുന്ന ഹോട്ടലിന്റെ ഓണർ, ഡോക്ടറെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടുമ്പോൾ ലൂക്കിനെ ഇരുത്തി വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്ത് എന്താണ് പറയാനുള്ളതെന്ന് നിൽക്കെ അവൻ ആ പെൻഡ്രൈവ് ആദ്യം വന്നിട്ട് നോക്കാമെന്നും പറഞ്ഞ് ടിമ്മിന്റെ നിർദ്ദേശപ്രകാരം ജോണിന് കൊടുത്തങ്ങനെ സിസ്റ്റത്തിൽ കുത്തി നോക്കുമ്പോൾ അതിൽ ഒരൊറ്റ വീഡിയോ മാത്രമാണുള്ളത്. എന്തായിരിക്കും അത്? എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാമെന്നങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ആരും പ്രതീക്ഷിക്കാതിരുന്ന എന്നാൽ ആനിക്കറിയാൻ വരുന്ന ഒരു പണി. നോർബർട്ട് നേരെ പുറത്തു വന്ന് വിളിച്ചു പറയുന്നത് ലൂക്ക് സ്റ്റേഷനിലുണ്ടെന്നുള്ള ഇൻഫർമേഷൻ. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി സ്പൈ ആയി നടക്കുന്ന ഒരുവനാണ് നോർബർട്ടും, കെയ്റ്റിനെ പോലെ. മുൻപ് ആനി ടിമ്മിനോടായി നോർബർട്ടിനെ ഒട്ടും നമ്പരെന്ന് മുന്നറിയിപ്പ് കൊടുത്തതിൻ്റെ കാര്യം ഇപ്പോഴാണ് വ്യക്തമാവുന്നത്. ഇനിയിപ്പോൾ വരും എപ്പിസോഡുകളിൽ നമ്മൾ ഗുഡ് സൈഡെന്ന് കരുതിയ പലരും തിരിഞ്ഞാലും ആശ്ചര്യപ്പെടാനൊന്നുമില്ല. ചീഫ് ജോൺ ഒരുപക്ഷെ നല്ലവനായിരിക്കാം, എന്നാൽ അയാളുടെ കൂടുള്ളവർ എത്രക്കാരായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. എന്നാലും എന്തായിരിക്കും ഫ്ലാഷ് ഡ്രൈവിലുള്ള ആ ഒരേ ഒരു വീഡിയോയിൽ? അതൊരു തുറന്നുകാട്ടലാണ്. മൊറീൻ രഹസ്യമായി മൊബൈൽ ക്യാമറയിൽ പകർത്തിയ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാം സ്റ്റോർ റൂം മുതൽ ബാക്ക് ഹാഫ് വരെയുള്ള കാഴ്ചകൾ. എന്തിന് ചൂളയുടെ വരെ വിഷ്വൽസ് മൊറീൻ പകർത്തിയത് ലൂക്കിനെ സഹായിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ നീറി നിന്നിരുന്ന ആ ഒരവസ്ഥ കൊണ്ട് തന്നെയാകാം ഇതെല്ലാം പെൺഡ്രൈവിലാക്കിയതിനു ശേഷം പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ആത്മഹത്യ ചെയ്തതും. ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരുന്ന കാലങ്ങളെ വെറുക്കുന്നൊരു വശവും മൊറീൻ്റെ ഉള്ളിലുണ്ട്. എന്തായാലും ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് കണ്ട് മൊറീൻ്റെ ശരീരം സൂക്ഷിക്കാതെ ടോണി എരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ആ പെൺഡ്രൈവിലെ വിഷ്വൽസിൽ മൊറീൻ്റെ വോയിസ് ഓവറായി ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്ര മോശമായ കുട്ടികളെ വേട്ടയാടുന്ന ഒരു പിശാചാണെന്ന് പറയുന്നത് കേട്ടും കണ്ടുമെല്ലാം കണ്ണു തള്ളി നിൽക്കുന്ന ചീഫും ടിമ്മും ഇത്രയും കാലം നീ എവിടെയായിരുന്നടാ മോനെ എന്നും ചോദിച്ചുകൊണ്ട് കുറെ നിറയിച്ചതിൻ്റെ നീറ്റിൽ ഉള്ളിലുള്ള ലൂക്ക് എത്രയും വേഗം പോലീസ് സംഘം അവിടേക്ക് ഇരച്ചു കയറി മനുഷ്യത്വമില്ലാത്ത പൈശാചികത അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു നിൽക്കുന്നെങ്കിലും നിലവിൽ അത് പ്രാവർത്തികമല്ല. കാരണം അവർക്ക് പിന്നിൽ ഒരു ലോഡ് ബറ്റാലിയനും സുരക്ഷാ ക്രമീകരണങ്ങളും തലവന്മാരും ഉണ്ടെന്ന് തീർച്ചയാണ്. നിലവിൽ ഈ സ്റ്റേഷനിലെ തുച്ഛമായ ഉദ്യോഗസ്ഥരെ വെച്ച് അതുകൊണ്ട് ഇപ്പറഞ്ഞത് നടക്കില്ല, അതിനുള്ള ആൾക്കരുത്തുമില്ല. എന്നാൽ ജോണിനറിയുന്ന പോർട്ട്ലാൻഡിലെ ഒരു സ്പെഷ്യൽ ഏജന്റ് ഉണ്ട്. അയാൾക്ക് തീർച്ചയായും ഈ അന്താളിപ്പിക്കുന്ന കേസിൽ സഹായിക്കാനാകുമെന്നും ഉടൻ അങ്ങോട്ടേക്ക് തിരിക്കാമെന്നും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് മറ്റൊരു ഉദ്യോഗസ്ഥനായ ഡ്രൂ അവിടേക്ക് എത്തുന്നത്. അയാൾ പരാതിയും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്.
എന്താരെയും വിളിച്ചാൽ കിട്ടാത്തതെന്നും ഫോണിൽ സിഗ്നൽ ഒന്നുമില്ലെന്നും. സംഭവം ഇതിനിടയ്ക്ക് ടൗണിൽ അപ്പാടെയുള്ള നെറ്റ്വർക്കും റേഞ്ചും ഒക്കെ എങ്ങനെയോ നിന്നു പോയിട്ടുണ്ട്. ലാൻഡ് ലൈൻ, ഇന്റർനെറ്റും സെൽ സർവീസും മൊത്തത്തിൽ ജാമായതിൻ്റെ കാരണവും ഒരുപക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവാം. ചീഫ് ഡ്രൂവിനോടായി അത്യാവശ്യമായി ഞങ്ങൾ പോർട്ട്ലാൻഡിലേക്ക് പോവാണ്, സ്റ്റേഷൻ ഒന്ന് നോക്കിക്കൊള്ളണം എന്ന് പറയുമ്പോൾ എന്നാൽ അയാൾക്ക് ഒരു താല്പര്യമില്ലാത്ത പോലെ. എവിടെയും പോയേക്കരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം എന്നും പറഞ്ഞ് ജോൺ പുറത്തേക്ക് ഇറങ്ങാൻ നടക്കുന്നതും സ്റ്റാക്ക് ഹൗസിന്റെ മറ്റൊരു സ്പൈയാണ് ഡ്രൂ എന്നിവിടെ തെളിയുമ്പോൾ മുമ്പൊരിക്കൽ ആനി ഇയാളോടും ഒരവജ്ഞ കാണിച്ചതിന്റെ കാരണം ഇപ്പോൾ വ്യക്തമായി. ഒട്ടും സമയം കളയാതെ ഡ്രൂ തോക്കിൻമുനയിൽ നിർത്തി ലൂക്കിന്റെയും ടിമ്മിന്റെ അടുത്തേക്ക് 2 ഹാൻഡ് കപ്സ് കൊടുത്ത് ചെയറിലായി ലോക്ക് ചെയ്യിച്ചിട്ട് ഉടൻ തന്നെ സ്റ്റാക്കിനെ വിളിച്ചത് അറിയിക്കുന്നു. മുൻപ് നോർമൻ വിളിച്ചു പറഞ്ഞതിലൂടെ 6B സംഘവും സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അധികം വൈകാതെ അവിടെ എത്തുമെന്നുള്ള വിവരം ഡ്രൂവിനെ അറിയിച്ച് സംസാരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് സ്റ്റാക്കിന്റെ മുഖം കറക്കുന്നത് അയാൾ ചീഫിനെ കൊന്നു എന്ന് പറയുന്നത് കേട്ട്. മുൻപേ തന്നെ ഇവർക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ എന്തെങ്കിലും ചെയ്യുക എന്നത് വളരെ കണ്ടും കേട്ടും ചെയ്യുന്ന ഒരു വിഷയമാണെന്ന് നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഡ്രൂ സിറ്റുവേഷൻ കൃത്യമായി ഹാൻഡിൽ ചെയ്യാതെ ഒരു ഓഫീസറെ കൊല്ലപ്പെടുത്തിയപ്പോൾ എന്തായാലും അതൊരു വെല്ലുവിളിയാണ്. കാരണം അന്വേഷണം ഉണ്ടാകും, അത് ചിലപ്പോൾ ഒരു തലവേദന ആയേക്കാം. സ്റ്റാക്ക് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഡ്രൂവിനോടായി സ്റ്റേഷൻ അടച്ചുപൂട്ടി ആരും അവിടേക്ക് വരാൻ വഴിയൊരുങ്ങാതെ ആ ബോഡി നീക്കം ചെയ്യാൻ പറഞ്ഞു വെക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് സാങ്ഷൻ ചെയ്ത ഫോണിലൂടെ ഡ്രൂ വിളിച്ചതോടെ നമുക്ക് ഉറപ്പിക്കാം ടൗണിലെ സിഗ്നൽ ജാമിങ്ങിന് പിന്നിൽ അവർ തന്നെ. കാരണം ലൂക്കിൽ നിന്നുള്ള വിവരം ടൗണിന് പുറത്തേക്കുള്ളവരിലേക്ക് എത്താതിരിക്കാൻ അവർ കിടഞ്ഞ് ശ്രമം നടത്തുവാണ്. അങ്ങനെ ഡ്രൂ ആ ബോഡി അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോകുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ആ പെൻഡ്രൈവ് അയാളുടെ പോക്കറ്റിലായിരുന്നു. അവിടെ ഡിസ്കിലേക്ക് കാണുന്ന പേപ്പർ പിൻ വെച്ച് ഈ ഹാൻഡ് കഫ് അടിക്കാമെന്ന് പറഞ്ഞ് ടിം മുന്നേ ചെയ്ത പോലെ എന്തെങ്കിലും പവർ ഉപയോഗിച്ച് അത് നടത്തേക്ക് എത്തിക്കാൻ ലൂക്കിനോട് പറയുന്നു. എന്നാൽ അവന് വെപ്രാളം കയറുമ്പോഴൊക്കെയാണ് അത് വർക്കാവുന്നത്. ടിം നിർബന്ധിക്കുന്നത് വഴി അവൻ അതിനെ അടുത്തേക്ക് കൊണ്ടുവരാൻ നോക്കുന്നതിലും നടക്കുന്നില്ല. എന്നാൽ വീണ്ടും ശ്രമിക്കുന്നതോടെ അവന് ചെറിയ ചലനമൊക്കെ വന്ന് താഴെ വീണ് കുറച്ചടുത്തുവരെ എത്തി നിൽക്കുന്നതും ടിം കാലുവെച്ച് ചവിട്ടി അതെടുക്കുമ്പോഴേക്കും 6B സംഘവും പുറത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഡ്രൂ അവരെ വിളിക്കാൻ ഓടുന്ന തക്കത്തിന് ഇവർ ഈ ഹാൻഡ് കഫ് അൺലോക്ക് ചെയ്യുന്നതോടെ അവർ വന്ന് നോക്കുമ്പോൾ ഇരുവരെയും കാണാനില്ല. ഇപ്പം വരെ ഇവിടെ ഉണ്ടായിരുന്ന ടെൻഷൻ അടിക്കുന്ന ഡ്രൂവിനെ കണ്ട് അധികം ദൂരം പോയിട്ടുണ്ടാകില്ലെന്ന് ചുറ്റുവട്ടത്തേക്ക് ഇറങ്ങുമ്പോൾ ടിം ലൂക്കുമായി എത്തുന്നത് ആളുടെ പുതിയ കടപ്പാടുള്ള സുഹൃത്തായ ഡൊബീറയ്ക്കടുത്താണ്. കൺവീനിയൻസ് സ്റ്റോറിലെ ആ ആളെയായിരുന്നില്ലേ ടിം ഒരിക്കൽ വളരെ യുക്തിയോടെ ഇടപെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ടിം വന്ന അയാളോട് വേഗം എവിടെയെങ്കിലും ഒന്ന് ഒളിക്കണം എന്ന് വെപ്രാളപ്പെടുന്നത് കണ്ട് കടയിലെ സ്റ്റോർ റൂമിന്റെ ഒരു രഹസ്യ നിലവറയിലേക്ക് കയറി ഒളിപ്പിക്കുന്നു. തൊട്ടുപിറകെ തന്നെ 6B സംഘവും വരുമ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നെന്ന പോലെ തോന്നിക്കാൻ FBI ജാക്കറ്റൊക്കെ ധരിച്ചിരിക്കുന്നത് കൊണ്ട് ആരും പെട്ടെന്ന് സംശയിക്കാൻ വഴിയില്ല. ഡൊബീര അവരോടൊരു കള്ളം പറയുന്നു. ടിമും ചെക്കനും അവിടെ വന്നിരുന്നതായും പോർട്ട്ലാൻഡിലേക്ക് പോകണമെന്ന് പറഞ്ഞ് കാറിൽ കയറി പോയതായും. എന്നാൽ ഇവിടെ ഒരു സംശയം. ടിം ഓടി വന്ന് ഡൊബീരയുടെ കാർ ചോദിച്ചെങ്കിലും എവിടേക്കായെന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇയാൾക്കിങ്ങനെ പോർട്ട്ലാൻഡാണെന്ന് മനസ്സിലായി. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. എന്തായാലും അവിടെ മൊത്തം ഒന്ന് അരിച്ചു പെറുക്കി അവർ അവിടെ വിടുമ്പോൾ തിരിച്ചിറങ്ങുന്ന ഇരുവർക്കും മുന്നിൽ ഡൊബീരയുടെ ഒരു നല്ല മനസ്സും. ഇവരെ എന്തായാലും സഹായിക്കാനുള്ള മനസ്സ് അയാൾക്കുണ്ട്. തൻ്റെ ഷോട്ട് ഗണ്ണും കുറച്ച് ഉണ്ടകളും നൽകി കാര്യം അറിയില്ലെങ്കിലും ധൈര്യം നൽകി വിടുമ്പോൾ ഇതിനിടയ്ക്ക് ഡ്രോവുമായിട്ടുള്ള സംസാരത്തിനിടെ സ്റ്റാക്ക് ഹൗസിന്റെ ഓഫീസിലേക്ക് ഒട്ടും നിക്കക്കള്ളിയില്ലാത്ത ഹെൻഡ്രിക്സ് വന്നു കയറിയിരുന്നു. അയാളും ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിലേക്ക് ചൊല്ലി വിറങ്ങലിച്ചപ്പോൾ സ്റ്റാക്ക് പറഞ്ഞൊരു കാര്യം എത്രയും പെട്ടെന്ന് എയ്വറി ബാക്ക് ഹാഫിലേക്ക് മാറ്റാനായിരുന്നു. കാരണം 6Bയുടെ അഭാവത്തിൽ സ്റ്റാക്കിന് മണിക്കൂറുകൾക്കുള്ളിൽ ഒരു കീഹോൾ നടത്തേണ്ടതുണ്ട്. കീഹോൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടതാണല്ലേ, റാംസി കീഹോൾ, റാംസിയെ കൊല്ലാനുള്ള മിഷൻ. മുൻപ് ലൂക്കിനെ കൊണ്ട് സത്യം തുറന്നു പറയിപ്പിക്കാൻ ചെയ്ത പോലെ ആ ബോക്സിലേക്ക് എയ്വറിയെ കയറ്റാൻ അയാൾ നിർബന്ധിക്കുന്നതിനെ തുടർന്ന് ഇത് ചിലപ്പോൾ ഒരു തിരിച്ചടി അയക്കാം എന്ന് വലിയ താക്കീത് നൽകി ഹെൻഡ്രിക്സ് അതിന് മുതിരുന്നു. ബോക്സിൽ എയ്വറി പാവം അവന്റെ 2 മൂക്കിൽ നിന്നും രക്തമൊഴുകി ആകെ വല്ലാത്ത എക്സ്ട്രീം അവസ്ഥയിൽ നിർത്തിയപ്പോൾ അവന്റെ ആ സിറ്റുവേഷൻ എങ്ങനെ ലൂക്കും ഫീൽ ചെയ്യുന്നുണ്ട്. മുൻപ് കലീശ ഒരു കണക്ഷൻ ഉണ്ടാക്കിയതിലൂടെ ഉണ്ടായ ലിങ്കാണത്. അതുവഴി ലൂക്ക് ചാടിപ്പോയതായി ബാക്ക് ഹാഫിലിരുന്ന് നിക്കിയും കലീശയും ഏറെക്കുറെ അറിഞ്ഞിട്ടുണ്ട്. എയ്വറി ഒടുവിൽ മൈൻഡിലായി വേണ്ട വേണ്ട എന്ന് ആവർത്തിച്ച് പറഞ്ഞുള്ള ആ അലട്ടലിൽ ആ ബോക്സ് തന്നെ പൊട്ടിച്ചിതറുന്നതും ഹെൻഡ്രിക്സിന് ഇങ്ങനൊരു കാഴ്ച ജീവിതത്തിൽ ആദ്യവും. ടെലികൈനറ്റിക് പവർ വെച്ച് മുമ്പ് ജോർജ് പറഞ്ഞ പോലെ 8-10 കിലോയായിരുന്നു മാക്സിമം ചലിപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ എയ്വറിയിൽ ആ ഒരു പവർ ടോർച്ചർ ചെയ്ത് വരുത്തിയപ്പോൾ തന്നെ ആ ശക്തമായ ബോക്സാണ് ചിന്നിച്ചിതറിയിരിക്കുന്നത്. ബോധം നശിക്കുന്നവനെ തട്ടി വിളിച്ചുണർത്തി ബാക്ക് ഹാഫിലേക്ക് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യുമ്പോൾ കാറിൽ 6B ഒരുപക്ഷെ ലൂക്ക് ഈ നെറ്റ്വർക്ക് ജാമിംഗ് പരിധി വിട്ട് പുറത്തെത്തി വിവരങ്ങൾ പുറത്തു പറഞ്ഞാൽ പിന്നെ അതാണ് എല്ലാറ്റിൻ്റെയും അന്ത്യം എന്ന ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. തലപ്പത്തുള്ളവർ സംഘങ്ങളെ അയച്ച് ബർത്ത് സർട്ടിഫിക്കറ്റ്സും റെക്കോർഡ്സും എല്ലാം നശിപ്പിക്കും. ഈ ലോകത്ത് ഇങ്ങനെ കുറേ ആൾക്കാർ ജീവിച്ചിട്ടുകൂടെ ഉണ്ടായിരുന്നില്ല എന്ന പോലെ ആയിത്തീരും 6B ഉൾപ്പെടെ. എന്നാൽ നിലവിലെ സ്ഥിതി വെച്ച് അവരിൽ ഉണ്ടാവാവുന്നൊരു തോന്നൽ കുട്ടികൾ പേടിച്ചാൽ അവർ ഒളിച്ചിരിക്കാനേ നോക്കൂ, ഒരിക്കലും ഓടില്ല. വൈകാതെ വണ്ടി നിർത്തിച്ച് ഡ്രൂവിനോടൊപ്പം 6B തിരിച്ച് ടൗണിലേക്ക് തന്നെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഹൈവേയിലൂടെ തന്നെ തുടരാനും വിടുന്നു. ടിം ഇന്നേരം എത്തുന്നത് വെൻഡിയുടെ വീട്ടിലേക്കാണ്. ഇനി ആകെ വിശ്വസിക്കാൻ കഴിയുന്നത് ഇവരാണെന്ന് പറഞ്ഞങ്ങനെ
ഇരുവരും വെൻഡി വരുന്നവരെ കാത്തുനിന്ന് വീട്ടിലേക്ക് കയറുന്നതും പരിക്കുകളോടെ നിൽക്കുന്ന ലൂക്കിനെ കണ്ട് തന്റെ കാർ കൊണ്ടിടിച്ചതാണെന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അങ്ങനെ കാര്യങ്ങളെല്ലാം വെൻഡിയെ പറഞ്ഞ് ക്ലിയറാക്കുന്നു. മുൻപ് നെറ്റ്വർക്ക് കട്ടാവുന്നതിന് മുന്നേ ലോഡായിരുന്ന ലൂക്കിന്റെ പിടിയിട്ട പുള്ളി എന്നുള്ള ആർട്ടിക്കിളും ഡ്രൂ ചീഫിനെ കൊന്നതും എല്ലാം പറയുമ്പോൾ ചേസിങ്ങിന് ഒരു ബ്രേക്ക് കൊടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുമ്പോൾ ഹെൻറിക്സ് ഏവറിയിൽ കണ്ട അതിശയിപ്പിക്കുന്ന പവറിനെ കുറിച്ച് സ്റ്റാക്ക് ഹൗസിനെ വൃത്തി അറിയിക്കുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് TK പവർ ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നല്ലേ? അതെ, അങ്ങനെയായിരുന്നു ഹെൻറിക്സ് ഇത്രയും കാലം കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏവറിയിൽ അതിശക്തമായ തോതിൽ TK കണ്ടതോടെ ആ ചെക്കനെ ഇങ്ങനെ തുടരാൻ അനുവദിച്ചുകൂടാ എന്ന് അയാൾ പറയുന്നു. ആവശ്യം കഴിഞ്ഞ് ഏവറി ബ്രെയിനിന്റെ പ്രവർത്തനം നശിപ്പിച്ച് അവനെ തന്നെ ഇല്ലാതാക്കാം എന്ന ബുദ്ധിയിൽ അവർ എന്തായാലും ഉടനെ തുടങ്ങാൻ പോകുന്ന കീ ഹോളിൽ ഏവറിയെ കണ്ടക്ടറാക്കി, അതായത് മുമ്പ് ഐറിസ് ലീഡ് ചെയ്ത ആ സ്ഥാനത്താക്കി മിഷൻ നടത്താമെന്നും ശേഷം ഉടൻ തന്നെ റിക്കവറി റൂമിലേക്ക് കൊണ്ടുപോകാമെന്നും ഒരു ടേംസിലെത്തുന്നു. ഏവറിക്ക് ആ ഹമ്മിനെ അനന്തമായി ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് ഹെൻറിക്സ് അറിയിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഉദ്ദേശത്തിന് അത് ഗുണം ചെയ്യുമല്ലേ എന്ന് സ്റ്റാക്ക് ഹൗസും. ഈ പറഞ്ഞ പവർദഹം എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും പ്രീകോഗിന് ഗുണം ചെയ്യുന്ന ഒന്നാണെന്ന് തീർച്ച. ഏവറിയെക്കുറിച്ച് പറയുവാണെങ്കിൽ അവനങ്ങനെ ബാക്ക് ഹാഫിലേക്ക് എത്തി നിക്കിക്കും കലീഷയ്ക്കും ഒപ്പം വീണ്ടും ഒന്നിക്കുമ്പോൾ എന്നാൽ രണ്ടുപേരും വളരെ വീക്കാണ്. കലീഷയുടെ കാര്യം വളരെ ദുഷ്കരവും ഒരുമാതിരി ചത്ത അവസ്ഥയിൽ അനങ്ങാതെ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്നു. ഏവറി നിക്കിയുടെ കൈകളിൽ പിടിച്ച് ഒരു കണക്ഷൻ ഉണ്ടാക്കി ടെലിപ്പതിക്കലി സംസാരിച്ചും കലീഷയെ വിളിക്കുകയും ചെയ്യുമ്പോൾ അവളുടെ കോൺഷ്യസ്നെസ് ഉൾവലിഞ്ഞ് ഓടി ഒളിയുന്ന പോലെയും അവർ വീണ്ടും വീണ്ടും കലീഷയെ നിർബന്ധിക്കുന്നതോടെ അവളുടെ അവസ്ഥ കുറച്ചൊന്ന് മാറി നോർമലായി ഏവറിയെ കണ്ട് അവൻ എത്തിയതിൻ്റെ ആശ്വാസവും സന്തോഷവും പ്രകടിപ്പിക്കുന്നു. ലൂക്ക് രക്ഷപ്പെട്ടതുപോലെ തോന്നിയെന്ന് പറയുന്നതും ഐവറി അത് സത്യമാണെന്നും ഫെസിലിറ്റിയിലെ എല്ലാവരും പേടിച്ചു നിൽക്കുവാണ്. ലൂക്കുമായി കണക്ഷനുണ്ട്, ഇടയ്ക്ക് ഫീൽ ചെയ്യും, എന്നാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അത്രയും പവർ ലൂക്കിനായിട്ടില്ലെന്നും ഏവറി പറയുന്നു. എന്തായാലും ആ ബോക്സ് ഇൻസിഡന്റോടെ താൻ ശക്തനാണെന്ന് ഏവറിക്ക് മനസ്സിലായി. രക്ഷപ്പെടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നത്ര ബലം. അങ്ങനെ 7ാം എപ്പിസോഡിന്റെ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോഴേക്കും ഇനി അടുത്ത ചുവടുവെപ്പുകളെ കുറിച്ച് ചർച്ച നടത്തുന്ന വെൻഡിയുടെ വീട്ടിലേക്ക് ഡ്രൂ 6Bയുമായി എത്തിച്ചേരുന്നു. ടിമ്മിന് വിശ്വാസമുള്ള ഒരാളാണ് വെൻഡി എന്ന് ഡ്രൂവിനറിയാം. ലൂക്കും ടിമ്മും ഉടൻ തന്നെ അവിടെയുള്ള ഒരു കൊച്ചുമുറിയിൽ ഒളിക്കുന്നെങ്കിലും വെൻഡി വളരെ നോർമലായി പെരുമാറുന്നെങ്കിലും ഒന്നും ഒരു രക്ഷയുമില്ല. അവർ തിരഞ്ഞങ്ങനെ കണ്ടുപിടിക്കുന്നതും ടിം ഷോട്ട് ഗൺ ചൂണ്ടി നിൽക്കുന്നത് അവർക്കൊരു പതർച്ച ഉണ്ടാക്കുന്നെങ്കിലും ഡ്രൂ വെൻഡിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമം നടത്തുവാണ്. ടിം മൈൻഡ് ഔട്ട് ആണെന്നും ചീഫ് ജോണിനെ കൊന്നത് അയാളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ടിം സ്റ്റഡിയെ തന്നെ ഇരുവരെയും തോക്കിന് മുന്നിൽ നിർത്തി വെൻഡിയോട് ഇരുവരുടെയും പോക്കറ്റ് തപ്പി തോക്കെല്ലാം എടുത്ത് മാറ്റാൻ പറഞ്ഞങ്ങനെ നിൽക്കുമ്പോഴാണ് ഡ്രൂവിന്റെ സാമർത്ഥ്യം. വെൻഡിയെ പിടിച്ച് ഭീഷണിപ്പെടുത്തുന്നതിലും അവൾ കുതിരി മാറുന്നതിന് പിറകെ ഡ്രൂ ടിമ്മിന് നേരെ വെടിവെക്കുന്നു. ഭാഗ്യത്തിന് അത് കയ്യിലാണ് കൊള്ളുന്നതെങ്കിലും ടിം തിരിച്ച് തോക്ക് ഡ്രോപ്പ് ചെയ്യാൻ വെടിപൊട്ടിക്കുന്നതും അത് കൃത്യം ഡ്രൂവിന്റെ നെഞ്ചെത്തും. അവൻ മരിക്കുന്നതും 6Bക്ക് അവിടെ കീഴടങ്ങുകയല്ലാതെ വേറെ വഴിയില്ല. ലൂക്ക് ടിമ്മിനോട് ഇവരാണ് പ്രധാനി എന്നറിയിച്ച് അവരുടെ പക്കലുള്ള തോക്കെടുത്ത് മാറ്റിയ ശേഷം ടിമ്മിന്റെ മുറിവ് വെൻഡി കൈകാര്യം ചെയ്ത് നിൽക്കെ ലൂക്ക് എല്ലാ സത്യങ്ങളും പുറലോകം അറിയാൻ പോവുകയാണെന്നും മുറിയിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് പെൻഡ്രൈവിലാക്കിയെന്നും പറയുന്നതും 6B അപ്സെറ്റായി അപ്പോൾ ഞങ്ങളെല്ലാം തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ സാഹചര്യത്തിൽ ഒരു സിഗരറ്റ് എടുത്തോട്ടെ എന്ന് ചോദിച്ച് പാക്കറ്റിൽ നിന്നും ഒന്നെടുത്ത് അത് കത്തിക്കാതെ അപ്പം തന്നെ തിരികെ വെച്ച് ഫെസ്ലിയുടെ ഉദ്ദേശത്തെപ്പറ്റി അവർ വിശദീകരണം നടത്താൻ ആരംഭിക്കുന്നു. പഴുതുകൾ ശേഷിക്കാതെ കുട്ടികളെ ഉപയോഗിച്ച് നടത്തിവരുന്ന കൊലപാതകങ്ങൾ തന്നെയാണെന്ന് അവർ സമ്മതിക്കുന്നു. എന്നാൽ അതൊന്നും പണത്തിനോ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കോ വേണ്ടിയല്ല, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഓരോ ഗുരുതരമായ മാറ്റത്തെയും ഒഴിവാക്കാനാണ്. റാംസി കീഹോൾ വഴി സെനാറ്റർ റാംസിയെ ഒരു പ്ലെയിൻ ക്രാഷിലൂടെ കൊലപ്പെടുത്തിയതിനെക്കുറിച്ച് അവർ പറയുന്നത് അയാൾ ജീവിച്ചിരുന്നതിൽ അടുത്ത 9 വർഷത്തിനുള്ളിൽ ഡിഫൻസ് സെക്രട്ടറി ആയിരുന്നേനെ. അങ്ങനെ US പ്രസിഡന്റിനെ കൺവിൻസ് ചെയ്ത് നോർത്ത് കൊറിയയിലേക്ക് ആണവായുധം പ്രയോഗിക്കും. ആ മിസൈൽ കടന്നു പോകേണ്ടത് റഷ്യയുടെ എയർ സ്പേസിലൂടെ ആയിരിക്കും. പ്രസന്റിൽ നിന്നും ഒരു 9 വർഷം മുന്നിലേക്ക് പോകുമ്പോഴും റഷ്യയുടെ വാർണിംഗ് സിസ്റ്റംസ് കാര്യപ്രാപ്തമുള്ളതായിരിക്കില്ല. അതുകൊണ്ട് അവർ കരുതുക ആ മിസൈൽ റഷ്യയെ കേന്ദ്രീകരിച്ച് വരുന്നതായിരിക്കും എന്നും. അപ്പോൾ എന്ത് സംഭവിക്കും? അവർ US-നെതിരെ ആണവാക്രമണം നടത്തും. തുടർന്ന് US തിരിച്ചടിച്ച് തുടങ്ങുന്നതോടെ അവിടെ മനുഷ്യഗുണത്തിന്റെ നിലനിൽപ്പിന്റെ കാര്യത്തിൽ തന്നെ തീരുമാനമാകും. സോ ഈ ഫെസിലിറ്റി ഭാവികാലം കാണാൻ കഴിയുന്ന ഉൾപ്പെടെയുള്ള എബിലിറ്റീസ് ഉള്ള കുട്ടികളെ അത്യന്താപേക്ഷിതമായി തന്നെ കണ്ടെത്തി തട്ടിക്കൊണ്ടുവന്ന് ഈ നന്മതിന്മ യുദ്ധത്തിന്റെ ഉരസലുണ്ടാകുന്നവരെ കണ്ടെത്തി വധിക്കുക എന്ന പർപ്പസിൽ 1950 കാലഘട്ടം മുതൽ നടന്നു വരുന്നു. ലക്ഷം കോടി ജനങ്ങൾ നാമാവശേഷമാകാതിരിക്കാൻ കുറച്ച് കുട്ടികളെയോ അവരുടെ മാതാപിതാക്കളെയോ ത്യജിക്കുന്നതിലൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആശങ്കയില്ല. എന്നിരുന്നാലും അവർ സമ്മതിക്കുന്നുണ്ട് ഇതുപോലെ ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വീരന്മാരെയും കണ്ടെത്തി തീർക്കാൻ പ്രാപ്തമല്ല എന്ന്. എങ്കിലും മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പരിശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ ടിം അതിലൊരു വാക്ക് പോലും വിശ്വസിക്കുന്നില്ല. അയാളുടെ കണ്ണിൽ ഈ ചെയ്യുന്നത് മൊത്തവും കുട്ടികളെ കടത്തിക്കൊണ്ടുപോകലും അവരുടെ ടോർച്ചറിങ്ങുമാണ്. 6B ലൂക്കിനോടായി സംശയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കള്ളമാണോ അല്ലയോ എന്ന് പവർ വെച്ച് മനസ്സിലാക്കാൻ പറയുമ്പോൾ അവൻ ഈ പറയുന്നതൊന്നും കള്ളമല്ല എന്ന് നിൽക്കുന്നു. ഒരാൾ പറയുന്ന കളവ് സത്യമാണെന്ന് വിശ്വസിക്കുന്നവരുടെ മൈൻഡ് റീഡ് ചെയ്താൽ അത് സത്യമാണെന്ന് തന്നെ വരൂ എന്ന് ലൂക്ക് മുമ്പ് ടിമ്മിനോടായി പറഞ്ഞിട്ടുണ്ട്.
ഇതും അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് തിരിഞ്ഞു നിൽക്കുന്ന ടിം എങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന സൽപ്രവൃത്തി മറ്റുള്ളവരെ അറിയിക്കാതെ രഹസ്യമായി നടത്തുന്നു എന്ന ചോദ്യത്തിൽ 6Bയുടെ മറുപടിയോ, അങ്ങനെ കഴിയില്ല ടിം, അത് റിസ്ക് ആണ്. നീ മാളിൽ വെച്ച് ഒരു കുട്ടിയെ കൊന്നത് ഒരു കൂട്ടക്കൊല തടയാനല്ലേ? ഈ റീപ്ലൈ കേട്ട് ചിന്താകൊല്ലായി നിൽക്കുന്ന ടിമ്മിലാണ് ഈ എപ്പിസോഡ് തീരുന്നത്. കാരണം അവർ ഉദ്ദേശിച്ചത് അവന് പിടികിട്ടി. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനവും ടിം നടത്തിയ ആ കൊലയും തമ്മിലുള്ള സാദൃശ്യമാണ് അവർ ഉദ്ദേശിച്ചത്. കുറേ ജനങ്ങളുടെ മരണത്തിന് കാരണമായേക്കാവുന്ന ഒരുവനെ അയാൾ കൊന്നു, ജനങ്ങളെ രക്ഷിച്ചു. അതുതന്നെയാണ് ഈ ഫെസിലിറ്റി ചെയ്യുന്നതും എന്നാണ് 6B കൊണ്ടുവന്ന ആ പോയിന്റ്. എന്തായാലും 6B പറഞ്ഞതെല്ലാം സത്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒന്നുകിൽ ഇതെല്ലാം അവർ സത്യമെന്ന് വിശ്വസിച്ചിരിക്കുന്ന കാര്യങ്ങളാകാം, അല്ലെങ്കിൽ രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന് കണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറയുന്ന ശുദ്ധ നുണയാകാമത്. കാരണം ഭാവിയിലെ നല്ല കാലത്തിനു വേണ്ടി ഇവർ കുട്ടികളെ ഇത്ര ക്രൂരമായി ടോർച്ചർ ചെയ്യുകയും നല്ല ഭക്ഷണം പോലും നൽകാതിരിക്കുന്നതും പിന്നെന്തിനാണ്? മുൻപൊരു അദ്ദേഹത്തിൽ പറഞ്ഞിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രതിപാദിക്കുന്ന ഒരു പൊളിറ്റിക്സിനെ പറ്റി. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് 6B പറഞ്ഞ റഷ്യയുടെ ഡിഫൻസ് സിസ്റ്റത്തെക്കുറിച്ചുള്ള പരാമർശം. എന്തായാലും നിലവിലെ സാഹചര്യം നോക്കിയാലും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള എതിർപ്പുകൾക്ക് ശമനമൊന്നുമില്ല. സീസണിലെ ലാസ്റ്റ് എപ്പിസോഡ് തുടങ്ങുന്നത് 6Bയെ ടിമ്മും ടീമും ചേർന്ന് വിലങ്ങണിയിച്ച് റിയൽ FBIയുടെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് നിൽക്കുന്ന മൊമെന്റിലാണ്. 6B FBIയുടെ കോട്ടും ധരിച്ച് വേഷമാറിയായിരുന്നില്ലേ വന്നത്? എന്തായാലും കുട്ടികളെ ടോർച്ചർ ചെയ്തുകൊണ്ടുള്ള ലോകത്തെ രക്ഷികൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യട്ടെ എന്ന് പുച്ഛഭാവത്തിൽ ഇറങ്ങാൻ തയ്യാറാവുന്നതും, എന്നാൽ അവർ നീണ്ടു പോകുന്നത് ലൂക്കിൻ്റെ പെട്ടെന്നുണ്ടാകുന്ന വല്ലായ്മയും അസ്വസ്ഥതയും കണ്ടിട്ട്. കാരണം ഐവറി അവൻ്റെ മൈൻഡുമായി കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റേതാണത്. ബാക്ക് ഹാഫിലെ അടുത്ത നരഹത്യ ദൗത്യത്തിന് തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് ഇന്നേരം ഐവറിയെയും മറ്റു കുട്ടികളെയും ഒക്കെ. ഹെൻഡ്രിക്സ് വലിയ കാര്യമെന്ന പോലെ ഐവറിയാണ് ഇത്തവണ കണ്ടക്ട് ചെയ്യുന്നതെന്നും അവൻ ആദ്യമേ വീട്ടിൽ പോകാമെന്നൊക്കെ നിന്ന് പുലമ്പിയിട്ട് ചെയ്യേണ്ടതെക്കുറിച്ച് അവനോട് പറഞ്ഞു കൊടുക്കുന്നു. ഇത്തവണത്തെ മിഷൻ ഒരു ക്ലിഫിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാറിനെ കൊക്കയിലേക്ക് മറിച്ച് അപകടമുണ്ടാക്കുക എന്നതാണ്. ഏതോ ഒരു ഉന്നത വ്യക്തിയുടെ ഡ്രൈവറുടെ മൈൻഡിലേക്ക് കയറി പറ്റാനുള്ള ഡ്രില്ലാണ് നടക്കാൻ പോകുന്നത്. ഐവറി ഇതിനിടയ്ക്ക് മൈൻഡ് വോയിസിൽ നിക്കിക്കും കലീശയോടുമായി പറയുന്നുണ്ട് ലൂക്ക് ഇതേക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടെന്നും ഈ ഒരു സമയത്ത് അവനുമായി കണക്ഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ. അങ്ങനെ മിഷൻ തുടങ്ങി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പെട്ടെന്ന് ആ ഡ്രൈവറുടെ മൈൻഡിലേക്ക് കയറി പറ്റുന്നത് റീഡ് ചെയ്യുന്ന ടോണിയും ഹെൻഡ്രിക്സും അതിശയിച്ച് നിൽക്കുകയാണ് ലൂക്കിന് അവിടെ അസ്വസ്ഥത ഉണ്ടാവുന്നത്. അവൻ സോഫയിൽ കിടന്ന് ഞെളിവിരി കൊണ്ട് ഐവറിയുമായി സംസാരിക്കാൻ തുടങ്ങുന്നു. മൈൻഡിലുണ്ടാവുന്ന സ്വാധീനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നതിനെ തുടർന്ന് ഐവറി അവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളുടെയും മൈൻഡിൽ കണക്റ്റഡായി ലൂക്ക് പറഞ്ഞ പോലെ നമുക്ക് പോരാടാം എന്ന് ഊർജ്ജം നൽകി എഴുന്നേൽപ്പിച്ച് എല്ലാവരും കൈകോർത്ത് നിൽക്കെ ഹെൻഡ്രിക്സ് ഇത്ര പെട്ടെന്ന് തന്നെ ഹമ്മിങ് മൊമെന്റിലെത്തി ഇവരെന്ത് ചെയ്യുവാണെന്ന് സംശയിക്കെ ടോണി ഇവരെല്ലാം കൈകോർത്ത് നിൽക്കുന്നത് കണ്ട് ഷോക്കടിപ്പിക്കാൻ മുതിരുന്നത് അയാൾ തടയുന്നു. കാരണം കീഹോൾ ഓപ്പൺ ആണ്, മിഷൻ ഓപ്പൺ ആണ്. ഉടൻ കമ്പിത്തിരി കത്തിച്ച് കുട്ടികളുടെ മുഖത്തേക്ക് അടിക്കാൻ തുടങ്ങവേ ലൂക്കിന്റെ നിർദ്ദേശപ്രകാരം ഐവറി മറ്റുള്ളവരോടായി ആ കമ്പിത്തിരിയെ മനസ്സിൽ കൊണ്ടുവരാൻ പറയുന്നതും അവിടെ ഒരു അത്ഭുതം നടക്കുന്നത് റിക്കവറിയിലെ തീരെ ആവശ്യക്കിടപ്പുള്ള കുട്ടികൾക്കെല്ലാം ബോധം വരുന്നു, ഐറിസ് ഉൾപ്പെടെ. അവർ കണ്ണു തുറന്ന് ആ ഹെഡ്സെറ്റ് മാറ്റുന്നത് എംപ്ലോയി തരിച്ചങ്ങനെ നോക്കി നിൽക്കെ സെക്കൻഡുകൾക്കുള്ളിൽ ആ കീഹോൾ അടയുന്നു. മിഷൻ ഫെയിലാവുന്നതോടെ വധശ്രമം വിഫലമാവുമ്പോൾ എന്നാൽ മാക്സിമം സ്ട്രെയിൻ എടുക്കുന്ന വഴിക്ക് എങ്ങനെയോ ലൂക്കിന് വേറെയും ഇതുപോലുള്ള കുട്ടികളുടെ കണക്ഷൻ ചെറുതായി ഒന്ന് വന്നു പോകുന്നത് അവനൊരു അത്ഭുതവും. അതും കുട്ടികൾ മറ്റു ചില ഭാഷകൾ എന്തോ ചോദിക്കുന്നതിലൂടെ അവന് മനസ്സിലാവുന്നു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പോലെ ലോകത്തെ വേറെയും പലയിടങ്ങളിലും രഹസ്യമായി നടത്തിവരുന്ന ഫെസിലിറ്റിയിലെ കുട്ടികളാണ് അപ്പോൾ ഈ കണക്ഷനിൽ വന്നു പോയത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സ്റ്റാക്കും ഹെൻഡ്രിക്സും തമ്മിൽ സംസാരിച്ച പവർദഹം ഇതാണ്. ഐവറി വഴി അവിടെ സകല കുട്ടികളുടെ മൈൻഡ് പേറാക്കുമ്പോൾ അത്രത്തോളം ചിന്തിക്കാൻ കഴിയാത്ത ഒരു ശക്തി അവിടെ രൂപപ്പെടും. എന്നാൽ മറ്റുള്ള ഫെസിലിറ്റികളിലെ കുട്ടികളെ കൂടി കണക്ഷൻ വരുത്താൻ കഴിഞ്ഞാലോ ആ പവർ എത്രമാത്രമായിരിക്കും? കീഹോൾ കഴിഞ്ഞിട്ടും കുട്ടികൾ അങ്ങനെ തന്നെ നിൽക്കുന്ന കണ്ട് ഹെൻഡ്രിക്സ് ടോണിയോട് അവരെ പിരിക്കാൻ നിർദ്ദേശിക്കുന്നെങ്കിലും വളരെ വൈകിപ്പോയെന്ന് നമ്മൾ കാണുവാണ്. അവരെല്ലാം കൂടി ഒത്തുചേർന്ന് സ്പർശിക്കാൻ പോലും കഴിയാത്ത ഒരു ശക്തി വലയത്തിൽ നിൽക്കെ നിക്കിയുടെ മൈൻഡ് വെച്ച് ആ ഷോക്കിന്റെ സുഖം നീയോ ഒന്ന് അറിയൂ എന്ന് പറഞ്ഞ് ടോണി അവൻ്റെ കൈകൾ വെച്ച് അവന് തന്നെ വായിലേക്ക് കൊണ്ടുപോയി ഷോക്ക് അടിപ്പിക്കുന്നു. ടോണി അധികം വൈകാതെ തീരുമ്പോൾ ഈ മരണത്തിൽ സാറ്റിസ്ഫൈഡ് ആയത് ആരൊക്കെയാണെന്ന് പറഞ്ഞേ. എത്ര നീചമായിരുന്നു അവൻ കുട്ടികളെ ടോർച്ചർ ചെയ്തത് അല്ലേ? ടോണിയുടെ വിധി കണ്ട് ഹെൻഡ്രിക്സ് പൂതി കയറി സ്റ്റാക്ക് ഹൗസിനടുത്തേക്ക് ഓടുമ്പോൾ അയാൾ ഇതെല്ലാം CCTVയിലൂടെ വീക്ഷിച്ച് ഉടൻ ഫെസിലിറ്റി മൊത്തത്തിൽ റെഡ് അലേർട്ട് പുറപ്പെടുവിക്കുന്നു. ഐവറി ടോണിയുടെ കീ കാർഡ് എടുത്ത് അവിടുന്ന് പുറത്തു കടക്കാൻ ഉള്ളിലെ ക്യാബിനിലേക്ക് കയറുമ്പോഴാണ് അവിടെ അരോചകമായ കാഴ്ച കാണുന്നത്. ടോണിയെപ്പോലെ കുട്ടികളെ ബാക്ക് ഹാഫിൽ അലട്ടിക്കൊണ്ടിരുന്ന ആ സ്ത്രീ ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഐവറിയും ലൂക്കും ആ വിപ്ലവ ബുദ്ധി കാണിച്ചത്. ഇതേ തുടർന്ന് ഉടനെ ആ കുട്ടികളെല്ലാം ചേർന്ന് അവരുടെ കൈകാലുകളെല്ലാം പിഴുത് അറപ്പിക്കുന്ന ഒരു കാഴ്ചയിൽ കിടക്കുന്നു. ആ കുട്ടികളെല്ലാം അവിടെ കൂടി നിൽക്കുമ്പോൾ ഐവറിയുടെ ലൂക്ക് പറഞ്ഞിട്ടുണ്ട്, ഇവരെല്ലാം ഒരു ബാറ്ററി പോലാണ്. എത്രത്തോളം കുട്ടികളുണ്ടോ അത്രത്തോളം ആ ഹം പവറിന്റെ ശക്തി കൂട്ടാൻ കഴിയും. ലൂക്ക് മുമ്പ് പുറത്തു ചാടിയ വഴി ഇവർക്കറിയാത്തത് കൊണ്ട് തന്നെ ഇവരവിടെ നിറങ്ങി മറ്റൊരു ടണൽ വഴിയിലൂടെ പുറത്തിറങ്ങുന്നത് കണ്ട് സ്റ്റാക്ക് സെക്യൂരിറ്റിയെ വിളിച്ച് ഉടൻ ബാക്കപ്പിന്റെ ടണലിലെ വൈദ്യുതി കട്ടാക്കാൻ പറയുന്നതും കുട്ടികൾ പാതി വഴിയിൽ കുടുങ്ങിപ്പോകുന്നു. കാരണം പവർ ഇല്ലെങ്കിൽ കീ കാർഡ് വർക്കാകില്ല. അവരെ തൽക്കാലത്തേക്ക് കുടുക്കിയ ശേഷം സ്റ്റാക്ക് ഹൗസിന്റെ പൈശാചികത നമ്മൾ അറിയുകയാണ്. അത്രയും കുട്ടികളെ ഇനി അടക്കാൻ ഒരു മാർഗമേ ഉള്ളൂ.
നിർജ്ജീവമാക്കുക. അതിനായി ക്ലോറിൻ ഗ്യാസ് അവിടേക്ക് വമിപ്പിച്ച് അത് റിയാക്ഷനിലൂടെ ആസിഡായി മാറി അവരെല്ലാം എരിയിച്ചു തീർക്കാനായി ആഹ്വാനം ചെയ്യുന്ന സ്റ്റാക്ക് ഹൗസ് എന്ന പിശാചി. ടണലിൽ കുടുങ്ങി നിൽക്കെ ആ ഡോർ തകർത്താലോ എന്ന് ആലോചിക്കുന്നതിലും ഇവിടെ കണക്ഷൻ വെച്ച് പൊളിക്കാൻ കഴിയുന്ന ഒരു ബലവുമല്ല അതിന്. ഇതിനിടയ്ക്ക് കീഹോൾ കഴിഞ്ഞതിന് പിറകെ കണക്ഷൻ വിട്ടുപോയ ലൂക്ക് ഒന്ന് നോർമലായി ടിമ്മിൻ്റെയും വെൻഡിയുടെയും മുന്നിൽ എഴുന്നേൽക്കുമ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും ഫെസിലിറ്റിയിൽ ഇപ്പോഴും മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അമർഷം അവൻ 6Bയോട് പ്രകടിപ്പിക്കുന്നു. അവിടെ ഒരു സേവ് ദ വേൾഡ് എന്നും പറഞ്ഞുകൊണ്ട്. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് ലൂക്ക് ചോദിക്കുന്നത് കേട്ട് 6B ഒന്നും അറിയാത്ത പോലെ പെരുമാറുന്നെങ്കിലും ഇനി രക്ഷയില്ല. അവൻ അതും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. കിട്ടുന്നതൊക്കെ തന്നെ അവർ ടിമ്മിനോട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന അബദ്ധമാണെന്നും ഈ സമാധാനവും ശാന്തതയും എല്ലാം നശിക്കുമെന്നും ഒന്ന് പറഞ്ഞ് വശത്താക്കാൻ ശ്രമം നടത്തുന്നെങ്കിലും പുള്ളി പിള്ളേരെ തട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ ദേഷ്യം പ്രകടിപ്പിച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞ് അങ്ങനെ വണ്ടിയിൽ കയറി പോകാൻ മൂവരും കയറുന്നെങ്കിലും എന്നാൽ അവർക്ക് FBI അടുത്തേക്ക് പോവുക എന്ന പ്ലാൻ ഉപേക്ഷിക്കേണ്ടി വരുന്നു. കാരണം ഈ സമയം ഏവറിൽ നിന്ന് ടെലിപ്പതിക്കലി അവർ കുടുങ്ങി നിൽക്കുകയാണെന്നുള്ള മെസ്സേജ് കിട്ടുന്ന പാടെ ലൂക്ക് വണ്ടിയിൽ നിന്നിറങ്ങി വെപ്രാളപ്പെട്ട് എത്രയും പെട്ടെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു നിൽക്കുന്നു. കാരണം അവരെ രക്ഷിക്കണമെങ്കിൽ ഒരേ ഒരു ചാൻസ് ഇപ്പോൾ മാത്രമാണ്. സ്റ്റാക്ക് ഹൗസ് അവരെ കൊല്ലാൻ പോവാണ്. ടീം അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി ഒടുവിൽ 6Bയുടെ ഫോണിൽ സ്റ്റാക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അയാൾ തന്നെ കുട്ടികളെ കൊല്ലാൻ പോകണമെന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നു. എന്നാൽ അത് തടുക്കാനാകും ലൂക്ക് തിരികെ എത്തിയാൽ. അതൊരു തന്ത്രമാണെന്ന് ടിമ്മിനും വെൻഡിക്കും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ലൂക്കിനും. തിരിച്ചു വന്നാലും തന്നെ വീട്ടിലേക്ക് തിരിച്ചയക്കാതെ നരയിപ്പിക്കാനല്ലേ എന്ന് നിൽക്കുന്ന ലൂക്കിനോടായി സ്റ്റാക്ക് പ്രീകോഗ്നിഷനെ പറ്റി പറയുന്നു. ആ കഴിവുള്ളവരെ വളരെ നല്ലവണ്ണം പരിചരിച്ച് രാജാവിനെ പോലെ സേവിക്കുമെന്നും അത് ലൂക്കിനുള്ളിൽ ഉണ്ടെന്നും അയാൾ പറയുന്നു. അങ്ങനെ ലൂക്ക് വരാമെന്ന് ഏൽക്കുമ്പോൾ തീർച്ചയായും കൂട്ടുകാരെ രക്ഷിക്കാനാണ്. സ്റ്റാക്ക് ഹൗസിന് അടുത്തേക്ക് പോവുമല്ല, മറിച്ച് സ്റ്റാക്ക് ഹൗസിനെ കിട്ടാൻ വേണ്ടി പോവാണ് എന്ന് പറഞ്ഞങ്ങനെ ലൂക്കും മൂവരും ഫെസിലിറ്റിയിലേക്ക് യാത്ര തിരിക്കുന്നു. ഇതിനിടയിൽ 6B പ്രീകോഗ്നിഷനെ കുറിച്ച് ലൂക്കിനോടും ടിമ്മിനോടും ഒക്കെ തുറന്നു പറഞ്ഞത് സ്റ്റാക്ക് ഹൗസ് അറിയുന്നത് വഴി മിഷന്റെ രഹസ്യവിവരങ്ങൾ പുറത്തുവിട്ടതോടെ അവരിന്റെ തലപ്പത്തിരിക്കാൻ യോഗ്യയല്ല എന്ന് ബോസിനെ വിളിച്ചറിയിക്കുന്നു. കുറച്ച് പൊലിപ്പിക്കാൻ ഹെൻഡ്രിക്സിനെയും അടുത്തേക്ക് വിളിപ്പിക്കുന്നു. അങ്ങനെ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള സെക്യൂരിറ്റി സ്പേസിൽ എത്തുമ്പോൾ അവിടെ തയ്യാറായി തന്നുണ്ട് സ്റ്റാക്ക് ഹൗസും സുരക്ഷാ ഉദ്യോഗസ്ഥരും. ചെറിയ ഉൾഭയത്തോടെ താല്പര്യമില്ലാതെ ഹെൻഡ്രിക്സും സ്റ്റാക്കിന്റെ നിർബന്ധപ്രകാരം അവിടെ നിൽക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് ടിം ഇറങ്ങി വന്ന് ഇരുവരും തമ്മിലൊരു വാദം നടക്കുവാണ്. 6Bയെ റിലീസ് ചെയ്യാനും തനിക്ക് ലൂക്കിനോടാണ് സംസാരിക്കേണ്ടതെന്നും പറഞ്ഞ് സ്റ്റാക്ക് ഹൗസ് നിൽക്കുമ്പോൾ ടിം ഇപ്പോൾ എന്നോട് സംസാരിച്ചാൽ മതി. ദൂരെ സ്നൈപ്പേഴ്സിനെ ഒളിപ്പിച്ച് നിർത്തി കൊല്ലാനാണെങ്കിൽ ആ നിമിഷം 6B തീർക്കാൻ തോക്ക് കൊടുത്ത് കാറിൽ ഇരുത്തിയേക്കാണ് ലൂക്കിനെ. ഉറപ്പ് നൽകാതെ ലൂക്കിന് ഇറക്കലും നിൽക്കെ സെക്യൂരിറ്റീസിനിടയ്ക്ക് കാറിലായി ലൂക്ക് 6Bക്ക് നേരെ തോക്കും ചൂടി നിൽക്കുന്നത് കണ്ട് സ്റ്റാക്കിനെ അറിയിക്കുന്ന പാടെ വണ്ടിക്ക് ചുറ്റും സെക്യൂരിറ്റി വളയുന്നു. സ്റ്റാക്കിന്റെ ചതി ടിം പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ ടിം അതേ നാണത്തിൽ തിരിച്ചടിക്കുമ്പോഴോ കാറിൽ നിന്ന് പിടിച്ചിറക്കി നോക്കുമ്പോൾ അത് വെൻഡിയും. ലൂക്കിന്റെ ഹുഡിയും ധരിച്ചിരുന്നപ്പോൾ അവരാരും കരുതിയില്ല കൂട്ടത്തിൽ ഇങ്ങനൊരാൾ കൂടി ഉണ്ടായിരുന്നുവെന്ന്. ലൂക്ക് നേരം അവന്റെ പ്ലാൻ പടി മുമ്പിറങ്ങിപ്പോയ അതേ വഴിയിലൂടെ ഫെൻസിങ് ഞൂണ്ട് കടന്ന് ബാക്ക് ഡോർ വഴി ഉള്ളിലേക്ക് കയറി പറ്റുന്നു. ടിമ്മിനെയും വെൻഡിയും ലോക്കാക്കി 6Bയെ സേഫ് ആക്കുന്നതും അവർ രണ്ടുപേരുമായി ലൂക്ക് ഫെസിലിറ്റിയിലേക്കാണ് പോയെന്നും അവനെ പെട്ടെന്ന് പിടികൂടണമെന്നും പറയുന്നു. ഏവരെ കണ്ട് മറ്റു സൈറ്റുകളെക്കുറിച്ച് അറിയിക്കാൻ പോവാണെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ആ രഹസ്യം അവനോട് പറഞ്ഞു കൊടുത്തുവെന്ന് സ്റ്റാക്ക് ഹൗസും. അവനത് TP വെച്ച് എങ്ങനെ മനസ്സിലാക്കിയതാണെന്ന് പറഞ്ഞു നിൽക്കെ ഹെൻഡ്രിക്സ് ഭയം കൊണ്ട് വിറയ്ക്കുന്നത് ഏവറി മറ്റു സൈറ്റുകളെക്കുറിച്ച് അറിഞ്ഞാൽ അവൻ്റെ പൊട്ടൻഷ്യൽ വെച്ച് ആ ഫെസിലിറ്റീസിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുമെന്നും അങ്ങനെയെന്നാൽ പിന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത പവറായിരിക്കും അവർക്കുണ്ടാവുക. ഒരു കുട്ടിയെ കൊണ്ടും അങ്ങനെയൊന്നും നടക്കില്ല എന്ന് മുമ്പ് ഹെൻഡ്രിക്സ് പ്രസ്താവിച്ചിരുന്നതിനെക്കുറിച്ച് 6B ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവർ ഏവറിയിൽ ആ ബോക്സ് ടെസ്റ്റ് ചെയ്തതായി അറിയുന്നത്. അതോടെയാണ് ഏവറിക്ക് അവൻ്റെ പവറിൻ്റെ സ്ട്രെങ്ത് മനസ്സിലായതും കൂടുതൽ ഡെവലപ്പായതും. ഇല്ലാത്ത നേരത്ത് തോന്നിയ ദിവസം കാണിച്ച സ്റ്റാക്കിനോട് ലൂക്കിനെ പെട്ടെന്ന് പിടിക്കാൻ പറഞ്ഞയച്ച് 6B ഇക്കാര്യം പെട്ടെന്ന് ബോസിനെ അറിയിക്കാൻ മുതിരുമ്പോൾ അതും നേരത്തെ അറിയിച്ചതായി ഹെൻഡ്രിക്സും. 6Bക്ക് അരിശം കയറി ഹെൻഡ്രിക്സിനെ അയാൾ ഉപയോഗിക്കുകയാണെന്നും അവസാനം കൊന്നുകളയത്തേയുള്ളൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫെസിലിറ്റിയിലേക്ക് പായവേ ഇനി നിൽക്കുന്നത് പന്തിയല്ലെന്ന് കണ്ട് ഹെൻഡ്രിക്സ് പതിയനെ അവിടുന്ന് വലിയുന്നു. ലൂക്ക് അങ്ങനെ തിരികെ റിക്കവറി റൂമിലെത്തി ഭയാനമായ കാഴ്ചകൾ കണ്ട് ആ ലേഡി എംപ്ലോയിയുടെ കീ കാർഡ് വഴി അവർ നിൽക്കുന്ന ടണലിനെ കുറിച്ച് അടുത്ത് വരെ എത്തുന്നെങ്കിലും ഡോർ ഓഫ്ലൈനായി നിൽക്കുന്നത് കാരണം അവന് മുന്നോട്ട് പോകാനും വയ്യ. അവിടെ നിന്ന് മൈൻഡിൽ ഏവറിയുമായി കണക്ട് ചെയ്യാൻ പരിശ്രമിച്ച് വിജയിക്കുന്നതോടെ അവനെ ലൂക്ക് അറിയിക്കുന്നു മറ്റുള്ള ഫെസിലിറ്റിയെക്കുറിച്ചും അവിടെയുള്ള കുട്ടികളെക്കുറിച്ചും. ഏവറിയിലെ അസാമാന്യ ശക്തിയിലൂടെ ആ കുട്ടികൾ എല്ലാമായും കണക്ഷൻ ഉണ്ടാക്കാനായി ലൂക്ക് പുഷ് ചെയ്യുമ്പോൾ നിക്കിയും കലീശയും ചേർന്ന് അവിടെ തളർന്നവശരായി കിടക്കുന്ന ബാക്കിയുള്ള കുട്ടികളെ എഴുന്നേൽപ്പിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി എല്ലാവരും കൈ ഓർക്കുന്നു. ലൂക്ക് ആ കമ്പിത്തിരിയെ മനസ്സിൽ കൊണ്ടുവരാൻ പറഞ്ഞങ്ങനെ സ്ട്രെയിൻ എടുക്കുന്നതും പതിയെ മറ്റുള്ള ഫെസിലിറ്റീസിലെ കുട്ടികളും കണക്റ്റഡ് ആവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രപരമായൊരു നിമിഷം. ലൂക്ക് ഇതേ സമയം ഏവരെയും മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും, അത്രയ്ക്ക് ശക്തരാണ് നമ്മൾ. ഏവറിയും അതിൽ കൊണ്ടേറ്റ് പറയുന്നതും ലൂക്കിന്റെ മുന്നിലെ ഡോർ അൺലോക്കായി അവനോട് ഏവറിക്കും മറ്റുള്ളവർക്കും അടുത്തെത്തുമ്പോൾ എന്നാൽ അത്രയും ഹാം പവർ ഉൾക്കൊള്ളാനുള്ള അന്തരീക്ഷമല്ലാത്തത് കൊണ്ട് തന്നെ ബിൽഡിംഗ് ഇടിഞ്ഞു വീഴാനും പൊട്ടിപ്പിളർക്കാനും തുടങ്ങുന്നു. അവൻ ഓടി അവരുടെ അടുക്കലേക്ക് എത്തി അടുത്ത വാതിൽ കാണുമ്പോൾ അത് തുറക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് നിൽക്കുന്ന ഏവറിയോടായി നടക്കും, അത് നീ വിചാരിച്ചാൽ നടക്കുള്ളൂ
എന്ന് പറഞ്ഞ് അവിടെ ശക്തമായി ഹംശബ്ദമേർന്ന് ആ അമിത ശക്തിയിൽ ബിൽഡിംഗ് മൊത്തത്തിൽ പിളർക്കാൻ തുടങ്ങുന്നു. ഇന്നേരം സ്റ്റാക്ക് ഹൗസ് ക്യാമറയിലൂടെ ഇതെല്ലാം കണ്ട് ക്ലോറിൻ ഗ്യാസ് ടണലിലൂടെ വമിപ്പിക്കാൻ തുടങ്ങി നിൽക്കെ ചുമരെല്ലാം പൊട്ടിപ്പിളരുന്നത് കണ്ട് സ്റ്റാക്ക് പുറത്തേക്ക് ഓടവേ ഒടുവിൽ ആ വാതിലും തുറന്ന് ലൂക്കും കലീഷയും നിക്കിയും പുറത്തു കടക്കുന്നു. എന്നാൽ അവിടെ ഒരു വലിയ ത്യാഗം നമ്മൾ കാണുന്നത് ഏവറിയിലാണ്. അവൻ്റെ കണക്ഷൻ മൂലമാണ് ബാക്കിയുള്ള ആ കുട്ടികളെല്ലാം നിൽക്കുന്നതെന്നും അതുവിട്ട് വന്നാൽ അവരെല്ലാം വീണു പോത്തേയുള്ളൂ. ഇതിനെയും ഇതിൻ്റെ പിന്നിലുള്ളവരെയും നശിപ്പിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഏവറിയെ വിട്ടുപോരാൻ ലൂക്കിന് ഒട്ടും കഴിയുന്നില്ലെങ്കിലും മറ്റിരുവരും അവനെ പിടിച്ചുകൊണ്ട് പോകുന്നു. 6B അവരുടെ അച്ഛൻ്റെ കെയർ ടേക്കറെ വിളിച്ച് താൻ കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുവാണ്, അച്ഛനെ നോക്കിക്കോണം, കുറച്ച് നാളത്തേക്ക് വാർത്തകളൊന്നും അദ്ദേഹത്തെ കാണിക്കേണ്ട എന്ന് വിവരം നൽകി അച്ഛൻ്റെ ഫോട്ടോയൊക്കെ നോക്കി അങ്ങനെ ഇമോഷണലായി നിൽക്കുമ്പോഴാണ് അവിടെ ഈ ഭിത്തിയൊക്കെ പിളർന്നു തുടങ്ങുന്നത്. പിതാവിനെ ന്യൂസ് ഒന്നും കാണിക്കണമെന്ന് പറഞ്ഞതിനർത്ഥം 6Bക്ക് മനസ്സിലായി ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തായാലും എക്സ്പോസ്ഡ് ആവാൻ പോവുകയാണെന്ന്. മകൾ ഒരു ക്രിമിനൽ എന്ന് ഒഴുകാൻ പോകുന്ന വാർത്തകൾ അച്ഛൻ അറിയണമെന്ന് കരുതി ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ആ ഓഫീസെല്ലാം തകരുന്ന കണ്ട് അവിശ്വസനീയമായി നിൽക്കുന്ന 6B. കുട്ടികൾ മൂവരും കഫ്റ്റീരിയയിലെത്തി അവിടെ വെൻഡിങ് മെഷീനിലെ സകല സ്നാക്സും ഒരു നാണയം വെച്ചെടുത്ത് കുറിച്ചുകൊണ്ടിരിക്കുന്ന ജോർജിനെയും പൊക്കിയെടുത്ത് അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറത്തേക്ക് എത്തിപ്പറ്റുന്നു. ലൂക്ക് ഏകദേശ ധാരണയിൽ അവരെയും കൂട്ടി ദൂരേക്ക് ഓടുമ്പോൾ ഇന്നേരം ഉള്ളിൽ സ്റ്റാക്ക് ഹൗസിന്റെ കാര്യത്തിൽ തീരുമാനമാവുന്നു. അയാൾ രക്ഷപ്പെടാൻ ഓടുമ്പോൾ ഇടിഞ്ഞു പിളർന്നുകൊണ്ടിരിക്കുന്ന ഭിത്തികൾക്കിടയിലേക്ക് ചെന്ന് തലയും ഇടിച്ച് വീഴുന്നു. ദൂരേക്ക് മാറി മൂവരും ശ്വാസമെടുത്ത് നിൽക്കെ ലൂക്കിന് മുമ്പിൽ തകരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കാണുമ്പോൾ മനസ്സിൽ വരുന്നത് അതിനുള്ളിൽ നേരിടേണ്ടി വന്ന കൂടിയ പീഡനങ്ങളാണ്. 6Bയിലും ടോണിയിലും സ്റ്റാക്കിലും ഹെൻഡ്രിക്സിൽ നിന്നുമൊക്കെ. അവൻ്റെ ആ നീറ്റലിൽ അവരെ മൊത്തം നിഗ്രഹിക്കാനുള്ള കലിയുണ്ട്. അടുത്ത നിമിഷം നമ്മൾ കാണുന്ന ത്രസിപ്പിക്കുന്ന കാഴ്ച ലൂക്ക് അവൻ്റെ മൈൻഡ് ഏവറിയുമായി കണക്റ്റാക്കി ഏവറി വഴി ബാക്കിയുള്ള കുട്ടികളെയും മറ്റുള്ള ഫെസിലിറ്റികളിലെ കുട്ടികളെയും മെർജ് ചെയ്ത് ആ ആനന്ദശക്തിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന കൂറ്റൻ കെട്ടിടം തന്നെ മേലേക്ക് ഉയർത്തി വായുവിൽ നിർത്തി താഴേക്ക് നിലം പതിപ്പിച്ച് പൂർണ്ണമായി തവിട് പൊടിയാക്കുന്നു. അവിടേക്ക് വിലങ്ങുകൾ അണിയിച്ചു കൊണ്ടുവന്നിരുന്ന ടിമ്മും വെൻഡിയും ഗോഡ്സും ഈ ഒരു കാഴ്ച കണ്ട് കണ്ണു തള്ളുമ്പോൾ എന്തായാലും ലൂക്കിനെ ഇനി വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് വെൻഡിക്ക്. ഈ തക്കത്തിന് തോക്ക് കൈകളാക്കി ടിം സെക്യൂരിറ്റീസിനെ കീഴ്പ്പെടുത്തുമ്പോൾ തലപ്പത്തുള്ള ബോസ് ഈ തകർച്ചയെല്ലാം ഒരു ഹെലിക്യാം വഴി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത നിമിഷം അയാൾ തെല്ലും കൂസലില്ലാതെ ഫോണിൽ വിളിച്ച് ഉടനെ തന്നെ ഒരു ബേൺ ടീമിനെ ഏർപ്പാടാക്കുന്നു. മുൻപ് 6B പറഞ്ഞ കണക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ്സ് മുതൽ സകല വ്യക്തിത്വവും നശിപ്പിക്കാനുള്ള സംഘത്തെ ഏർപ്പാടാക്കി ഇതിലൊന്നും ഒരു കുലുക്കവുമില്ലെന്ന പോലെ ആ തലവൻ കുട്ടികളുമായി സാറ്റ് കളിക്കുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം കലീഷയിൽ നിന്നു. ലൂക്ക് അങ്ങനെ നിൽക്കെ അവിടേക്ക് ടിമ്മും വെൻഡി എത്തുന്നതോടെ അവൻ ആശ്വാസമായി പരസ്പരം എല്ലാവരും പരിചയപ്പെട്ട് അപകടമില്ലെന്ന് കണ്ട് അവരവിടെ നിന്ന് എത്രയും വേഗം പുറത്തു കടക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് തനിക്കറിയാമെന്ന് ടിം പറയുമ്പോഴും അയാളുടെ മനസ്സിൽ ഇനി എന്തെന്നതിനെക്കുറിച്ച് ഒരു കുന്തവുമില്ലെന്ന് വ്യക്തമാണ്. അങ്ങനെ ലൂക്കും കുട്ടികളും തൽക്കാലത്തേക്കെങ്കിലും സുരക്ഷിതരാകുമ്പോൾ എന്നാൽ മറ്റൊരിടത്ത് നമ്മൾ കാണുന്നത് ആ തകർച്ചയിൽ നിന്നും രക്ഷപ്പെട്ട് ജീവനോടെ തന്നെ ഉണ്ട് 6B. അവരുടെ കയ്യിൽ ആ പെൻഡ്രൈവുമുണ്ട്, മുൻപ് മൊറീൻ ലൂക്കിന് നൽകിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകളടങ്ങിയ ഏക എവിഡൻസ്. 6B മാത്രമല്ല, അവിടെ ഇനിയും അപകടമായി ഹെൻഡ്രിക്സും സ്റ്റാക്കിൻ്റെ സ്പൈ ആയ നോർബർട്ടുമുണ്ട്. ചാരന്മാരും വേറെ ഇനി എത്ര പേരുണ്ടെന്നുള്ളത് ഇനിയും നിഗൂഢമാണ്. എന്തായാലും ഏവരുടെ ത്യാഗം അംഗീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ്. അവന് സുഖമായി രക്ഷപ്പെടാമായിരുന്നെങ്കിൽ കൂടി അവിടെ തന്നെ തുടരാൻ നിന്നത് ശരിയായി തോന്നില്ല. മാത്രമല്ല ക്ലോറിൻ ഗ്യാസ് വമിച്ചുകൊണ്ടിരിക്കുന്ന ടണലിൽ നിന്ന് അറ്റ്ലീസ്റ്റ് അവിടെ പവർ വെച്ച് ഒരു 300 മീറ്റർ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഇത്രയും പവർ വന്ന് നിൽക്കുന്ന സമയത്ത് അത് നിർത്തുകയോ ചെയ്യുന്നത് വലിയ കാര്യമല്ല. അത് റൈറ്റേഴ്സ് ഒന്ന് മാനേജ് ചെയ്തിരുന്നെങ്കിൽ അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമായിരുന്നു. എന്തായാലും ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇനിയും പല രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നതായി ഒന്ന് കാണിച്ചു പോയപ്പോൾ അടുത്ത സീസണിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ലൂക്കിൻ്റെയും ടിമ്മിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും കാഴ്ചകൾക്ക് താൽക്കാലികമായൊരു സ്റ്റോപ്പ് ഇടുമ്പോൾ ഈ സീരീസ് നമ്മുടെ ചാനലിൽ കണ്ടറിഞ്ഞ എൻ്റെ അനുഭവങ്ങളും സജഷൻസും പറയാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ ലോകവുമായി സീ യു സൂൺ.